Hello, sir. Hello. Hello? Start here. Okay. വെൽക്കം ടു ഏർണസ്റ്റ് അക്കാഡമി. ഏർണസ്റ്റ് അക്കാഡമിയുടെ ഒരു ഫ്രീ വെബിനാർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് SSC എക്സാമുകൾക്ക് എങ്ങനെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള ഒരു സെഷനാണ്. അപ്പൊ നമ്മളുടെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വിഷ്ണു സാർ നമ്മുടെ ഒപ്പം ഉണ്ട്. സാർ പ്ലീസ് ജോയിൻ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോ നമുക്ക് ആരംഭിക്കാം. എന്റെ പേര് വിഷ്ണു എന്നാണ്. ഞാനാണ് ഇവിടെ മാത്സ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ അതിന്റെ ഒരു ഓറിയന്റേഷൻ സെഷൻ നമുക്ക് ആരംഭിക്കാം. അപ്പം ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് SSC എക്സാമിനേഷൻ, എന്താണ് SSC എക്സാമിനേഷൻ, എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഏതൊക്കെ മെറ്റീരിയൽസും കാര്യങ്ങളുമാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്, ഈ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത്. ഓക്കെ. അപ്പോ എന്ന് പറഞ്ഞാൽ ഓപ്പൺ സെഷൻ ആണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇത് നമുക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. എക്സാമിനെ കുറിച്ചുള്ള ഡൗട്ടുകൾ, എക്സാം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് തരുവാൻ ചോദിക്കാം. ഓക്കെ. അപ്പോ നമുക്ക് ആരംഭിക്കാം. അപ്പം SSC എക്സാമിനേഷൻ എന്ന് പറയുന്നത് തന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് വരുന്ന ഒരു എക്സാമുകളിൽ ഒന്നാണ്. എല്ലാ വർഷവും നടത്തുന്ന എക്സാമാണ് SSC എക്സാം. അപ്പം കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്രൂപ്പ് സി അതേപോലെ തന്നെ ഗ്രൂപ്പ് ബി പോസ്റ്റുകളിലേക്ക്, ഗ്രൂപ്പ് ബി പോസ്റ്റുകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരു ഏജൻസിയാണ് SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറയും. അപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആണ് ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്ക്, ഇന്ത്യയിലെ ഗ്രൂപ്പ് ബി ആൻഡ് ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്ക്, സിവിൽ സർവീസസ് ഒഴിച്ചുള്ള ഗ്രൂപ്പ് ബി പോസ്റ്റുകളാണ് ഉദ്ദേശിച്ചത്. സിവിൽ സർവീസസ് ഒഴിച്ചുള്ള ഗ്രൂപ്പ് ബി അതേപോലെ തന്നെ ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന നാഷണൽ ഏജൻസിയാണ് SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പലതരത്തിലുള്ള എക്സാമുകളുണ്ട്. ഒരേ സമയം ടെക്നിക്കൽ എക്സാംസും അവർ നടത്തുന്നുണ്ട്, നോൺ ടെക്നിക്കൽ എക്സാംസും നടത്തുന്നുണ്ട്. ടെക്നിക്കൽ എക്സാംസ് ലൈക്ക് SSC JEE, ജൂനിയർ എഞ്ചിനീയർ എക്സാംസ് നടത്തുന്നത് അവരാണ്, SSC ആണ്. അതേപോലെ തന്നെ നോൺ ടെക്നിക്കൽ എക്സാംസ് ആയിട്ടുള്ള CGL അതേപോലെ തന്നെ CHSL ഈ കാര്യങ്ങളെല്ലാം നടത്തും. CHSL, MTS അതേപോലെ തന്നെ യൂണിഫോം കോഴ്സുകളിലേക്കുള്ള CPO എക്സാം, SSC GD എക്സാംസ്, അതേപോലെ തന്നെ വേറെ ഏതെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് ഡൽഹി പോലീസിലേക്ക് വേണ്ടിയിട്ടുള്ള അഡീഷണൽ റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ ഇതൊക്കെ നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSC എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ ഒരു SSC എക്സാമിനേഷന്റെ ഇപ്പം ഈ വർഷം ഒരു രണ്ട് SSCയുടെ നോട്ടിഫിക്കേഷൻ മാത്രമേ ഇതിലായിട്ട് വന്നിട്ടുള്ളായിരുന്നു. SSCയുടെ CPOയും അതേപോലെ തന്നെ CHSന്റെ നോട്ടിഫിക്കേഷൻ മാത്രമാണ് ഇതിലായിട്ട് വന്നത്. അതിന്റെ എക്സാം ഡേറ്റ് ഓൾറെഡി ഓവർ ആയിട്ടുണ്ട്. അപ്പൊ ഇനി വരുന്നത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ബാക്കി വരുന്ന SSC എക്സാമുകളുടെ കലണ്ടർ ആണ് നമ്മൾ ഈ ഒരു ഇതിനകത്ത് കാണുന്നത്. അപ്പം ഇതിനകത്ത് ഇനി നമുക്ക് റിക്രൂട്ട്മെന്റ് നടത്താൻ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരാനുള്ളത് പ്രധാനമായിട്ടും നമുക്ക് ഇനി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഈ 3 എണ്ണത്തിനാണ്. SSC കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ CGL എക്സാം, അതേപോലെ തന്നെ മൾട്ടി ടാസ്കിങ് അതേപോലെ തന്നെ കോൺസ്റ്റബിൾ GD എക്സാംസ്. ഇത്രയും എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ് നമുക്ക് ഇനി ഇതിനകത്ത് നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടുള്ളത്. ഈ 3 എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ. ഇപ്പം ഇതിന്റെ ഈ മാസം തന്നെ SSC CGLന്റെയും അതേപോലെ തന്നെ MTSന്റെയും നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് SSCയുടെ കലണ്ടർ പ്രകാരം നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത്. 24-ാം തീയതി, ഇന്നിപ്പോൾ എത്രയായി, 22-ആയി, 2 ദിവസം കൂടെ കഴിഞ്ഞ് മറ്റന്നാൾ 24-ാം തീയതി SSC CGLന്റെ നോട്ടിഫിക്കേഷൻ വരും. അതേപോലെ തന്നെ ഒരു 3 ദിവസം കൂടെ കഴിഞ്ഞിട്ട്, ഒരു 5 ദിവസം കൂടെ കഴിഞ്ഞിട്ട് SSC MTSന്റെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരും. അടുത്ത മാസം മാത്രമേ കോൺസ്റ്റബിൾ GDയുടെ എക്സാം എടുത്തു. ഇപ്പൊ ഓൾറെഡി CHSLന്റെയും അതേപോലെ തന്നെ നമ്മുടെ CHSL എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. അതേപോലെ തന്നെ സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻ CPO എക്സാമിനേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പൊ ഇത്രയും എക്സാമിനേഷൻ്റെ ഓൾറെഡി വന്നു കഴിഞ്ഞു. അതിന്റെ ഡേറ്റ് ഓൾറെഡി നമുക്ക് കഴിയുകയും നമുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. അപ്പം ഈ 3 എക്സാംസ് ആണ് ഇനി നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓൾറെഡി ഇനി ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ കൂടി തന്നെ നമുക്ക് ഇനി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 3 എക്സാംസ് ഇത് മാത്രമാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഈ എക്സാംസിന്റെ ഒരു ഓവറോൾ എന്താണ് ഈ എക്സാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ എക്സാമിനേഷനായിട്ട് മുൻ വർഷങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് ഈ ഒരു എക്സാമിന്റെ സെലക്ഷൻ നടക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സെഷനിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ഒന്നാമത്തേതെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് വരുന്ന ഒന്നാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ. ഏകദേശം 25 അല്ല, ഒരു തവണ 35 ലക്ഷം വരെ ആപ്ലിക്കൻസ് ഉണ്ടായിരുന്ന ഒരു എക്സാമാണ്
കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അതായത് ഡിഗ്രിക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള, ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് മാത്രം മിനിമം 60% ആണ് ഡിഗ്രിയുടെ അവർ പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ, അതായത് CGL എക്സാമിനേഷൻ. അപ്പം ഡിഗ്രി ഉള്ളവർക്ക്, സോറി 60% പറയുന്നില്ല, അത് പറഞ്ഞതിനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു. 60% പറയുന്നില്ല, ഡിഗ്രി പാസ് ആണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പൊ ഡിഗ്രി പാസ്സായിട്ടുള്ള ഒരു ആൾക്ക് ഏത് ഡിഗ്രി ആണ് എങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ CGLE എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ പല മിനിസ്ട്രികളിലേക്കും പല മന്ത്രാലയങ്ങളിലേക്കും അതേപോലെ തന്നെ പല ഡിപ്പാർട്ട്മെന്റ്സ്, അതായത് CBI, അതേപോലെ തന്നെ NIA, അതേപോലെ തന്നെ CBCID, അതേപോലെ അങ്ങനെയൊക്കെയുള്ള ഓർഗനൈസേഷൻസിലേക്ക്, അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ്സിലേക്കും ഓർഗനൈസേഷനുകളിലേക്കും എല്ലാം റിക്രൂട്ട്മെന്റ് നടത്തുന്നു. ഗ്രൂപ്പ് B പോസ്റ്റുകളിലേക്കും ഗ്രൂപ്പ് C പോസ്റ്റുകളിലേക്കും റിക്രൂട്ട്മെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന, അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ CGLE എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C പോസ്റ്റുകളിലേക്കാണ് അത് നോട്ടിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇതിന്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ഏതെങ്കിലും ഒരു അംഗീകൃതമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നും, അതായത് സെൻട്രൽ ഗവൺമെന്റ് UGC അംഗീകരിച്ച ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിസ്റ്റന്റ് ആയിട്ടോ അല്ലെങ്കിൽ റെഗുലർ ആയിട്ടോ എടുത്ത ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ മാത്രമാണ് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ളത്. നിങ്ങൾ ഏത് ഡിഗ്രി എടുത്തു കഴിഞ്ഞാലും, പക്ഷെ അത് UGC അംഗീകൃതമായിരിക്കണം. അതിന് ഡിസ്റ്റന്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷന് UGC അംഗീകാരം ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ UGC അംഗീകാരമുള്ള ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റെഗുലർ അല്ല എങ്കിൽ പാർട്ട് ടൈം ആയിട്ടുള്ള ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഡിഗ്രിയാണ്, ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ഇതിന്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് നമുക്ക് പറയുന്നത്. ഓക്കെ, അപ്പോൾ എസെൻഷ്യൽ ക്വാളിഫിക്കേഷന്റെ കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ആ ഡിഗ്രി കംപ്ലീറ്റ് ആയിരിക്കണമെന്നുണ്ട്. അതായത് ഇപ്പോൾ അപ്ലൈ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് ഡിഗ്രി പാസ്സായവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഇനി ഇതിന്റെ ഒരു ഏജ് ലിമിറ്റിനെ കുറിച്ച് നമ്മൾ നോക്കാൻ നേരത്ത് സാധാരണഗതിയിൽ ഇത് പല ഏജ് ലിമിറ്റ് ആണ് ഈ SSC CGLനുള്ളത്. ചില പോസ്റ്റുകളിലേക്ക് 20 മുതൽ 27 വയസ്സ് വരെയും, എന്നാൽ ചില പോസ്റ്റുകളിലേക്ക് 20 മുതൽ 30 വയസ്സ് വരെയും, എന്നാൽ ചില പോസ്റ്റുകൾക്ക് 20 മുതൽ 32 വയസ്സ് വരെയും. ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് പറയുന്നത്. ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് 20 മുതൽ 27 വയസ്സ് വരെയും ചില പോസ്റ്റുകൾക്ക്, 20 മുതൽ 30 വയസ്സ് വരെയും ചില പോസ്റ്റുകൾക്ക് 20 മുതൽ 32 വയസ്സ് വരെയുമാണ്. അത് നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ മാത്രമാണ് ഏതൊക്കെ പോസ്റ്റുകൾക്കാണ് ഈ ഏജ് ലിമിറ്റ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോ CGL എക്സാമിനേഷന് 20 മുതൽ 27, 20 മുതൽ 30, 20 മുതൽ 32 ഇങ്ങനെ 3 ഏജ് ലിമിറ്റുകളാണ് ഈ SSC CGL എക്സാമിനേഷന് വെച്ചിരിക്കുന്നത്. ഇനി ഏതെങ്കിലും ഏജ് റിലാക്സേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറിക്ക് യാതൊരു തരത്തിലുള്ള റിലാക്സേഷൻ ഇല്ല. അതാണ്ട് ഈ ഒരു ഏജ് ലിമിറ്റിനുള്ളിൽ തന്നെ വരുന്നിരിക്കണം. എന്നാൽ OBC കാറ്റഗറി, അതായത് നോൺ ക്രിമിലിയർ കാറ്റഗറിയിൽ വരുന്ന OBC വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഈ അപ്പർ ഏജ് ലിമിറ്റിന്റെ കൂടെ ഒരു 3 വർഷത്തെ ഇളവും കൂടെ കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾ SC ST കാറ്റഗറിയിലാണ് പെടുന്നതെങ്കിൽ അപ്പർ ഏജ് ലിമിറ്റിന്റെ കൂടെ ഒരു 5 കൊല്ലത്തെ ഇളവ് കൂടി നമുക്ക് ലഭിക്കും. ഇതാണ് ആ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി അവരുടെ ആപ്ലിക്കേഷൻ ഫീസിനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറി ആണെങ്കിലും OBC കാറ്റഗറി ആണെങ്കിലും പുരുഷന്മാർക്ക്, ജനറൽ കാറ്റഗറി ആണെങ്കിലും OBC കാറ്റഗറി ആണെങ്കിലും പുരുഷന്മാർക്ക് 100 രൂപയും, ഇനി SC ST കാറ്റഗറിയിൽ വരുന്ന ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും, പിന്നീട് പെൺകുട്ടികൾക്ക് ജനറൽ കാറ്റഗറി ആണെങ്കിലും OBC കാറ്റഗറിയിലുമാണുള്ള പെൺകുട്ടികളാണെങ്കിലും, അതേപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിലും എക്സ് സർവീസ്മാൻ ആണെങ്കിലും എക്കണോമിക്കലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ആണെങ്കിലും അവർക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഇതാണ് എക്സാം ഫീസുകളെ കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യം. ഇപ്പൊ എക്സാം ഫീസിലെ പെൺകുട്ടികൾക്ക് അത് ഏത് കാറ്റഗറിയിലാണെങ്കിലും, നിങ്ങൾ ജനറൽ കാറ്റഗറി ആയിക്കോട്ടെ, OBC ആയിക്കോട്ടെ, SC ST ആയിക്കോട്ടെ, പെൺകുട്ടികൾക്ക് ഫീസ് ഇല്ല. അതേപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനും അതേപോലെ തന്നെ എക്സ് സർവീസ്മാനും അതേപോലെ തന്നെ എക്കണോമിക്കലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർക്കും, എക്കണോമിക്കലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയാണ്, സോഷ്യൽ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി അല്ല, എക്കണോമിക്കൽ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർക്കും ഫീസ് ഇല്ല. എന്നാൽ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ആൺകുട്ടികൾക്കും OBC നോൺ ക്രിമിലിയർ കാറ്റഗറി, OBC നോൺ ക്രിമിലിയർ ആണെങ്കിലും ക്രിമിലിയർ കാറ്റഗറിയിൽ വരുന്നതാണെങ്കിലും അവർക്കും വരുന്ന ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. എല്ലാ SSC പരീക്ഷകൾക്കും 100 രൂപ മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ഏത് എക്സാംസ് എഴുതുവാണെങ്കിലും അതിനെല്ലാം 100 രൂപ മാത്രമേ ഉള്ളൂ. ഓരോ എക്സാമിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എക്സാം ഫീസ് അടയ്ക്കുക തന്നെ വേണം. അപ്പൊ അതാണ് ഏജ് ലിമിറ്റിനെ കുറിച്ചും ഫീസിനെ കുറിച്ചും നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി ഇതിന്റെ സെലക്ഷൻ പ്രോസസ്, അതായത് SSC CGLന്റെ സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം 3 ലെവലുകളിലായിട്ടാണ് ഈ ഒരു സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. 2 റിട്ടൺ എക്സാംസ് ഉണ്ട്, ടയർ 1ഉം ടയർ 2, രണ്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ടയർ 1ഉം ടയർ 2 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമും. അതേപോലെ തന്നെ അവസാനം വരുന്ന ഈ 2 പരീക്ഷകളിലും പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ DVയും കൂടി ഉണ്ട്. അതായത് നമ്മൾ സബ്മിറ്റ് ചെയ്തേക്കുന്ന ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, നമുക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ റിസർവേഷന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ്,
ഇതെല്ലാം ശരിയാണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കൂടിയുണ്ട്. അപ്പം ഈ 3 ലെവലുകളിലായിട്ടാണ് ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ നടക്കുന്നത്. ഒന്ന് ടയർ 1 എക്സാം ഉണ്ട്, 2 ടയർ 2 എക്സാം ഉണ്ട്. ഈ ടയർ 1ലും ടയർ 1ൽ പാസ്സായെങ്കിൽ മാത്രമേ ടയർ 2ലേക്ക് പോകത്തുള്ളൂ. ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് ടയർ 1ന്റെ മാർക്ക് എടുക്കില്ല, ടയർ 2ന്റെ മാർക്ക് മാത്രമേ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ടയർ 1ന്റെയും ടയർ 2ന്റെയും മാർക്കുകൾ എന്തിനു വേണ്ടിയിട്ട് റെയിൽവേ എക്സാംസിനാണ് ടയർ 1ന് എടുക്കാത്തത്. ടയർ 1ന്റെയും ടയർ 2ന്റെയും മാർക്കുകൾ എവിടെ എടുക്കും? നമ്മുടെ ഈ SSC എക്സാമിനേഷന്റെ നമ്മുടെ ഫൈനൽ മാർക്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് നമുക്ക് എടുക്കുന്നതാണ്. ടയർ 1ലെ മാർക്കും കൺസിഡർ ചെയ്യുന്നുണ്ട്, ടയർ 2ലെ മാർക്കും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും വെച്ചുകൊണ്ട് മുൻ വർഷങ്ങളിൽ 1:15 റേഷ്യോയിലായിരുന്നു. അതായത് ഒരു പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് 15 ആൾക്കാരെയായിരുന്നു സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ അവിടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് വിളിക്കുന്നത് 1:15 റേഷ്യോയിലായിരുന്നു അവരുടെ മാർക്ക് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് ഇടുന്നത്. അതായത് ഒരു പോസ്റ്റിലേക്ക് 15 ആൾക്കാർ, അതായത് 15 ഇരട്ടിയോളം ആൾക്കാരെ എന്തിനു വേണ്ടിയിട്ട് വിളിക്കും? ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്കും സെലക്ട് ചെയ്യും. അതിൽ നിന്നും ഒരാൾക്ക് മാത്രമേ കിട്ടുള്ളൂ. 15 പേരെ ഇട്ട് കഴിഞ്ഞാലും അതിനകത്ത് നിന്ന് ഒരാളെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? അവിടെ സെലക്ഷൻ കിട്ടുള്ളൂ. അപ്പൊ അതാണ് ആ സെലക്ഷൻ പ്രോസസ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കുക, ഇനി ഇതിന്റെ എക്സാം പാറ്റേണിനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ചേ, അതിന് 2 ടയർ എക്സാം ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഒന്ന് ടയർ 1 എക്സാമും ഉണ്ട്, അതിന്റെ കൂടെ തന്നെ നമുക്ക് ടയർ 2 എക്സാമും ഉണ്ട്. ടയർ 1 എക്സാം അതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് ടയർ 1. അത് ക്വാളിഫയിങ് നേച്ചറുമാണ്, അതേപോലെ തന്നെ അവിടുത്തെ മാർക്ക് നമുക്ക് അവിടെ കണക്കാക്കുന്നതാണ്. അപ്പൊ ടയർ 1 എക്സാമിനേഷന് മൊത്തം 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻസ് വരുന്നത് ദാണ്ട ഈ 4 വിഭാഗങ്ങളിൽ നിന്നുമാണ്. ഒന്ന് മാത്തമാറ്റിക്സ്, നമ്മൾ പഠിച്ചിട്ടുള്ള മാത്സ്, അതിനകത്ത് +2 മാത്സ് ഉൾപ്പെടെ +2ലെ ട്രിഗണോമെട്രി ആണ് ഉദ്ദേശിക്കുന്നത്. ട്രിഗണോമെട്രിയും അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്ത് വരും. അതുപോലെ തന്നെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്ന് പറയുന്ന നമ്മുടെ റീസണിംഗ് അല്ലെങ്കിൽ മെന്റൽ എബിലിറ്റി എന്ന് പറയുന്ന സാധനം, അതേപോലെ തന്നെ ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ ആൻഡ് ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്. അങ്ങനെ മൊത്തം 4 പാർട്ടുകളിൽ നിന്നുമാണ് നമുക്ക് ഈ എക്സാമിനേഷൻ നമുക്ക് വരുന്നത്. ഓരോ പാർട്ടിലും 25 ക്വസ്റ്റ്യൻ വീതം, ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വീതം, ഓരോ സെക്ഷനും 50 മാർക്കാണ്. അങ്ങനെ മൊത്തം 100 ക്വസ്റ്റ്യൻ 200 മാർക്കാണ് നമുക്ക് ടയർ 1-നകത്ത് നമുക്ക് വരുന്നത്. മൊത്തം 25 ക്വസ്റ്റ്യൻ, ഓരോ സെക്ഷനിൽ നിന്നും 25 ക്വസ്റ്റ്യൻ വീതം, മൊത്തം 100 ക്വസ്റ്റ്യൻ മാർക്ക്, ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം, 100 ക്വസ്റ്റ്യന് 200 മാർക്കാണ്. അപ്പോ ഈ 200 മാർക്ക് ആണ് നമുക്ക് 200 മാർക്കാണ് നമുക്ക് മൊത്തത്തിലുള്ള ടോട്ടൽ മാർക്സ്. ഇനി ഇതിന്റെ സമയം നമുക്ക് നോക്കുകയാണ് എങ്കിൽ 60 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറാണ് നമുക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, അതായത് നിങ്ങളൊരു സ്ക്രൈബിനെ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഈ എക്സാം എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 20 മിനിറ്റ് കൂടി അഡീഷണൽ ആയിട്ട് കിട്ടും. അതായത് ഈ 60 മിനിറ്റ് കൂടാതെ കൂടെ ഒരു 20 മിനിറ്റ്, അതായത് 1 മണിക്കൂർ 20 മിനിറ്റ് ആയിരിക്കും പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, അതായത് ഏതെങ്കിലും അംഗവൈകല്യമുള്ള ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു 20 മിനിറ്റ് കൂടി അഡീഷണൽ ആയിട്ട് കിട്ടും. ഇനി ഇതിന്റെ നെഗറ്റീവ് മാർക്കിങ്ങിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഓരോ തെറ്റായിട്ടുള്ള ഉത്തരത്തിനും 1/2 മാർക്ക് വീതമാണ് പോകുന്നത്. ഓരോ തെറ്റായിട്ടുള്ള ഉത്തരത്തിനും 1/2 മാർക്ക് വീതം. അതായത് നിങ്ങൾക്കിപ്പോൾ 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ശരിയാക്കി, 2 ക്വസ്റ്റ്യന് 4 മാർക്ക് കിട്ടി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിച്ചു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തെറ്റിച്ചപ്പോഴത്തേക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തെറ്റിച്ചപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയ 4 മാർക്കിൽ നിന്നും 1/2 മാർക്ക് അവിടെ പോകും. അതായത് ഇൻ എഫക്ട് 2 ഉത്തരം ശരിയാക്കി ഒരെണ്ണം തെറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ എഫക്ട് എത്രയേ കിട്ടത്തുള്ളൂ? കിട്ടിയ 4 മാർക്കിൽ നിന്നും 1/2 മാർക്ക് പോയി, അതായത് 3.5 മാർക്ക് മാത്രമേ നിങ്ങൾക്ക് അവിടെ കിട്ടത്തുള്ളൂ. അതാണ് അതിന്റെ കോൺസെപ്റ്റ്, 0.5 നെഗറ്റീവ് മാർക്കിങ്ങിന്റെ കോൺസെപ്റ്റ്. പിന്നീട് ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇൻഡിവിജ്വൽ കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. അതായത് മാത്സിന് നമ്മുടെ IBPS എക്സാമിനേഷൻ, ബാങ്ക് എക്സാമുകൾ പോലെയുള്ള എക്സാമുകൾക്ക് വരുന്നത് പോലെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓരോ സെക്ഷൻ വൈസ് ആയിട്ടുള്ള കട്ട് ഓഫ് ഇല്ല. അതായത് മാത്സിന് ഇത്ര കട്ട് ഓഫിനുള്ള മാർക്ക് വാങ്ങണം, റീസണിംഗ് ഇത്ര മാർക്ക് വാങ്ങണം, ജനറൽ കോംപ്രഹെൻഷൻ ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ ഇത്ര മാർക്ക് വാങ്ങണം, ജനറൽ അവയർനെസ്സും അല്ലെങ്കിൽ ജനറൽ നോളജിനും ഇത്ര മാർക്ക് വാങ്ങണം. അങ്ങനെയുള്ള ഇൻഡിവിജ്വൽ കട്ട് ഓഫുകൾ ഇല്ല, അല്ലെങ്കിൽ സെക്ഷൻ വൈസ് കട്ട് ഓഫുകൾ ഇല്ല. ഓവറോൾ ഈ 200 മാർക്കിനകത്ത് മാത്രമുള്ള കട്ട് ഓഫ് മാത്രമേ നമുക്കുള്ളൂ. മൊത്തം ആ 200-ൽ ഒരു പർട്ടിക്കുലർ പെർസെന്റേജ്, പർട്ടിക്കുലർ മാർക്ക് ആയിരിക്കും അവിടുത്തെ കട്ട് ഓഫ് ആയിട്ട് നമുക്ക് വരുന്നത്. ഇൻഡിവിജ്വൽ കട്ട് ഓഫ് ഇല്ല. അപ്പൊ ഇതാണ് SSC CGL എക്സാമിനേഷന്റെ ടയർ 1 എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. 4 സെക്ഷൻ ആണ് വരുന്നത്. ഒന്ന് മാത്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ, ജനറൽ അവയർനെസ്. അങ്ങനെ മൊത്തം 4 സെക്ഷൻ, 100 ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം, 200 മാർക്കാണ് മൊത്തം മാർക്കായിട്ട് അവിടെ വരുന്നത്. കുറച്ച് നാൾ മുമ്പ് വരെ അവിടെ 2 മാർക്ക് അല്ലായിരുന്നു, അവിടെ 1 മാർക്കായിരുന്നു. ഏകദേശം ഒരു 2020 ആ ഒരു കാലഘട്ടം വരെ 1 മാർക്കിന് മാത്രമായിരുന്നു അവിടെ ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. അതായത് മൊത്തം 100 മാർക്കിനകത്തിലായിരുന്നു അവിടെ ഒരു ഇത് വന്നിരുന്നത്. അപ്പൊ അത് പിന്നീട് ഇതിന്റെ എല്ലാം പാറ്റേൺ ഒക്കെ മാറിയപ്പോഴത്തേക്കാണ് ഈ ഒരു ചേഞ്ച് നമുക്ക് അവിടെ മൊത്തത്തിലുള്ള ചേഞ്ച് അവിടെ വന്നത്.
ഓക്കെ, അപ്പൊ ഇതാണ് ടയർ 1 കുറിച്ചുള്ള ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ടയർ 2 നമ്മൾ പോകുമ്പോൾ ടയർ 1 ജയിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ടയർ 2 പോകത്തുള്ളൂ. ടയർ 1 നിശ്ചിത ശതമാനം മാർക്ക് വാങ്ങുന്ന ആൾക്കാർക്ക് മാത്രമേ ടയർ 2 പോകാൻ പറ്റത്തുള്ളൂ. ടയർ 2 മൊത്തം 3 പേപ്പേഴ്സ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. ആ 3 പേപ്പേഴ്സിൽ പേപ്പർ 1 നിങ്ങൾ എല്ലാ പോസ്റ്റുകളിലേക്കും ഏകദേശം 10-27ഓളം പോസ്റ്റുകളിലേക്ക് SSC CGL നിന്നുമുള്ള സെലക്ഷൻ നടക്കുന്നുണ്ട്. അതിനകത്തിൽ എല്ലാ പോസ്റ്റുകളിലേക്കും കമ്പൽസറി ആയിട്ടുള്ളതാണ് പേപ്പർ 1 എന്ന് പറയുന്നത്. 2.5 മണിക്കൂറിന്റെ സെഷൻ ആണ് ഈ പേപ്പർ 1 എന്ന് പറയുന്നത്. 2.5 മണിക്കൂർ, അതായത് 2.25 മണിക്കൂർ സെഷൻ 1ഉം പിന്നീട് ഒരു 15 മിനിറ്റ് സെഷൻ 2, അങ്ങനെ 2.5 മണിക്കൂറിന്റെ ടോട്ടൽ സെഷൻ ആണ് പേപ്പർ 1 എന്ന് പറയുന്നത്. ആ പേപ്പർ 1 നമ്മൾ മൊത്തം 3 ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3. അതിനകത്ത് സെക്ഷൻ 1 എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ എബിലിറ്റീസും അതേപോലെ തന്നെ റീസണിങ് ആൻഡ് ജനറൽ ഇന്റലിജൻസ്. നമ്മൾ നേരത്തെ ഇവിടെ പഠിച്ച സെയിം കോൺസെപ്റ്റുകൾ തന്നെയാണ്, അല്ലെങ്കിൽ ആ സെയിം ടോപ്പിക് തന്നെയാണ് ഇവിടെയും വരുന്നത്. അതിൽ സെഷൻ 1 ഇതെല്ലാം ഒറ്റ സ്ട്രെച്ചിൽ നടക്കുന്ന എക്സാം ആണ്. ഈ പേപ്പർ 1 എന്ന് പറയുന്നത് ഒരൊറ്റ സ്ട്രെച്ചിൽ നടക്കുന്ന എക്സാം ആണ്. പേപ്പർ 2 സെപ്പറേറ്റ് ആയിട്ടായിരിക്കും നടക്കുന്നത്, പേപ്പർ 3 സെപ്പറേറ്റ് ആയിട്ടായിരിക്കും നടക്കുന്നത്. പക്ഷെ പേപ്പർ 1 എന്ന് പറയുന്നത് ഈ 2.5 മണിക്കൂർ ഒറ്റ സ്ട്രെച്ച്. ഉദാഹരണത്തിന് 10 മണിക്ക് എക്സാം തുടങ്ങി കഴിഞ്ഞാൽ 12:30 വരെ ഒറ്റ സ്ട്രെച്ചിൽ നടക്കുന്ന എക്സാം ആയിരിക്കും ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. 2.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും ഈ പേപ്പർ 1 എന്ന് പറയുന്ന ആ ഒരു സെഷൻ 1 ആണെങ്കിലും സെഷൻ 2 ആണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, സെഷൻ 1 സെക്ഷൻ 1 പേപ്പർ 1 സെഷൻ 1 അതിനകത്തിലെ സെക്ഷൻ 1 വരുന്ന പോർഷൻസ് ആണ് മാത്തമാറ്റിക്കൽ എബിലിറ്റീസ്, അതായത് നമ്മുടെ മാത്സ്, അതേപോലെ തന്നെ റീസണിങ് ആൻഡ് ജനറൽ ഇന്റലിജൻസ്, സിംപ്ലി റീസണിങ്. മൊത്തം അവിടെ വരുന്ന മാർക്ക് എന്ന് പറയുന്നത് 60 മാർക്കാണ്. 30 മാർക്ക് വീതം, ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് വീതം. ഈ ഒരു സെഷനകത്ത് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 180 മാർക്കാണ്. ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 180 മാർക്കാണ്. ഇനി സെക്ഷൻ 2 നമ്മൾ വരുമ്പോഴത്തേക്ക് അവിടെ 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ, രണ്ടാമത്തത് ജനറൽ അവയർനെസ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ അതേപോലെ തന്നെ ജനറൽ അവയർനെസ്. അവിടെ മൊത്തം 70 മാർക്കിനാണ്. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത് 45 മാർക്കിനും അതേപോലെ തന്നെ ഈ ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് 25 മാർക്കിനും. അവിടെയും ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വീതം, അങ്ങനെ മൊത്തം 70 ക്വസ്റ്റ്യൻ 3 മാർക്ക് വീതം 210 മാർക്കിനാണ് ആ ഒരു സെഷൻ നടക്കുന്നത്. അപ്പൊ സെക്ഷൻ 1 1 മണിക്കൂർ സമയമാണുള്ളത്, സെക്ഷൻ 2 അതേപോലെ തന്നെ 1 മണിക്കൂർ സമയം തന്നെയാണ് ഉള്ളത്. ഇനി സെക്ഷൻ 3 നമ്മൾ വരുമ്പോഴത്തേക്ക് അവിടെ കമ്പ്യൂട്ടർ നോളജ് ആണ്, അതായത് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് കമ്പ്യൂട്ടർ ലിറ്ററസി അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണ്. അവിടെ മൊത്തം 20 ക്വസ്റ്റ്യൻ ആയിരിക്കും, 3 മാർക്കിന്, അങ്ങനെ മൊത്തം 60 മാർക്കിന് 15 മിനിറ്റത്തേക്കാണ് ആ ഒരു സെഷൻ നടക്കുന്നത്. സെക്ഷൻ 3 എന്ന് പറയുന്നത് 15 മിനിറ്റത്തേക്കാണ്. അപ്പൊ ഇങ്ങനെ 3ആയിട്ടാണ് നമുക്ക് ആ സെക്ഷൻസ് വരുന്നത്. ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ എബിലിറ്റീസ്, രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ സെക്ഷനിൽ തന്നെ മാത്തമാറ്റിക്കൽ എബിലിറ്റീസും ഉണ്ട്, റീസണിങ്ങും ഉണ്ട്. 60 മാർക്കിന്, അതായത് 30 വീതം, അങ്ങനെ മൊത്തം 180 മാർക്കിനാണ് 1 മണിക്കൂർ. സെക്ഷൻ 2 വരുമ്പോഴത്തേക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ ആണ്, അതേപോലെ തന്നെ ജനറൽ അവയർനെസ് 70 മാർക്ക്. ഡിവിഷൻ എങ്ങനെയാണ്? 45-25, അങ്ങനെ മൊത്തം 210 മാർക്ക് 1 മണിക്കൂർ. പിന്നീട് കമ്പ്യൂട്ടർ നോളജ് മൊഡ്യൂൾ, അതായത് കമ്പ്യൂട്ടർ ലിറ്ററസി അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മുടെ MS ഓഫീസ്, പവർ പോയിന്റ്, അതേപോലെ തന്നെ MS വേർഡ്, അതേപോലെ സാധനങ്ങൾ, ഇന്റർനെറ്റിനെ കുറിച്ച്, സൈബർ സെക്യൂരിറ്റി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ് 3 മാർക്കിന്, അങ്ങനെ മൊത്തം 15 മിനിറ്റിലാണ്. ഇതെല്ലാം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ ഡേറ്റ എൻട്രി സ്പീഡ് നടത്തുന്നതിന് വേണ്ടിയിട്ട്, ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഡേറ്റ എൻട്രി ടാസ്ക് നമുക്ക് തരും, മൊത്തം 15 മിനിറ്റിലേക്ക്. അതിന് പ്രത്യേകിച്ച് മാർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ആ ഒരു ടാസ്ക് ഫിനിഷ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രമാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അവിടെ മാർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ ടാസ്ക്, നമുക്ക് തന്നിരിക്കുന്ന ടാസ്ക് അവിടെ ഫിനിഷ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇനി പിന്നീട് ഇവിടെ നോക്കുക, പേപ്പർ 2 നമുക്ക് തന്നിട്ടുണ്ട്, പേപ്പർ 3 തന്നിട്ടുണ്ട്. ഇത് എല്ലാ പോസ്റ്റുകൾക്കും കമ്പൽസറി ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ല പേപ്പർ 2ഉം പേപ്പർ 3. പേപ്പർ 2 എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, പേപ്പർ 3 എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസ്, ഫിനാൻസ് ആൻഡ് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ 2 പോസ്റ്റുകളും ഏതിനു വേണ്ടിയിട്ടാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, JSO എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, അതേപോലെ തന്നെ SI സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ. ഈ 2 പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ വരുന്നത്. അതിന്റെ ക്വാളിഫിക്കേഷനിൽ തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് മെയിൻ സബ്ജക്റ്റ് ആയിട്ട് എടുത്ത് പഠിച്ചവർക്ക്, അതല്ല എങ്കിൽ 3 വർഷത്തെ ഡിഗ്രിയിൽ 3 കൊല്ലവും സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചവർക്ക് മാത്രമേ ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ JSO, അതേപോലെ തന്നെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ, ഈ 2 പോസ്റ്റുകളിലേക്കാണ് എന്ത് വരുന്നത്? പേപ്പർ 2 നമുക്ക് വരുന്നത്.
എന്നാൽ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ AAO അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ 2 പോസ്റ്റുകളാണ്. അതായത് CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫീസിലേക്കുള്ള ഒരു പോസ്റ്റാണ് അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ അല്ലെങ്കിൽ അതേപോലെ തന്നെ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ. ഈ 2 പോസ്റ്റുകളിലേക്കുള്ള പിള്ളേർക്ക് മാത്രമാണ് ഈ ഫിനാൻസ് ആൻഡ് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ 2 പേപ്പേഴ്സ് ഉള്ളത്. 100 മാർക്ക് 100 മാർക്ക് വീതം. ഓക്കെ, അതായത് രണ്ടുപേർക്കും, അതായത് JSOയ്ക്കും SIക്കും മാത്രമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നത്. AAOയ്ക്കും അതേപോലെ തന്നെ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസറിനും ഓഡിറ്റ് ഓഫീസറിനും മാത്രമാണ് ജനറൽ സ്റ്റഡീസ്, അതായത് ഫിനാൻസ് ആൻഡ് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പേപ്പറുകൾ വരുന്നത്. ബാക്കി ആർക്കും തന്നെ ആ പേപ്പർ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ബാക്കി ജനറൽ ആയിട്ടുള്ള ബാക്കിയുള്ള പോസ്റ്റുകളിലേക്കൊന്നും അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക്, ഫോർ എക്സാമ്പിൾ CBI ഇൻസ്പെക്ടർ അല്ലെങ്കിൽ NIA ഇൻസ്പെക്ടർ, അതല്ല എങ്കിൽ സെൻട്രൽ കസ്റ്റംസിലേക്കുള്ള ഇൻസ്പെക്ടർ, ഈ പോസ്റ്റുകളിലേക്കുള്ള ആൾക്കാർ ഒരു കാരണവശാലും ഇതിന് അപ്ലൈ ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ ഈ എക്സാംസ്, ഈ പേപ്പേഴ്സ് പേപ്പർ 1ഉം പേപ്പർ 2ഉം എഴുതേണ്ട കാര്യമില്ല. അവർക്ക് ഈ പേപ്പർ 1 മാത്രമേ ഉള്ളൂ. അതിന്റെ കൂടെ തന്നെ ഈ ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റും ഉണ്ട്. പണ്ട് നേരത്തെയുള്ള എക്സാമുകളിലെല്ലാം പലതായിട്ടായിരുന്നു നടന്നിരുന്നത്. അതേപോലെ തന്നെ അവിടെ, അതായത് 2021 തോന്നുന്നു എനിക്ക് ഈ ഒരു വലിയൊരു മാറ്റം SSCക്ക് വന്നത് 2021 2022 ഏതൊരു വർഷമാണെന്ന് തോന്നുന്നു ഈ ഒരു വലിയൊരു മാറ്റം വന്നത്. അതിനു മുമ്പ് വരെ 3 ടയറായിട്ടായിരുന്നു എക്സാം നടന്നിരുന്നത്. ഫസ്റ്റ് ടയർ, സെക്കൻഡ് ടയർ, തേർഡ് ടയർ. തേർഡ് ടയറിലായിരുന്നു താണ്ട് ഈ ഡാറ്റ എൻട്രിയും കാര്യങ്ങളും ഒക്കെ വന്നിരുന്നത്. ആ തേർഡ് ടയറിലാണ്. പിന്നെ അവിടെ ഒരു ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ എഴുതാൻ വേണ്ടിയിട്ട്, ഇംഗ്ലീഷ് എസ്സേ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഒരു ഓഫ്ലൈൻ പ്ലസ് ഓൺലൈൻ മോഡിലായിരുന്നു മൊത്തത്തിൽ ആ എക്സാം നടന്നിരുന്നത്. പക്ഷേ 2021 ശേഷമാണ് ഈ ഒരു വലിയൊരു ചേഞ്ച് അവിടെ വന്നത്. അതായത് മൊത്തം സ്ട്രക്ചർ തന്നെ അവിടെ എന്ത് ചെയ്തു, ഉറച്ചു വാർത്തിട്ട് ഈ ഒരു ലെവലിലോട്ടാക്കി എക്സാംസ് കുറച്ചും കൂടെ സിമ്പിൾ ആക്കി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കുറച്ചും കൂടെ സമയം, നേരത്തെ ആണെങ്കിൽ 3 ടയറിൽ നടത്തുമ്പോൾ ഒരുപാട് സമയം എടുത്തിരുന്ന ഈ ഒരു എക്സാം ഇപ്പം വളരെ ടൈം എഫക്റ്റീവ് ആയിട്ടാണ് നമുക്ക് ഈ എക്സാം അവിടെ നടത്തുന്നത്. അപ്പൊ ഇത്രയുമാണ് ആ എക്സാം പാറ്റേൺ, അതായത് CBT 2 എക്സാം പാറ്റേണിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേ. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടേ. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേ. പെട്ടെന്നോടെ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണ് എന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടേ ഫസ്റ്റ് ആയിട്ട്. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ആ ഒരു സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് CBT 1, CBT 2. അപ്പൊ നമുക്കൊരു പരീക്ഷ എഴുതുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം അറിയേണ്ടത് നമ്മുടെ എക്സാം പാറ്റേണിനെ കുറിച്ചാണ്. അപ്പൊ CGL എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. മൊത്തം 2 ലെവലിലാണ് എക്സാംസ് നടത്തുന്നത്. ഒന്ന് ടയർ 1, ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സാധനം ടയർ 1 തന്നെയാണ്. കാരണം ടയർ 1 പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് ടയർ 2 നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് CBT 2 വരുമ്പോഴത്തേക്ക്, അതായത് CBT 2 എന്ന് പറഞ്ഞാൽ ടയർ 2-ൻ്റെതാണ്. ടയർ 2 എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും സെക്ഷൻസ് ആയിട്ടായിരിക്കും നമുക്ക് എക്സാംസ് നടത്തുന്നത്. 2.5 മണിക്കൂറാണ് എക്സാം നടക്കുന്നത്. ടയർ 1-നെ അപേക്ഷിച്ചിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് അതിന്റെ ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് അത്യാവശ്യം കൂടുതലായിരിക്കും. ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് നല്ല കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു ലെവലിൽ വേണം നമ്മൾ ആ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ. വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാം ഇൻ ഇന്ത്യയാണ്. സിവിൽ സർവീസസ് എക്സാം പോലെ തന്നെ ടഫസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു എക്സാമാണ് SSC CGL എക്സാം എന്ന് പറയുന്നത്. സെലക്ഷൻസ് സിവിൽ സർവീസസിനെ അപേക്ഷിച്ച് നോക്കാൻ നേരത്ത് സെലക്ഷൻ ഭയങ്കര കൂടുതലാണ്. പക്ഷേ അതേപോലെ തന്നെ എന്തായിരുന്നു, നമുക്ക് അത്രയും ടോപ്പിക്കുകൾ പഠിക്കാനില്ലെങ്കിലും ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ ഇത് പാസ്സായിട്ട് ഇതിനകത്ത് ജോലിക്ക് കയറുന്നവന്മാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ കമ്പയർ ടു ദ ആപ്ലിക്കൻസ്, ഒരു കൊല്ലം 10-15 ലക്ഷം പിള്ളേരാണ് അപ്ലൈ ചെയ്യുന്നത്. എന്നാൽ എഴുതുന്നത് 10-23 ലക്ഷം പേര് മാത്രമേ എഴുതത്തുള്ളൂ. ഒരു തവണ 35 ലക്ഷം പേര് 2018 തോന്നുന്നു 35 ലക്ഷം പേര്, വലിയൊരു വാർത്തയായിരുന്നു. 15 ലക്ഷം പേര് അപ്ലൈ ചെയ്തിട്ട് ആകപ്പാട് ഈ എക്സാം എഴുതിയ ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 12 ലക്ഷം പിള്ളേരാണ് ഈ ഒരു പരീക്ഷ മൊത്തത്തിൽ എഴുതിയത്. അതായത് മൊത്തം എല്ലാം കൂടി 23 ലക്ഷം പേര് പരീക്ഷ എഴുതിയില്ല. ഏകദേശം പകുതി കൂടുതൽ ആൾക്കാർ പരീക്ഷ എഴുതിയില്ല ഓൾ ഓവർ ദ ഇന്ത്യ. അത് വലിയൊരു വാർത്തയൊക്കെ ആയിരുന്നു. 2018-ലോ 19-ലോ കൊണ്ടാണെന്ന് തോന്നുന്നു. അന്ന് വലിയ വാർത്തയൊക്കെ ആയിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസിനും ഹിന്ദുവിലും ഒക്കെ അന്ന് വലിയ വാർത്തയായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഓക്കെ, അപ്പോ അത്രയും എന്താണ്, ഒരു സീരിയസ് ആസ്പിറൻസിനെ കുറിച്ചുകൊണ്ട് മാത്രമേ ഈ ഫസ്റ്റ് സെഷൻ ആണെങ്കിലും സെക്കൻഡ് സെഷൻ ആണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കവർ ചെയ്ത് വരാൻ പറ്റത്തുള്ളൂ. അത്രയും നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്ന് പഠിക്കണം. കാരണം അത്രയും കോമ്പറ്റീഷൻസ് ഉള്ള ഒരു ഇതാണ്. അപ്പൊ ഇത്രയുമാണ് CBT 1-നെ കുറിച്ചും CBT 2-നെ കുറിച്ചും നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ CBT 1-ഉം CBT 2-ന്റെയും ടോപ്പിക്സ് എല്ലാം ഏകദേശം ഒരേപോലെ തന്നെയാണ്. വലിയ മാറ്റങ്ങളൊന്നുമില്ല. ആകപ്പാട് മാറ്റം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താണ്ട് ഇതിന് മാത്രമേ ഉള്ളൂ മാറ്റം വരുന്നത്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ജനറൽ സ്റ്റഡീസ്. കാരണം വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പഠിക്കേണ്ട കാര്യമാണ്.
മെജോറിറ്റി ആൾക്കാർക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. വെറുതെ നമ്മുടെ ടൈം വേസ്റ്റിംഗ് ആണ്. കാരണം ആ ഒരു 2 എക്സാംസും ആ ഒരു 2 പോസ്റ്റുകളിലേക്ക് അപ്പോൾ ആ 4 പോസ്റ്റുകളിലേക്കുള്ള ആൾക്കാരുടെ എണ്ണം വളരെയധികം പരിമിതമാണ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. നമുക്കിനി അടുത്തതിനകത്തോട്ട് പോകാം. സിലബസ് ഫോർ ടയർ 1 ആൻഡ് ടയർ 2. ടയർ 1ഉം ടയർ 2ലും 4 ടോപ്പിക്കുകളിൽ നിന്നും പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ മാത്സിനകത്തില് ആദ്യം നമുക്ക് നോക്കേണ്ടത് മാത്സ് ആണ്. മാത്സിനകത്തിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ബേസിക് അരിത്തമാറ്റിക്സ് മാത്രമേ നമുക്ക് അതിനകത്ത് വരുത്തുള്ളൂ. ബേസിക് അരിത്തമാറ്റിക്സിന്റെ പല കോൺസെപ്റ്റുകൾ കുറച്ച് ഹയർ ലെവൽ കോൺസെപ്റ്റുകളിലോട്ടും കാര്യങ്ങളിലോട്ടും ഒക്കെ പോകും. ഒരിക്കലും +1 +2 ലെവലിൽ വരത്തില്ല. +1 +2 ലെവലിൽ ആകെപ്പാട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ഒരു സാധനം മാത്രമേ ഉള്ളൂ +1 +2 ലെവലിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും വരുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്പർ സിസ്റ്റം ആയിക്കൊള്ളട്ടെ, ബോട്ട്മാസ് ആയിക്കൊള്ളട്ടെ, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, LCM, HCF, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെന്റേജ്, മെൻസുറേഷൻ, ടൈം ആൻഡ് വർക്ക്, ഈ സാധനങ്ങളെല്ലാം തന്നെ നമ്മുടെ 10ാം ക്ലാസ് ലെവലിൽ മാത്രം നിൽക്കുന്ന എക്സാമാണ്. അതായത് ഇതിന്റെ റീസണിങ് മാത്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് പോലും അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ഒരു മാത്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഓൾജിബ്ര, ജോമെട്രി ആൻഡ് ട്രിഗണോമെട്രി, എലമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ്. 10ാം ക്ലാസ് ലെവലിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. +1 +2 ലെവലിലുള്ള ഹയർ സ്റ്റാറ്റിസ്റ്റിക്സിലോടൊന്നും നമ്മൾ പോകത്തില്ല. 10ാം ക്ലാസ് ലെവലിലുള്ള മീൻ, മീഡിയൻ, മോഡ്, ആ സാധനമാണ് നമുക്ക് അവിടെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ, ഏജ് കാൽക്കുലേഷൻസ്, ഏജുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, പൈപ്പ് ആൻഡ് സിസ്റ്റം, വർക്ക് ആൻഡ് ടൈമിന്റെ തന്നെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. അപ്പൊ ഇത്രയുമാണ് മാത്സിന്റെ പ്രധാനപ്പെട്ട സിലബസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിലേക്ക് പോകുമ്പോൾ ഇത്രയും സിലബസുകളാണ്. ഇതിനകത്ത് എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ പോർഷനുകളും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അനലോഗീസ് ഉണ്ട്, വെർബൽ റീസണിങ്ങും ഉണ്ട്, നോൺ വെർബൽ റീസണിങ്ങും നമുക്ക് ഇതിനകത്ത് വരും. അനലോഗീസ്, ആൽഫബറ്റിക്കൽ ആൻഡ് നമ്പർ സീരീസ്, കോഡിങ്, ഡീകോഡിങ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, റിലേഷൻഷിപ്സ്, സിലോഗിസം, ജംബ്ലിംഗ് വേർഡ്സ്, വെൻ ഡയഗ്രാം, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് സഫിഷ്യൻസി, കൺക്ലൂഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഇതൊക്കെ എന്താണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ഇത്രയും സെക്ഷൻസ് ആണ് നമുക്ക് ജനറൽ സ്റ്റഡീസ് ആൻഡ് റീസൺ, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന് പറയുന്ന പോർഷനകത്തിൽ നിന്നും നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ എങ്ങനെ പഠിക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ എക്സാമുകളെ കുറിച്ച് എല്ലാം ഒരു ഓവർവ്യൂ തന്നതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം. ഇനി ജനറൽ അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുവാണ് എങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ ഒരു കറണ്ട് അഫയേഴ്സ്. നിങ്ങൾ SSCയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് പരീക്ഷകൾ ഇടുവാണെങ്കിലും കറണ്ട് അഫയേഴ്സ് ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 1.5 കൊല്ലത്തേക്ക്, അതായത് നോട്ടിഫിക്കേഷൻ വരുന്നതിന് ഒരു 1.5 കൊല്ലത്തിന് മുമ്പ് വരെയുള്ള കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കമ്പൾസറി ആയിട്ട് നിങ്ങൾ നോക്കണം. കാരണം വെച്ചാൽ അതിനകത്ത് നിന്നും കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജനറൽ അവയർനെസ് എന്ന് പറയുന്ന 25 മാർക്കിൽ നല്ല രീതിയിൽ നമുക്ക് കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ നമുക്ക് ചോദിക്കും. കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുമ്പോഴത്തേക്ക് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്പോർട്സ് നമുക്ക് നോക്കി വെക്കാം. അതേപോലെ തന്നെ പേഴ്സണാലിറ്റീസ്, അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പോ പുതിയ മോഡി ഗവൺമെന്റ്, 3ാമത്തെ NDA ഗവൺമെന്റ് ഇപ്പം അധികാരത്തിലെത്തിയ, അപ്പൊ അതിനകത്തുള്ള ഓരോ പോർട്ട്ഫോളിയോസ് നമുക്ക് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് റെയിൽവേസ്, അശ്വിനി വൈഷ്ണവിന്റെ പേര് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. അതല്ല എങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ പേര് നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ അങ്ങനെ അതായത് പുതിയതായിട്ട് നിലവിൽ വന്ന ആ മന്ത്രിസഭയിലെ അംഗങ്ങളെ കുറിച്ച് നമുക്ക് ചോദിക്കാം. അതല്ല എങ്കിൽ ഇപ്പം UN ലോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ ഉള്ള ഒരു ഇന്റർനാഷണൽ ഏജൻസിയിലേക്ക് ഇന്ത്യയിലെ ഏതെങ്കിലും പ്രതിനിധികളെ വിട്ടു, അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻ ഉള്ള ഏതെങ്കിലും ഒരു രാജ്യത്ത് പുതിയതായിട്ട് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രസിഡന്റോ അധികാരത്തിലേറി, ഓക്കെ, അവരുടെ കാര്യം നമുക്ക് ചോദിക്കാം. ഇപ്പൊ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയെ കുറിച്ച് നമുക്ക് ചോദിക്കാം. അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന അല്ലെങ്കിൽ പേഴ്സണാലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കാം. അതേപോലെ തന്നെ ഏതെങ്കിലും ഒക്കെ അവാർഡുകൾ, ഓസ്കർ അവാർഡ്, അതേപോലെ തന്നെ നമ്മുടെ ഈ നൊബേൽ പ്രൈസസ്, ഇതേപോലെയുള്ള അവാർഡുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രധാനമായിട്ടും ചോദിച്ചുകൊണ്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ മിലിറ്ററി എക്സസൈസസ്, ഫോർ എക്സാമ്പിൾ നൊമാഡിക് എലിഫന്റ് എന്ന് പറയുന്ന ഇന്ത്യയും മംഗോളിയയും തമ്മിൽ നടത്തുന്ന നൊമാഡിക് എലിഫന്റ് എന്ന് പറയുന്ന ആ ഒരു എക്സസൈസ്, അതേപോലെ തന്നെ മിത്രശക്തി എന്ന് പറയുന്ന മിലിറ്ററി എക്സസൈസ്, ഇങ്ങനെയൊക്കെയുള്ള മിലിറ്ററി എക്സസൈസുകളെ കുറിച്ച് നമുക്ക് ചോദിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കി വെച്ചേക്കേണ്ടതാണ്. പിന്നീട് സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള സയൻസ് ആൻഡ് ബേസിക് ആയിട്ടുള്ള ടെക്നോളജീസ്, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സും അല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ, ഏതെങ്കിലുമൊക്കെ കപ്പുകളെ കുറിച്ചോ കാര്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഈ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹിസ്റ്ററീസ് വരാം.
അതേപോലെ തന്നെ കൾച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലുമൊക്കെ ആർട്ട് ഫോംസ്, പ്രധാനമായിട്ടും നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഫോർ എക്സാമ്പിൾ അസാമിന്റെ ഒരു കലാരൂപമാണ് ബിഹു എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവിടുത്തെ ഒരു ആഘോഷവുമുണ്ട് ബിഹു എന്ന പേരില്. അതേപോലെ തന്നെ ഹോൺബിൽ ഫെസ്റ്റിവൽ നാഗാലാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫെസ്റ്റിവലാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകിച്ചും നോർത്ത് ഈസ്റ്റിൽ നിന്നാണ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത്. കാരണം ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കാൻ നേരത്ത് നോർത്ത് ഈസ്റ്റിന്റെ ഇത്തരത്തിലുള്ള കൾച്ചറൽ ഫെസ്റ്റിവൽസിന്റെ എണ്ണം ഭയങ്കര കൂടുതലാണ്. അതിനർത്ഥം അവിടുന്ന് മാത്രമാണ് ചോദിക്കുന്നതെന്നില്ല. ഒരു തവണ ഓണത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, ഒരു തവണ ജല്ലിക്കെട്ടിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, പൊങ്കലിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം കിടക്കുന്ന കൾച്ചറൽ ഫെസ്റ്റിവൽസ്, അതേപോലെ തന്നെ ഡാൻസ് ഫോംസ്, ഇതേപോലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചു. അല്ലെങ്കിൽ ഈ ഡാൻസ് ഫോംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആർട്ട് ഫോംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ, ഉദാഹരണത്തിന് ഹരിപ്രസാദ് ചൗരസിയെ കുറിച്ചൊക്കെ ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, ഉസ്താദ് ബിസ്മില്ലാ ഖാനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള പണ്ഡിറ്റ് രവിശങ്കറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലുമൊക്കെ ആർട്ട് ഫോംസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതെങ്കിലുമൊക്കെ പേഴ്സണാലിറ്റീസിനെ കുറിച്ച് ചോദിക്കാം. ഇവർ ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. അപ്പൊ ആർട്ട് ആൻഡ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ നമ്മൾ നോക്കി വെച്ചിരിക്കണം. അതേപോലെ തന്നെ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എക്കണോമിക് ടെർമിനോളജീസ് വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരാം. അതേപോലെ തന്നെ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നല്ല രീതിയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ചോദിക്കും. പിന്നീട് വരുന്നതാണ് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി നമുക്ക് ചോദിക്കും. 3 ഇന്ത്യൻ ഹിസ്റ്ററീസും, അതായത് മിഡീവൽ ആണെങ്കിലും അതേപോലെ തന്നെ ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയും അതേപോലെ തന്നെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയും കണ്ടംപററി ഇന്ത്യൻ ഹിസ്റ്ററിയും എല്ലാം നമുക്ക് അതിനകത്ത് നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ബുക്കുകളെ കുറിച്ചൊക്കെ ഇഷ്ടം പോലെ തവണ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. മയൂര സിംഹാസനത്തെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അർത്ഥശാസ്ത്രത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, പഞ്ചതന്ത്രത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങളെ കുറിച്ച് നമുക്ക് വളരെ വലിയ രീതിയിൽ നമുക്ക് ചോദിച്ചൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പൊ അത്രയുമാണ് ജനറൽ അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒന്ന് നമുക്ക് ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ വരും, ലാംഗ്വേജ് കോംപ്രഹെൻഷൻ വരും. അതുപോലെ തന്നെ ഗ്രാമേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഫ്രേസസ് ആൻഡ് ഇഡിയംസ് എന്ന് പറയുന്ന സെക്ഷനകത്ത് നമുക്ക് ചോദ്യങ്ങൾ വരും. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വരും, സെന്റൻസ് കറക്ഷനിൽ നിന്ന് വരും, എറർ സ്പോട്ടിങ്, അതെല്ലാം നമുക്ക് ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എവിടെ നിന്നും വരും? ഇംഗ്ലീഷ് ലാംഗ്വേജ് സെക്ഷനകത്തിൽ നിന്നും നമുക്ക് വരും. ഇംഗ്ലീഷ് ലാംഗ്വേജ് സെക്ഷനിൽ നിന്നും നമുക്ക് വരുന്നതാണ്. അതേപോലെ തന്നെ ഇനി ടയർ 2 കമ്പ്യൂട്ടർ പ്രൊഫഷൻസിയിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് കമ്പ്യൂട്ടറിന്റെ ബേസിക്സിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ വരും. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹാർഡ്വെയർസ് എന്താണ്, സോഫ്റ്റ്വെയർസ് എന്താണ്, പലതരത്തിലുള്ള പെരിഫറൽ ഡിവൈസസ് ഏതൊക്കെയാണ്, ഇൻപുട്ട് ഡിവൈസുകൾ ഏതൊക്കെയാണ്, ഔട്ട്പുട്ട് ഡിവൈസുകൾ ഏതൊക്കെയാണ്. അതേപോലെ തന്നെ MS ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ, അതായത് MS ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഷോർട്ട് കട്ടുകൾ നമുക്ക് ചോദിക്കാം. അതല്ല എങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ, അതായത് ഫോർ എക്സാമ്പിൾ ബോർഡിനെ കുറിച്ച് ചോദിക്കാം, ബോർഡിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഫംഗ്ഷനാലിറ്റീസിനെ കുറിച്ച് ചോദിക്കാം. അല്ലെങ്കിൽ നമ്മളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് എക്സലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ടേബിൾസിനെ കുറിച്ചോ ചാർട്ടുകളെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പർട്ടിക്കുലർ ഫംഗ്ഷൻസിനെ കുറിച്ചോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. പിന്നീട് ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേൾഡ് വൈഡ് വെബ് എന്താണ്, ഇമെയിൽ എന്താണ്, ഇമെയിൽ ക്ലയൻസ് എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിനെ കുറിച്ച് നമുക്ക് ചോദിക്കാം. ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹിസ്റ്ററീസ് നമുക്ക് ചോദിക്കാം. അതേപോലെ തന്നെ സൈബർ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെടുമ്പോഴേക്ക് ഹാക്കിങ്ങുകളെ കുറിച്ച് നമുക്ക് ചോദിക്കാം. അതേപോലെ തന്നെ നമുക്ക് ഫിഷിംഗ് അങ്ങനെയുള്ള ടെർമിനോളജീസിനെ കുറിച്ച് നമുക്ക് ചോദിക്കാം. അപ്പൊ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കി വെക്കുക. അതുപോലെ തന്നെ നെറ്റ്വർക്കിംഗ് വരുമ്പോഴത്തേക്ക് നെറ്റ്വർക്കിംഗ് ഡിവൈസസ് ആയിട്ടുള്ള സ്വിച്ചുകൾ, ഹബ്ബുകൾ, റൗട്ടേഴ്സ്, അതേപോലെ തന്നെ നെറ്റ്വർക്ക് പ്രോട്ടോകോൾ നമുക്ക് ചോദിക്കാം. അതേപോലെ തന്നെ നമുക്ക് അതിനകത്ത് ഉപയോഗിക്കുന്ന കേബിളിംഗ് RJ45 ആണെങ്കിലും അങ്ങനെയൊക്കെയുള്ള കേബിളുകളെ കുറിച്ച് ചോദിക്കാം. UTP കേബിളുകളെ കുറിച്ച് ചോദിക്കാം. അങ്ങനെയൊക്കെയുള്ള കേബിളുകളെ കുറിച്ചും നെറ്റ്വർക്കിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഇത്രയുമാണ് കമ്പ്യൂട്ടർ പ്രൊഫഷൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് വരുന്ന ചോദ്യങ്ങൾ. ഇത്രയുമാണ് നമ്മളുടെ സിലബസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു SSC CGL എക്സാമിനേഷൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് ബാക്കി എല്ലാത്തിനും ബാധകമാണ്. നമ്മൾ ഇപ്പം പറയുന്ന കാര്യങ്ങൾ ബാക്കി അങ്ങോട്ടേക്ക് വരുന്ന എക്സാമുകൾക്കെല്ലാം ആ ഒരു എക്സാമിനേഷൻ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നമുക്ക് ബാധകമാണ്. കാരണം സിലബസുകൾ എല്ലാത്തിലും ഏകദേശം ഒരേപോലെ തന്നെയാണ്. പിന്നീട് CGL-നകത്തുള്ള എല്ലാ CGL-നകത്തുള്ള ചില ടോപ്പിക്കുകൾ, ഫോർ എക്സാമ്പിൾ ആയിട്ട് വരാൻ നേരത്തെ മാത്സ് എടുക്കുമ്പോഴത്തേക്ക് മാത്സ് മാത്രമേ ആ ഒരു പ്രകടമായിട്ടുള്ള മാറ്റം നമുക്ക് വരുത്തുള്ളൂ. ഈ ട്രിഗണോമെട്രി എന്ന് പറയുന്ന പോർഷൻ നമുക്ക് എവിടെ, ട്രിഗണോമെട്രിയും ഓൾജിബ്രയും നമുക്ക് MTS എക്സാമിനേഷനും അതേപോലെ തന്നെ SSC GD എക്സാമിനേഷനും നമുക്ക് പഠിക്കാനില്ല. പക്ഷെ ബാക്കി എല്ലാ പോർഷനും നമുക്ക് ഈക്വൽ ഇമ്പോർട്ടൻസിൽ നമുക്ക് ചോദിക്കുന്ന പോർഷനാണ്. ട്രിഗണോമെട്രിയും അതേപോലെ തന്നെ ഓൾജിബ്രയും SSC MTS-നും അതേപോലെ തന്നെ SSC GD-ക്കും 10ാം ക്ലാസ് ലെവലിലുള്ള എക്സാമുകൾക്ക് ആ 2 ടോപ്പിക്കുകളും വരില്ല. ബാക്കി SSC CPO ആണെങ്കിലും CHS ആണെങ്കിലും അതേപോലെ തന്നെ CGL ആണെങ്കിലും
എല്ലാം ട്രിഗണോമെട്രി മോൾജിബ്രയും വരും. എന്നാൽ GDക്കും MTSനും നമുക്ക് ട്രിഗണോമെട്രി മോൾജിബ്രയും നമുക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇവിടെ ഇനി എങ്ങനെയാണ് നമുക്ക് പഠിക്കേണ്ടത്? ഈ ഒരു ഇത്രയും നമുക്ക് സാധനങ്ങളുണ്ട്. കാരണം ബാക്കിയുള്ള എക്സാമുകൾക്കെല്ലാം ഏകദേശം ടയർ 1 ഈ സാധനങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്ക് പഠിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. അതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം. കാരണം നമുക്ക് സിലബസ് മനസ്സിലായി, ഇനി ഏത് രീതിയിൽ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഒന്നാമത്തെ കാര്യം എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു നാഷണൽ ലെവൽ ട്രെൻഡ് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാത്സിന് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ, ഒരു SSC CGL ലെവൽ എടുക്കുവാണ് എങ്കിൽ മൊത്തം ടയർ 1 നമുക്ക് ചോദിക്കുന്നത് 150 മാർക്കിനായിരിക്കും നമുക്ക് ചോദിക്കുന്നത്. ഈ 150 മാർക്ക് ടയർ 1 150 മാർക്കിൽ ഈ 150 മാർക്ക് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ടോപ്പിക്. കാരണം നാഷണൽ ലെവൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിക്ക എണ്ണത്തിന്റെ ഒരു ആവറേജ് നോക്കിക്കഴിയാൻ നേരത്തെ ഈ മാത്സിനും ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങും ഇംഗ്ലീഷ് കോംപ്രഹെൻഷനും ടോപ്പേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാർ ഓൾമോസ്റ്റ് ഫുൾ മാർക്ക് തന്നെ വാങ്ങുന്നുണ്ട്. ഓക്കെ, കാരണം അതിനകത്ത് നമുക്ക് യാതൊരു വിധത്തിലുമുള്ള കോംപ്രമൈസുകൾ നടത്താൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതായത് നമ്മൾ മാത്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, അതേപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ വരാം, അല്ലെങ്കിൽ ജനറൽ ഇംഗ്ലീഷ് മൊത്തത്തിൽ വരാം. എന്ത് തന്നെയാണെങ്കിലും മൊത്തത്തിൽ ഈ 3 ടോപ്പിക്കുകളിൽ മാത്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ, അത് ടയർ 1 ആണ് എങ്കിലും ടയർ 2 ആണ് എങ്കിലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അതിനുള്ള മൊത്തം മാർക്ക്. ടയർ 1 കേസ് എടുക്കുമ്പോൾ ഇതിന് 3നും കൂടെ ഉള്ള 150 മാർക്ക്. ടയർ 2 എടുക്കുമ്പോഴത്തേക്ക് ഇതിന് 3നും കൂടിയുള്ള ഇവിടെ 180 ഉണ്ട്, 180ഉം പിന്നീട് ഇവിടെ ഒരു 45 3 135. അപ്പൊ 180ഉം 135 കൂടെ വരുമ്പോഴത്തേക്ക് 300 315 മാർക്ക്. ഓക്കെ, 315 മാർക്ക് ടയർ 2 എടുക്കുമ്പോഴത്തേക്ക് മൊത്തത്തിൽ ഒരു 315 മാർക്കും, ടയർ 1 എടുക്കുമ്പോഴത്തേക്ക് മൊത്തം 200 ഒരു 150 മാർക്കും നമ്മൾ കമ്പൽസറി ആയിട്ട് നേടാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മളുടെ പ്രിപ്പറേഷനുകളുമായിട്ട് മുമ്പോട്ട് പോകാൻ. ഒരിക്കലും പ്രീവിയസ് ഇയർ കട്ട് ഓഫ് ഒന്നും നോക്കരുത്. കാരണം പ്രീവിയസ് ഇയർ കട്ട് ഓഫ് വരുമ്പോഴത്തേക്ക് 140, 141, 150, 152 അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് പോകുന്നത്. നമ്മൾ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് എടുത്ത് നോക്കുകയേ ചെയ്യണം. കാരണം പലപ്പോഴും പറ്റുന്ന ഒരു മണ്ടത്തരം, നമ്മൾ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് വെച്ച് അതിന്റെ മണ്ടയിൽ ഒരു 5 6 മാർക്ക് വെച്ചിട്ട് മാത്രമായിരിക്കും നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഏറ്റവും വലിയ മണ്ടത്തരമാണ്. കാരണം അങ്ങനെ വെച്ച് പഠിക്കുകയാണെങ്കിൽ ഓരോ വർഷത്തെയും ഈ ഒരു കട്ട് ഓഫ് ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പരീക്ഷയ്ക്ക് മുമ്പ് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ പരീക്ഷ കഴിഞ്ഞിട്ട് അവരെ കീ ഇടുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇത്ര മാർക്കിനുള്ളിലായിരിക്കും ഒരുപക്ഷെ കട്ട് ഓഫ് വരുന്നതെങ്കിലും ഒരു പ്രഡിക്ഷൻ നമുക്ക് വരാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പരീക്ഷയുടെ കീ പുറത്ത് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇന്നതായിരിക്കും നമ്മുടെ കട്ട് ഓഫ്. അതുകൊണ്ട് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് വെച്ച് യാതൊരു കാരണവശാലും പഠിക്കാൻ വേണ്ടിയിട്ട് ചെല്ലരുത്. നിങ്ങൾ ഏത് എക്സാംസിൽ എഴുതുകയാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് മാക്സിമം മാർക്ക് വാങ്ങുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന 3 ടോപ്പിക്കുകൾ മാത്തമാറ്റിക്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, അതേപോലെ തന്നെ ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ. CGL ആയിക്കോട്ടെ, CHSL ആയിക്കോട്ടെ, MTS ആയിക്കോട്ടെ, GD ആയിക്കോട്ടെ, CPO ആയിക്കോട്ടെ, ഏത് എക്സാംസ് ആണെങ്കിലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ടോപ്പിക്കാണ്. ടയർ 1 ടയർ 2 മാത്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ. അതിന് നിങ്ങൾ ഫുൾ മാർക്ക് വാങ്ങുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക തന്നെ വേണം. അതെങ്ങനെ പഠിക്കണമെന്നുള്ളത് ഞാൻ അവസാനം പറഞ്ഞുതരാം. പിന്നീട് വരുന്നത് ജനറൽ അവയർനെസ് ആണ്. ജനറൽ അവയർനെസ്സിന് അതിൽ ഞാൻ ഒരിക്കലും ഫുൾ മാർക്ക് ഒരിക്കലും വാങ്ങാൻ പറ്റുമെന്ന് അവകാശപ്പെടുന്ന ഒരു ടോപ്പിക് അല്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അതിനകത്ത് നിന്ന് ഏത് പോർഷനകത്ത് നിന്നും വരുമെന്ന് നമുക്ക് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഏൻഷ്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ചോദ്യങ്ങളായിരിക്കും, അതല്ലെങ്കിൽ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഉദാഹരണം കേൾക്കാത്ത ഏതെങ്കിലും ഒരു സാധനം, അല്ലെങ്കിൽ ഇന്ത്യൻ പോളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു കൊല്ലം നടന്ന ഏതെങ്കിലും ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചിലപ്പോൾ വരുന്നത്. ഇതൊന്നും ഒരു പക്ഷേ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല. അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഭൂപ്രതി പോലും ഇല്ലാത്ത ഒരു രാജ്യത്തെ കുറിച്ചായിരിക്കും ചിലപ്പോൾ കയറി ചോദിച്ചേക്കുന്നത്. അങ്ങനെയും ഉണ്ടാവാം. ഞാനൊരു ഇതായിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല ഈ ജനറൽ അവയർനെസ്സും ജനറൽ നോളജ് എന്നും പറയും. കാരണം എവിടെ നിന്ന് വേണമെങ്കിലും വരാം. ഒരു വാസ്റ്റ് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ മാത്സും ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങും ഇംഗ്ലീഷ് കോംപ്രഹെൻഷനും ഒക്കെ ഒരു ലിമിറ്റഡ് ടോപ്പിക്കാണ്. കാരണം നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. ഇതിനകത്ത് നിന്ന് മാത്രമേ നമുക്ക് ചോദിക്കത്തുള്ളൂ എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന സാധനത്തിന് അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് പറ്റില്ല. അതായത് നമുക്ക് ഒരിക്കലും ഇതിനകത്ത് നിന്ന്, അതായത് ഒരു ലിമിറ്റിനുള്ളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന സാധനമല്ല ജനറൽ അവയർനെസ് ആൻഡ് റീസൺ. അപ്പോൾ അതിനകത്ത് നമുക്ക് തെറ്റുപറ്റാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ ഒരിക്കലും നമുക്ക് ആ ഫുൾ മാർക്ക് ഒരിക്കലും നമുക്ക് അവിടെ വാങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് നഷ്ടപ്പെടുന്ന മാർക്കുകൾ കമ്പൽസറി ആയിട്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്നത് ബാക്കിയുള്ള 3 സബ്ജക്റ്റുകളിൽ നമ്മൾ ഫുൾ മാർക്ക് വാങ്ങുമ്പോഴാണ്.
ഇപ്പൊ ഫുൾ മാർക്ക് വാങ്ങുമ്പോൾ തന്നെ 200-ൽ 150 മാർക്കായി, കുറച്ചും കൂടെ സേഫ് സോണിലേക്ക് എത്തി. കാരണം കട്ട് ഓഫ് ഒക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ 160 ആ ഒരു റീജിയനിലൊക്കെ ആയിരിക്കും കട്ട് ഓഫ് വരുന്നത്. അത് നോർമലൈസേഷന് ശേഷമുള്ള കട്ട് ഓഫ് ആണ്. കാരണം പല എന്തായിരുന്നു ഷെഡ്യൂളുകളിലായിട്ട്, പല എന്തായിരുന്നു ഷിഫ്റ്റുകളിലായിട്ട് പല ദിവസങ്ങളിൽ നടക്കുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു നോർമലൈസേഷൻ വരും. അതായത് ഒരു നോർമൽ മാർക്കിലേക്ക് അത് കൊണ്ടുവരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ താഴെ കിടക്കുന്ന മാർക്കുകളെല്ലാം അടിച്ചു കയറി മുകളിലോട്ട് വരാം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ റോ മാർക്ക് അവിടെ 150 മാർക്ക് നമ്മുടെ സേഫ് സോണിൽ നമ്മൾ എത്തി. അതിനെ അർത്ഥം ബാക്കി ജനറൽ അവയർനെസ് കൊണ്ടൊന്ന് ഉഴപ്പാമെന്നല്ല. ജനറൽ അവയർനെസ് ചെയ്യുമ്പോഴത്തേക്ക് പിന്നീട് നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ആ ജനറൽ അവയർനെസിന്റെ കേസിൽ നിങ്ങൾക്ക് അറിയാവുന്നത് കാണും, അറിയാത്തത് കാണും. മറ്റിടത്ത് നമുക്ക് ഷുവർ ആയിട്ട് 150 മാർക്ക് നമ്മൾ ഇപ്പോൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ജനറൽ അവയർനെസ്. നമ്മളെ ജയിച്ച് പോകണോ വേണ്ടിയോ തീരുമാനിക്കുന്ന സാധനമാണ് ജനറൽ അവയർനെസ്. നിങ്ങൾ ജനറൽ അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. നിങ്ങൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നോക്കാവൂ. ബാക്കിയുള്ള നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ ഒരു 50-50 ചാൻസ് ആണെങ്കിൽ കൂടി തന്നെ ഒരു ഗാംബ്ലിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും നിൽക്കരുത്. കാരണം ഓൾറെഡി ഒരു സേഫ് സോണിൽ നിങ്ങൾ തൽക്കാലത്തേക്ക് എത്തിയിട്ടുണ്ട്. ആ സേഫ് സോണിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സാധനമായിരിക്കും നിങ്ങൾ ചെയ്യുന്ന ആ ഒരു റോങ് ആൻസർ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ തെറ്റായിട്ടുള്ള ഉത്തരം ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് വീണ്ടും കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. വീണ്ടും നിങ്ങളുടെ ഡേഞ്ചർ സോണിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ജനറൽ അവയർനെസ് നിങ്ങൾ ആ 25 ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യനുകൾ മാത്രമേ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാവൂ. യാതൊരു തരത്തിലും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത പോർഷൻ ആണ് എങ്കിൽ അവിടെ ചെന്ന് ഗാംബ്ലിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗാംബ്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്ഥലമല്ല ആ ഒരു എക്സാം ഹോൾ എന്ന് പറയും. കാരണം നമുക്ക് ഷുവറായിട്ട് കിട്ടിയേക്കുന്ന ഒരു 150 മാർക്ക് അവിടെ ഉണ്ട്. അതിന്റെ മണ്ടയിലൂടെ ഒരു 15 മാർക്കും കൂടെ വാങ്ങിക്കുമ്പോഴത്തേക്ക് റോ മാർക്ക് വാങ്ങിക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് സേഫ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നോർമലൈസേഷനും കൂടെ കഴിയുമ്പോഴത്തേക്ക് കട്ട് ഓഫിന് മുകളിലോട്ട് നമ്മൾ കയറിപ്പിക്കും. അതിന്റെ അർത്ഥം ജനറൽ അവയർനെസ് ഒന്നും പഠിക്കേണ്ട എന്നല്ല, മാക്സിമം നമ്മൾ ജനറൽ അവയർനെസ് നോക്കണം. എന്നാലും അതിനകത്ത് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും എന്നുള്ള ഒരു ഇതൊന്നും ഞാൻ പറയുന്നില്ല. കാരണം മറ്റേതെല്ലാം നമ്മൾ ആ ഒരു ലിമിറ്റഡ് ഒരു സിലബസ് മാത്രം ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ച് അത്യാവശ്യം ബോധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെയും പണി കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് മാത്രമാണ് നമുക്കൊരു പണി കിട്ടുന്നത്. അതായത് നമ്മുടെ വൊക്കാബുലറിയിലാണ് ഒരു പണി കിട്ടുന്നത്. അതുകൊണ്ട് വൊക്കാബുലറിയും എല്ലാം നമ്മൾ നല്ല രീതിയിൽ കൂട്ടിയെടുക്കണം. അപ്പം അവിടെ നിങ്ങൾ ഒരു കോംപ്രമൈസും ഇല്ല. അതായത് മാത്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ മാക്സിമം ഫുൾ മാർക്ക് നിങ്ങൾ വാങ്ങാൻ തന്നെ നിങ്ങൾ നോക്കുക. അത് കഴിഞ്ഞിട്ടുള്ള ജനറൽ അവയർനെസ് മാക്സിമം മാർക്ക് വാങ്ങുക. അറിയാത്ത സാധനത്തിനകത്ത് തൊടിയേ ചെയ്യരുത്. ഒരിക്കലും അവിടെ ഗാംബ്ലിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കരുത്. അപ്പൊ അതാണ് നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും എക്സാമിന് എഴുതുന്ന സമയത്തും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിൽ വെച്ചിരിക്കേണ്ട കാര്യം. നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്ക് ഫുൾ മാർക്ക് ഫോക്കസ് വാങ്ങാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് മാത്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, കോംപ്രഹെൻഷൻ, ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ. ഇതിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങണം. ആ രീതിയിൽ വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് പോകാൻ വേണ്ടി. പരീക്ഷ എഴുതുമ്പോഴും നിങ്ങൾ ഫുൾ മാർക്ക് കിട്ടുന്ന രീതിയിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അത് പ്രിപ്പയർ ചെയ്യുക. ഇനി ജനറൽ അവയർനെസ്സിലേക്ക് വരുമ്പോൾ അറിയാവുന്ന കാര്യം മാത്രമേ കൊണ്ടുവന്ന് കുത്തിവെക്കാവൂ. അറിയാത്ത ഒറ്റ കാര്യത്തിൽ കൊണ്ടുവന്ന് നമ്മൾ മാർക്ക് ചെയ്യരുത്. വെറുതെ നമുക്ക് കിട്ടിയ മാർക്കും കൂടി കൊണ്ടുവന്ന് എന്ത് ചെയ്യരുത് പിള്ളേരെ, തടയാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കരുത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? കമന്റ് ഇട്ടായിരുന്നു ഫാസ്റ്റ് ആയിട്ട്. ആ എക്സാമിനെ കുറിച്ചും ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടതിനെ കുറിച്ചും കാര്യങ്ങൾ മനസ്സിലായോ എല്ലാവർക്കും? കോൺസെപ്റ്റുകൾ ക്ലിയർ ആണോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ. അപ്പൊ അത്രയുമാണ് നമുക്ക് അതിനെക്കുറിച്ച് വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ഇതിനകത്തിലേക്ക് പോകുമ്പോൾ അപ്പൊ ഇത്രയുമാണ് SSC CGL എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. അപ്പം ഈ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ CHSL ആണെങ്കിലും MTS ആണെങ്കിലും CPO ആണെങ്കിലും എല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ഇനി ഒന്നും കൂടെ പറയില്ല. കാരണം ഈ പറഞ്ഞ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് എല്ലാം തന്നെ ഇത് തന്നെയാണ് നമുക്ക് എവിടെയും ബാധകമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ ടയർ 2 നമുക്ക് ബാധകമായിട്ട്, കാരണം ആ സെയിം ടോപ്പിക്കുകൾ തന്നെയാണ് ഇവിടെ വരുന്നത്. കുറച്ചും കൂടെ കട്ടി കൂടുമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെയും നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ നോളജ് മൊഡ്യൂളാണ്. കമ്പ്യൂട്ടർ നോളജ് മൊഡ്യൂളിനകത്ത് നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫുൾ, അതായത് നമുക്ക് ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ആ 20 മാർക്ക് നമുക്ക് വാങ്ങിക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതായത് പ്രോഗ്രാമിംഗ് കാര്യങ്ങളോ അല്ലെങ്കിൽ ഹയർ ലെവൽ കമ്പ്യൂട്ടിങ്ങോ അങ്ങനെയുള്ളതൊന്നും വരുന്നില്ല. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ലാപ്ടോപ്പിനകത്തുള്ള സാധനങ്ങളൊക്കെ തന്നെ ചോദിക്കുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ട് പിന്നെ വരുന്നതെന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റിയും ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. അതൊക്കെ ആദ്യം ജസ്റ്റ് ആ ബുക്ക് വെച്ച് ഒന്ന് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ അതൊക്കെ കിട്ടുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം ഇതിനകത്തിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ എബിലിറ്റി, റീസണിംഗ് ആൻഡ് ജനറൽ ഇന്റലിജൻസ്, അതേപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. പിന്നെ ഒരു ഫുൾ മാർക്ക് വാങ്ങിച്ചില്ലെങ്കിലും 20 ക്വസ്റ്റ്യനിൽ
ഒരു 18 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് എവിടെയും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിലും കമ്പ്യൂട്ടർ ലാംഗ്വേജ് മൊഡ്യൂളിനകത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂടെ, അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ വരുന്ന ജനറൽ അവയർനെസ് ആൻഡ് റീസണിങ്, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞാണിമേക്കളി തന്നെയാണ്. മാക്സിമം ജനറൽ അവയർനെസ് ഉണ്ടാക്കി എടുക്കുക എന്ന് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഏക മാർഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് ടയർ CGL എക്സാമിനെ കുറിച്ച്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഡേറ്റ എൻട്രിക്കകത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കമ്പ്യൂട്ടറിനകത്ത് ടൈപ്പ് ചെയ്യുന്ന സ്പീഡും കാര്യങ്ങളും ഈ MS ഓഫീസ് ആയിരിക്കും മിക്കവാറും നിങ്ങൾക്ക് MS ഓഫീസിൽ നിന്നായിരിക്കും ആ സ്കിൽ ടെസ്റ്റ് വരുന്നത്. പവർ പോയിന്റോ അതല്ല എങ്കിൽ നമ്മുടെ വേർഡോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിനകത്തുള്ള ഒരു മാർഗം. അതുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മൈക്രോസോഫ്റ്റിന്റെ സൈറ്റിൽ തന്നെ കിടപ്പുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചു. അത്രയുമാണ് എന്തായിരുന്നു ഇതിനെ കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഐ മീൻ CGL എക്സാമിനെ കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് +2 ലെവലിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ CGL എന്ന് പറയുന്നത് ഡിഗ്രിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു നോൺ യൂണിഫോം പോസ്റ്റ് ആണ്. അതായത് യൂണിഫോം ഇല്ല, യൂണിഫോം സർവീസ് അല്ല. യൂണിഫോം സർവീസ് അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനകത്ത് ഫിസിക്കൽ ഇല്ല. എന്നാൽ MTS-നകത്തിൽ ഒരു പോസ്റ്റിന് മാത്രം ഫിസിക്കൽ വരുന്നുണ്ട്. അത് അങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നും ഇല്ല, അതിനകത്ത് നടത്താൻ മാത്രമേ ഉള്ളൂ. ആൺപിള്ളേരാണെങ്കിൽ 1600 മീറ്റർ, പെൺപിള്ളേരാണെങ്കിൽ 1000 മീറ്റർ നടത്താൻ മാത്രമേ ഉള്ളൂ. ഇനി ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം എന്ന് പറയുന്നത് +2 ക്വാളിഫിക്കേഷൻ ഉള്ള പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള എക്സാം ആണ്. കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ CHSL എക്സാം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ടും വരുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ DO എന്ന് പറയുന്ന പോസ്റ്റ്, ലോവർ ഡിവിഷൻ ക്ലർക്ക് LDC എന്ന് പറയുന്ന പോസ്റ്റ്, അതേപോലെ തന്നെ LDC അസിസ്റ്റന്റ് അല്ലെങ്കിൽ സോർട്ടിംഗ് അസിസ്റ്റന്റ്, അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം വിളിച്ചതെന്ന് പറഞ്ഞാൽ ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റ്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും വിളിച്ചിട്ടുണ്ടായിരുന്നു. ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കും വിളിച്ചിട്ടുണ്ടായിരുന്നു. മിനിസ്ട്രികളിലേക്കാണ് വിളിച്ചത്. സെൻട്രൽ മിനിസ്ട്രികളിലേക്കാണ് ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റും ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും ഇന്ന് 2 പോസ്റ്റുകളിലേക്ക് ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സെൻട്രൽ മിനിസ്ട്രികളിലേക്കാണ് വിളിച്ചത്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 12th സ്റ്റാൻഡേർഡ് പാസ്സാവുക അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇക്വലന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേ VHSC ഉണ്ടല്ലോ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, അതേപോലെ തന്നെ ഓപ്പൺ സ്കൂളിംഗ്, അതേപോലുള്ള സാധനങ്ങളൊക്കെയാണ്. അതായത് നമ്മുടെ ഓപ്പൺ സ്കൂളുകാരുടെ ഇത് വരാം, അതേപോലെ തന്നെ VHSC പിള്ളേരുടെ ഇത് വരാം, അതേപോലെ തന്നെ ഇവരുടെ നമ്മുടെ റെഗുലർ ആയിട്ടുള്ള 12th പാസ്. നിങ്ങൾക്ക് ഏത് ഡിഗ്രിയോ ഏതോ ആകാം. സയൻസ് തന്നെ വേണമെന്നില്ല, സയൻസ് ആകാം, കൊമേഴ്സ് ആകാം, ഹ്യൂമാനിറ്റീസ് ആകാം, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ആകാം. ഒരു +2 ക്വാളിഫിക്കേഷൻ മാത്രം മതി. +2 നിങ്ങൾ ജയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള എന്ന് പറയുമ്പോഴത്തേക്ക് ഓപ്പൺ ബോർഡ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് NIOS-ന്റെ ഓപ്പൺ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു NIOS-ന്റെ സർട്ടിഫിക്കേഷൻ, അത് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ നമുക്ക് മതിയാകും. അപ്പൊ അത്രയുമാണ് അതിന്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഏജ് ലിമിറ്റിലേക്ക് നമ്മൾ വരാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഒറ്റ ഏജ് ലിമിറ്റ് മാത്രമേ ഉള്ളൂ. 18 മുതൽ 27 വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. 18 മുതൽ 27 വയസ്സ് വരെയാണ് CHSL-ന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിന്റെ റിലാക്സേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ജനറൽ കാറ്റഗറിക്ക് റിലാക്സേഷൻ ഇല്ല. OBC നോൺ ഫെമിലിയർ ആണെങ്കിൽ അപ്പർ ഏജ് ലിമിറ്റ് കൂടെ ഒരു +3 ഇയേഴ്സ്, അതായത് 27 +3 ആയിരിക്കും കിട്ടുന്നത്. SC ST വരുമ്പോഴത്തേക്ക് ഒരു +5 ഇയേഴ്സും കൂടെ നമുക്ക് 27 +5. ഇനി ഒരു ഇതിന്റെ ഫീസിനെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ സെയിം ഫീസ് സ്ട്രക്ചർ തന്നെയാണ് നമുക്ക് ഇവിടെയും ഉള്ളത്. ഓൾറെഡി പറഞ്ഞതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത്. ഇവിടെയും നമുക്ക് വരുന്നതെന്ന് പറയുന്നത് 2 ടയറാണ് എക്സാമിനേഷൻ, ടയർ 1-ഉം ടയർ 2-ഉം. അതുപോലെ തന്നെ പിന്നീട് ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ 2021 വരെ ടയർ 1 മാത്രമായിരുന്നു പരീക്ഷ എഴുതിയിട്ട് നമ്മൾ മാർക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരുന്നത്. ടയർ 2 അവിടെ ഒരു റിട്ടേൺ ടെസ്റ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. CHSL-ന്റെ ടയർ 2 എന്ന് പറയുന്നത് ഒരു റിട്ടേൺ ടെസ്റ്റ്, essay ടെസ്റ്റും അതേപോലെ തന്നെ പിന്നെ ട്രാൻസ്ലേഷനും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് അതിനകത്ത് എന്തുണ്ടായിരുന്നു, ടൈപ്പിംഗ് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ 2021 ശേഷമാണെന്ന് തോന്നുന്നു ആ പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് SSC മാറ്റി. ടയർ 1-ഉം ടയർ 2-ഉം രണ്ടും റിട്ടേൺ ടെസ്റ്റ് ആക്കി മാറ്റുകയാണ് ചെയ്തത്. 2 എക്സാംസും എന്താക്കി മാറ്റി, റിട്ടേൺ ടെസ്റ്റ് ആക്കി. ടയർ 2-ൽ തന്നെയാണ് പിന്നീട് സ്കിൽ ടെസ്റ്റ്, അതായത് ടൈപ്പിംഗ് ടെസ്റ്റും അവർ വെച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും നമ്മുടെ ടയർ CHSL-ന്റെ പാറ്റേണും ഇങ്ങനെ തന്നെയാണ്. ടയർ 1-നും CGL-ന്റെ ആ സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടെയും നമുക്ക് ഫോളോ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സാധനങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്. 60 മിനിറ്റ് ആണ് ഇവിടുത്തെ ഈ എക്സാമിനേഷൻ നമുക്ക് വരുന്നത്. പിന്നീട് ടയർ 2-ലേക്ക് CBT 2 അല്ലെങ്കിൽ ടയർ 2-ലേക്ക് വരുമ്പോഴത്തേക്ക് മൊത്തം 2.25 മണിക്കൂർ, 2.5 മണിക്കൂറാണ് നമുക്ക് ഉള്ള ആ ഒരു ടൈപ്പിംഗ് ഇതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൊത്തം CBT 2 എന്ന് പറയുന്നത് അവിടെയും 2.5 മണിക്കൂറാണ് നമുക്കുള്ളത്. ഈ 2.5 മണിക്കൂറിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ നേരത്തെ CGL-നകത്ത് പറഞ്ഞതുപോലെ തന്നെയാണ് സെക്ഷൻ 1 അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ എബിലിറ്റിയും റീസണിംഗ് ആൻഡ് ജനറൽ ഇന്റലിജൻസും. അവിടെ 30 മാർക്ക് വീതം 180 മാർക്കിനാണുള്ളത്. അതേപോലെ തന്നെ യൂണിറ്റ് 2 എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ മൊഡ്യൂൾ 2 സെക്ഷൻ 2 എന്ന് പറയുമ്പോഴത്തേക്ക്
ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷനും അതേപോലെ തന്നെ ജനറൽ അവയർനെസ്സും. അവിടെ പക്ഷെ ചെറിയൊരു മാറ്റമുണ്ട്. അതായത് 60 മാർക്കിനാണ്. അതായത് നേരത്തെ 45-25 ആയിരുന്നു. ഇവിടെ 40-20 മാർക്ക്, മൊത്തം 60 മാർക്കിനാണ്. അങ്ങനെ 180 മാർക്ക്. പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ കമ്പ്യൂട്ടർ നോളജ് മൊഡ്യൂൾ, കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ഉണ്ട്. അവിടെ മൊത്തം 15 ക്വസ്റ്റ്യൻസ് ആണ്. നേരത്തെ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇവിടെ 15 ക്വസ്റ്റ്യൻസ് ആണ്, 45 മാർക്ക്. പിന്നീട് സെഷൻ 2 എന്ന് പറയുന്നത് ഡാറ്റ എൻട്രി ടെസ്റ്റ് ആണ്. അതായത് നമ്മുടെ ഡാറ്റ എൻട്രി ടൈപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടെസ്റ്റ് ആണ്. അതിനകത്ത് 15 മിനിറ്റ് ആണ് നമുക്ക് തരുന്നത്. 15 മിനിറ്റ് ആണ് നമുക്ക് തരുന്നത്. 15 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ആ ഡാറ്റ എൻട്രി നമുക്ക് കമ്പ്യൂട്ടറിൽ MS വേർഡിലായിരിക്കും നമ്മളത് ചെയ്യുന്നത്. MS വേർഡിൽ നമ്മുടെ ടൈപ്പിംഗ് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു സ്പീഡിൽ അവർ, അല്ലെങ്കിൽ MS വേർഡിലോ അല്ലെങ്കിൽ MS വേർഡ് അല്ല, അതിന് പ്രത്യേകം സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്. MS വേർഡ് മാത്രമല്ല, ഒരു പ്രത്യേകം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അത് മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് കീ സ്ട്രോക്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടാണോ വരുന്നതെന്ന് കൃത്യമായിട്ട് അത് നോക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് അതിന്റെ സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന് വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ടൈപ്പിംഗ് ടെസ്റ്റിന്റെ പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ്. മൊത്തം 3 പാർട്ടായിട്ടാണ് നമുക്ക് വരുന്നത്. അതായത് DEO, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, ഗ്രേഡ് A, ഡിഫറെന്റ് മിനിസ്ട്രീസും ഡിപ്പാർട്ട്മെന്റ്സിലേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള കീ ഡിപ്രഷൻസ് എന്ന് പറയുന്നത് 15,000 കീ ഡിപ്രഷൻസ് പെർ മിനിറ്റ് ആണ്. അത് പ്രത്യേകം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അതോടെ മോണിറ്റർ ചെയ്യും. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു പാസേജ് നമുക്ക് തരും. ആ പാസേജ് നമ്മൾ ടൈപ്പ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. ആ പാസേജ് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് അവിടെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നുണ്ടാകും. അതായത് നമ്മുടെ കീ ഡിപ്രഷൻസും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ടാണോ പോകുന്നത്, ആ കീ ഡിപ്രഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ടാണോ വന്നത്, എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ഒരു മോണിറ്ററിംഗ് സംവിധാനം അവിടെ കാണും. സിസ്റ്റത്തിൽ തന്നെ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്നുണ്ടാകും. ഇനി അത് ഗ്രേഡ് B, പാർട്ട് ബിയിലേക്ക്, പാർട്ട് ബി എന്ന് പറയുന്നത് താണ്ടെ ഇതിന് വേണ്ടിയിട്ടാണ്. സ്കിൽ ടെസ്റ്റ് ഫോർ DEO ആൻഡ് ഗ്രേഡ് A എക്സെപ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് മിനിസ്ട്രീസ്. അതായത് ഡിപ്പാർട്ട്മെന്റിലേക്കും മിനിസ്ട്രീസും അല്ലാതെ മറ്റു പല ഓർഗനൈസേഷൻസിലേക്കും ഉള്ളതിനകത്ത് അവിടെ എത്രയാണ് സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത്? 8000 കീ ഡിപ്രഷൻസ് പെർ അവർ ആണ്. ഇനി LDC, അതേപോലെ തന്നെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, LD ക്ലർക്ക്, അതേപോലെ തന്നെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഈ പോസ്റ്റുകളിലേക്കാണ് എങ്കിൽ 10,500 കീ ഡിപ്രഷൻസ് പെർ അവേഴ്സ് ആണ് നമുക്ക് അവിടെ വേണ്ട സ്പീഡ് എന്ന് പറയുന്നത്. അപ്പം ഇത് സ്പീഡ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് സ്പീഡ് ടെസ്റ്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നിങ്ങളൊരു സ്റ്റെനോഗ്രഫി ക്ലാസ്സിന് ജോയിൻ ചെയ്യുക, അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ ഇഷ്ടംപോലെ ഈ നമ്മുടെ ടൈപ്പിംഗ് സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പല സോഫ്റ്റ്വെയർസ് നിങ്ങൾക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ടൈപ്പിംഗ് സ്പീഡ് ഇൻക്രീസിംഗ് സോഫ്റ്റ്വെയർസ് എന്നോ അല്ലെങ്കിൽ ഓൺലൈനിൽ നോക്കാൻ നമ്മളൊന്ന് കീബോർഡ് കൊടുത്ത് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ ഒന്നും ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ, നിങ്ങളുടെ ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് കട്ടുകളും കാര്യങ്ങളും ഒക്കെ അടങ്ങുന്ന സ്റ്റഡി പാക്കേജുകൾ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്ന് ടെസ്റ്റ് ഒന്ന് ചെയ്തിരുന്നാൽ മതി. അതിന് പ്രത്യേകിച്ച് പൈസയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അതായത് നിങ്ങൾക്ക് സ്റ്റെനോഗ്രഫി പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റെനോഗ്രഫി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ കുറച്ചും കൂടെ സയന്റിഫിക് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് അങ്ങനെ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല എങ്കിൽ ഓൺലൈനിൽ നമുക്ക് സെർച്ച് ചെയ്താൽ മതി. ദിവസം ഒരു 10-20 മിനിറ്റ് ഇരുന്നാൽ മാത്രം മതി. നമ്മുടെ ഈ ടൈപ്പിംഗ് സ്പീഡൊക്കെ കൃത്യമായിട്ട് അങ്ങ് കൂടിക്കോളും. ഇതിനും കൂടുതൽ നമുക്ക് ടൈപ്പിംഗ് സ്പീഡ് നമുക്ക്. ഓക്കെ, അപ്പൊ അത്രയുമാണ് ആ ടൈപ്പിംഗ് ടെസ്റ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ജസ്റ്റ് കാര്യങ്ങളൊന്നും നോക്കി വെച്ചേക്കുക. ഓക്കെ, ഇനി അതിന്റെ സിലബസിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സിലബസും കാര്യങ്ങളും തന്നെയാണ് Tier 1-നും Tier 2-നും എല്ലാം നമുക്ക് വരുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പറയുന്നില്ല, കാരണം ഓൾറെഡി പറഞ്ഞതായതുകൊണ്ട്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ നമ്മൾ നേരത്തെ CGL-നകത്ത് പറഞ്ഞ അതേ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, അതേപോലെ തന്നെ അതേ എക്സാമിനേഷൻ സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ ഇവിടെയും നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇവിടെ മാത്രമല്ല, എല്ലാത്തിനും ഫോളോ ചെയ്യേണ്ടത് ആ ഒരു മെത്തേഡ് തന്നെയാണ്. അതായത് മാത്സ്, റീസണിങ്, അതേപോലെ തന്നെ ഇംഗ്ലീഷ്, ഇത് മൂന്നിനും ഫുൾ മാർക്ക് വാങ്ങുക. ബാക്കി വരുന്ന ജനറൽ അവയർനെസ്സിനകത്തിൽ മാക്സിമം മാർക്ക് വാങ്ങാൻ നോക്കുക. അറിയാത്ത ക്വസ്റ്റ്യൻ ദയവ് ചെയ്ത് കൈകൊണ്ട് തൊടാനേ പോകും. അതാണ് അവിടെ നമ്മൾ നോക്കേണ്ട കാര്യം. പിന്നീട് അത്രയുമാണ് നമ്മൾ CHSL എന്ന് പറയുന്ന ഇതിനെ കുറിച്ച് നമുക്കുള്ളത്. ഇനി മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറയുമ്പോഴത്തേക്ക് നോൺ ടെക്നിക്കൽ ആണ്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത് നമ്മുടെ പ്യൂൺ പോസ്റ്റ് ആണ്. നമ്മുടെ പഴയ പ്യൂൺ പോസ്റ്റ് തന്നെയാണ്. അതായത് പല എന്തായിരുന്നു, ഒരു ഗ്രൂപ്പ് C പോസ്റ്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റിലെ ഗ്രൂപ്പ് C പോസ്റ്റുകളിലേക്ക് വിവിധ മിനിസ്ട്രീസ്, ഡിപ്പാർട്ട്മെന്റ്സ്, അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ തന്നെ പല ഓഫീസുകളുണ്ട്. ആ ഓഫീസുകളിലേക്കും അതേപോലെ തന്നെ പല ഹോസ്പിറ്റൽസ്, രാം മനോഹർ ലോഹ്യ ഹോസ്പിറ്റല്, ഡൽഹി എയിംസ്, ഭുവനേശ്വർ എയിംസ്, അങ്ങനെയൊക്കെയുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾ, ഇവിടേക്കൊക്കെയുള്ള ഗ്രൂപ്പ് C പോസ്റ്റുകളിലേക്കുള്ള സെലക്ഷൻ. അതുപോലെ തന്നെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ്, CBIC എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, അതേപോലെ തന്നെ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ്, CBN, ഇവിടേക്കുള്ള ഹവിൽദാർ പോസ്റ്റ്, ഈ പോസ്റ്റുകളിലേക്കൊക്കെയുള്ള സെലക്ഷൻ നടത്തുന്ന എക്സാം ആണ് മൾട്ടി ടാസ്കിംഗ് എക്സാം അല്ലെങ്കിൽ MTS എക്സാം എന്ന് പറയും. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് ജയിച്ചിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് അതിനകത്ത് ഹവിൽദാർ എന്ന് പറയുന്ന പോസ്റ്റ് പറഞ്ഞു, അത് ഈ അടുത്തിടയ്ക്ക് മാത്രമാണ് വന്നത്. 2022-ന് ശേഷമാണ് ആ ഹവിൽദാർ പോസ്റ്റ് എന്ന് പറയുന്ന സാധനം വന്നത്. 2021-22 ആ ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് ആ ഒരു ഹവിൽദാർ പോസ്റ്റ് വന്നത്.
അതിനുമുമ്പ് അങ്ങനെ ഒരു പോസ്റ്റിനെ കുറിച്ച് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പൊ അവിടെ വരുന്നതെന്ന് പറയുമ്പോൾ അത് ഒരു യൂണിഫോംഡ് സർവീസിലുള്ള പോസ്റ്റ് ആണ്. അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസും അതേപോലെ തന്നെ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സും ഇത് രണ്ടും ഒരു ഏകദേശം ഒരു യൂണിഫോം ഫോഴ്സിന്റെ ഒരു നേച്ചർ ഉള്ളതായതുകൊണ്ട് തന്നെ അതിന് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ഇത്രയേ ഉള്ളൂ, വാക്കിംഗ് ആണ്, നടക്കുക എന്നുള്ളത് മാത്രമാണ് അവിടുത്തുള്ള ഫിസിക്കൽ ടെസ്റ്റ്. മെയിൽസ് ആണെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് 1600 മീറ്റർ, ഫീമെയിൽസ് ആണെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് 1 കിലോമീറ്റർ. അതായത് പുരുഷന്മാർ 15 മിനിറ്റ് കൊണ്ട് 1600 മീറ്റർ നടക്കണം. അതേപോലെ തന്നെ ഫീമെയിൽസ് ആണെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് 1000 മീറ്റർ നടന്നാൽ മതി. അതാണ് അവിടുത്തെ സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് ഹവിൽദാറിനും മാത്രമേ ഉള്ളൂ. അത് രണ്ട് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടുത്തെ എക്സാമിന്റെ കാര്യം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ചെറിയൊരു മാറ്റം, അതായത് 2022 തന്നെയാണ് ഈ ഒരു മാറ്റവും വന്നത്. ഇവിടെ നമ്മുടെ മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 2 സെഷനായിട്ടാണ് നടക്കുന്നത്. നേരത്തെ ഈ എക്സാം 2 എക്സാം ആയിട്ടായിരുന്നു. ഒന്ന് ഈ ഇംഗ്ലീഷ്, മാത്സ്, ജനറൽ അവയർനെസ്, ലാംഗ്വേജ്, ഇങ്ങനെ മൊത്തം 4 എണ്ണം വരുന്ന 100 മാർക്കിന് ഒരു 100 അവിടെ 200 മാർക്കിനായിരുന്നു ആദ്യ കാലങ്ങളിൽ ചോദിച്ചുകൊണ്ടിരുന്നത്. ആദ്യ കാലങ്ങളിൽ ചോദിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് എക്സാം എന്ന് പറയുന്നത് ഒരു എന്താണ് റൈറ്റിംഗ് ടെസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പം പൂർണ്ണമായിട്ടും മാറിയിട്ട് ഒറ്റ എക്സാം മാത്രമേ ഉള്ളൂ. അപ്പൊ മാത്സിന്റെയും ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന്റെയും സെഷൻ 1ഉം സെഷൻ 2 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജും ജനറൽ അവയർനെസ്സും. അതിനകത്തില് സെഷൻ 1-നകത്തില് പ്രത്യേകിച്ച് നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ല. സെഷൻ 1-നകത്തിൽ യാതൊരു വിധത്തിലുള്ള നെഗറ്റീവ് മാർക്കിങ്ങുകളും ഇല്ല. അതായത് നമ്മൾ തെറ്റിക്കഴിഞ്ഞാലും പ്രശ്നമില്ല. എന്നാൽ സെഷൻ 2 വരുമ്പോഴത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്കാണ് നമുക്ക് പോകും. ഒരു സെഷൻ തെറ്റിക്കഴിഞ്ഞാൽ എത്രയാണ്? ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്ക് നമുക്ക് ഈ സെഷൻ 2-ലാക്കി പോകും. അവിടെയും ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മാത്സിനും ജനറൽ ഇന്റലിജൻസിനും 20-20, ഇംഗ്ലീഷ് ലാംഗ്വേജിനും ജനറൽ അവയർനെസിനും 25 വീതവുമാണ്. അങ്ങനെ മൊത്തം 100 ക്വസ്റ്റ്യൻസ് 200 മാർക്ക്. ഒരു ക്വസ്റ്റ്യൻസിന് 3 മാർക്ക് വെച്ചിട്ടാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് വെച്ച് 200 അല്ല 180 270 മാർക്കിനാണ്. മൊത്തം 270 മാർക്കിനാണ് അവിടുത്തെ എക്സാം നടക്കുന്നത്. 90 മിനിറ്റ് ആണ്. ഞാൻ ടൈപ്പ് ചെയ്ത മിസ്റ്റേക്കാണ്. 270 മാർക്കിനാണ് അവിടുത്തെ എക്സാം നടക്കുന്നത്. ഓക്കെ, ഇതാണ് ഇതിനെ കുറിച്ച്, ഈ ഒരു എക്സാമിനെ കുറിച്ച്, അതായത് MTS എക്സാമിനെ കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. 10ാം ക്ലാസ് ലെവൽ കഴിഞ്ഞ ആൾക്കാരാണ് എങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആണ് ഈ ഒരു MTS എക്സാം എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 മുതൽ 25 വയസ്സ് വരെയാണ്. 20 മുതൽ 25 വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. 25 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. OBC ആണെങ്കിൽ നേരത്തെ പറഞ്ഞത് +3 ഇയേഴ്സും, SC ST ആണെങ്കിൽ ഒരു +5 ഇയേഴ്സുമാണ്. ഫീസും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, വേറെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെയും എക്സാം നടക്കുന്നതെന്ന് പറഞ്ഞാൽ 2 എക്സാംസ് ആണ്. ഒന്ന് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്, പിന്നെ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഉണ്ട്. അത് ആർക്ക് വേണ്ടി മാത്രമാണ്? ഹവിൽദാർ പോസ്റ്റിലേക്ക് വേണ്ടി മാത്രമാണ്. ബാക്കി ഒരു പോസ്റ്റുകളിലേക്കും ഒരു ഫിസിക്കൽ ടെസ്റ്റ് നടത്തുന്നില്ല. ഹവിൽദാർ പോസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. അപ്പൊ അത്രയുമാണ് നമ്മളുടെ ഈ നോൺ യൂണിഫോം. നേരത്തെ പറഞ്ഞതുപോലെ ലാംഗ്വേജ് സിലബസ് എല്ലാം സെയിം തന്നെയാണ്. ഡിഫിക്കൽട്ടി ലെവൽ കുറച്ച് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. ഡിക്റ്റോ അതേ സെയിം സിലബസ് തന്നെയാണ് നമുക്ക് ഇവിടെയും പഠിക്കേണ്ടത്. ഡിക്റ്റോ നമ്മൾ CGL ആണെങ്കിലും CHSL ആണെങ്കിലും CPO ആണെങ്കിലും ഇതിന്റെ എല്ലാത്തിന്റെയും സിലബസ് ഒന്ന് തന്നെയാണ്. അപ്പം ഒരു എക്സാമിന് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ, CGL-ന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ എക്സാംസും സുഖമായിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാവുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ CGL-ന് വേണ്ടിയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക, ബാക്കിയെല്ലാം നിങ്ങളുടെ കൂടെ വന്നു. ഇനി നിങ്ങൾ ഒരു അത്യാവശ്യം നല്ല ഫിസിക്കൊക്കെ ഉള്ള ആളാണ് എങ്കിൽ, അല്ലെങ്കിൽ ഫിസിക്കൽ എൻഡ്യൂറൻസും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിലുള്ള ആൾക്കാരാണ് എങ്കിൽ, നിങ്ങൾ സെൻട്രൽ ഫോഴ്സിലേക്ക്, പോലീസ് ഫോഴ്സുകളിലേക്ക്, ഒരു യൂണിഫോം സർവീസിലേക്കാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ, നിങ്ങൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ് സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ CPO എക്സാം എന്ന് പറയും. അതായത് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ്, അതായത് CISF, CRPF, BSF, സശസ്ത്ര സീമാ ബെല്ല്, അതേപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള സെൻട്രൽ പോലീസ് ഓർഗനൈസേഷനിലേക്കും, അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഡൽഹി പോലീസ് കംപ്ലീറ്റ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഹോം മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വരുന്നത്. അതായത് ഹോം മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്ന പോലീസ് ഫോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് സെലക്ഷൻ വേണമെങ്കിൽ, അതായത് യൂണിഫോംഡ് സർവീസിലേക്കുള്ള കാര്യമാണ് പറയുന്നത്. NIA ഒന്നും യൂണിഫോംഡ് സർവീസ് അല്ല. അപ്പൊ യൂണിഫോംഡ് സർവീസിലേക്ക് നിങ്ങൾക്ക് ഒരു സെലക്ഷൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങളുടെ ഡിഗ്രി ഹോൾഡർ ആണ് എങ്കിൽ, നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല ഒരു ചോയ്സ് ആണ് സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻ CAPF എക്സാമിനേഷൻ. CIPF-ലേക്കും അതേപോലെ തന്നെ ഡൽഹി പോലീസിലേക്കും SI പോസ്റ്റുകളിലേക്കും. CAPF-ലേക്കാണെങ്കിൽ ജനറൽ ഡ്യൂട്ടി ആയിരിക്കും, ഡൽഹി പോലീസിലേക്കാണെങ്കിൽ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കായിരിക്കും. അപ്പൊ അവർ നടത്തുന്ന ഒരു എക്സാം ആണ് CPO, സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻ എക്സാം. വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന എക്സാം ആണ്. ഈ വർഷത്തെ എക്സാമിന്റെ ഇതെല്ലാം വിളിച്ചു കഴിഞ്ഞു, അതിന്റെ ആപ്ലിക്കേഷൻ ക്ലോസ് ആവുകയും ചെയ്തു. ഇനി അതിന്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ നോക്കണം, നിങ്ങൾക്ക് ഫിസിക്കലി നല്ല ഫിറ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ.
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫിസിക്കലും മെഡിക്കലും എല്ലാം നല്ല കട്ടയായിട്ടാണ് നടത്തുന്നത്. അതായത് ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, കണ്ണിനോ മറ്റോ ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിലും, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയാണെങ്കിലും, അതായത് ഓവറായിട്ട് തടിയൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഫിസിക്കലൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെടുക്കാൻ പാടുള്ളത്, തടിയൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് ഫിസിക്കൽ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഫിസിക്കൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം അതിന്റെ ഫിസിക്കൽ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കട്ടിക്കാണ് ഫിസിക്കൽ നടത്തുന്നത്. അതേപോലെ തന്നെ മെഡിക്കൽ എക്സാമിനേഷനും അത്യാവശ്യം നല്ല രീതിയിലാണ് അവർ മെഡിക്കൽ എക്സാമും നടത്തുന്നത്. അപ്പം ഫിസിക്കലി നല്ല ഫിറ്റ് ആയിട്ട്, ഫിസിക്കലി ആൻഡ് മെഡിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമുള്ള എക്സാം ആണ് സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻസിലേക്കുള്ള SI പോസ്റ്റിലേക്കും കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കും ഉള്ളത്. പിന്നെ ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് MTS പോലെ തന്നെ 20 മുതൽ 25 വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. 20 മുതൽ 25 വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. നിയമപ്രകാരമുള്ള റിലാക്സേഷൻസ്, ഏജ് റിലാക്സേഷൻസ് കിട്ടും. അതിന്റെ ഫീസ് കാറ്റഗറി ഇങ്ങനെയാണ് അതിന്റെ ഫീസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്. അതിനുശേഷം ഫിസിക്കൽ എഫിഷ്യൻസി അല്ലെങ്കിൽ ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ട്. റണ്ണിങ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ് അങ്ങനെ അടക്കമുള്ള ഫിസിക്കൽ എൻഡ്യൂറൻസ് ആൻഡ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റുകളുണ്ട്. അതേപോലെ തന്നെ അതിനുശേഷം ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. അതായത് നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ചശക്തി ശരിയാണോ, നിങ്ങളുടെ കേൾവി ശക്തി ശരിയാണോ, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കണ്ണിന് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, ഐ മീൻ നിങ്ങൾക്ക് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടോ, നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടോ, അതല്ല എങ്കിൽ വെരിക്കോസ് വെയിൻ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടോ, അല്ലെങ്കിൽ ബെൻഡിങ് ഫുട്ട് ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മെഡിക്കൽ എക്സാമിനേഷനകത്ത് നോക്കുന്നത്. മെഡിക്കലി ഫിറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ലിസ്റ്റിനകത്ത് കയറാൻ പറ്റുള്ളൂ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി ഇതിന്റെ ഒരു എക്സാമിന്റെ ഒരു സിലബസിനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദാണ്ടെ മൊത്തം ആ ഒരു എക്സാം പാറ്റേൺ, CPO എക്സാമിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ മൊത്തം 4 മണിക്കൂറാണ്. ഒരു പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. പേപ്പർ 1 എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ, അതേപോലെ തന്നെ ജനറൽ അവയർനെസ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ടോപ്പിക്കുകൾ തന്നെയാണ്. ഇനി അത് മൊത്തത്തിൽ എല്ലാം കൂടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 200 മാർക്കിനാണ്. മൊത്തം ഒരു 200 മാർക്കിന്, ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്ക് വീതം 200 മാർക്കിനാണ് ആ ഒരു എക്സാം വരുന്നത്, പേപ്പർ 1 വരുന്നത്. പേപ്പർ 2 എന്ന് പറയുമ്പോഴത്തേക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്പോട്ടിംഗ് എറർ, ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യുക, അതേപോലെ തന്നെ ക്ലോസ് ടെസ്റ്റ്, ജംബ്ലിംഗ് വേർഡ്സ്, ജംബ്ലിംഗ് പാരഗ്രാഫ്, പാരാ ജംബിൾസ്, അങ്ങനെയൊക്കെയുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സിലബസിൽ വരുന്ന എല്ലാ കാര്യങ്ങളുമാണ് ഈ ഒരു പേപ്പർ 2 വരുന്നത്. 200 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 200 മാർക്ക് ആയിരിക്കും. അങ്ങനെ മൊത്തം 2 4 മണിക്കൂറായിരിക്കും എക്സാം. അതിന്റെ നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത് 0.25 മാർക്സ് ആണ് ഓരോ പേപ്പറും. അങ്ങനെ 4 മണിക്കൂർ എക്സാം ആണ് സെൻട്രൽ പോലീസ് ഓർഗനൈസേഷനിലേക്കുള്ള ടെസ്റ്റിനകത്തേക്ക് വരുന്ന റിട്ടേൺ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഈ കാര്യങ്ങൾ. സിലബസും കാര്യങ്ങളും എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡിറ്റോ അതേ സിലബസ് തന്നെയാണ്. ഇനി ഇതിന്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനെ കുറിച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്കുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് ഒരു 100 മീറ്റർ റേസ് ഉണ്ട്. അത് മെയിൽസിന് 16 സെക്കൻഡ് കൊണ്ടും ഫീമെയിൽസിന് 18 സെക്കൻഡ് കൊണ്ടുമാണ് നമുക്ക് കവർ ചെയ്യേണ്ടത്. കേരള പോലീസിലാണെങ്കിൽ അത് 14 സെക്കൻഡാണ്. കേരള പോലീസിൽ അത് 14 സെക്കൻഡ് ആണ്. പക്ഷെ ഇവിടെ നമുക്ക് 2 സെക്കൻഡിന്റെയും കൂടെ ഒരു ഇത് തന്നിട്ടുണ്ട്. 16 സെക്കൻഡ് ആണ് 100 മീറ്റർ റേസ് കംപ്ലീറ്റ് ചെയ്യാൻ ആൺകുട്ടികൾക്കുള്ളത്, പെൺകുട്ടികൾക്ക് 18 സെക്കൻഡ്. എന്നാൽ പിന്നീട് ഒരു ലോങ് റേസ് ഉണ്ട്, അതായത് 1.6 കിലോമീറ്റർ റേസ് ഉണ്ട്. അത് പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ. 6.5 മിനിറ്റ്സ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 6.5 മിനിറ്റ്സ് കൊണ്ടാണ് നമുക്ക് 1.6 കിലോമീറ്റർ റേസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പിന്നീട് ഒരു 800 മീറ്റർ റേസ് പെൺകുട്ടികൾക്കുണ്ട്. അത് 4 മിനിറ്റ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 800 മീറ്റർ റേസ് 4 മിനിറ്റ് കൊണ്ട്, അത് പെൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. അത് 4 മിനിറ്റ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പിന്നീട് ഒരു ലോങ് ജമ്പ് ഉണ്ട്. മൊത്തം 3 ചാൻസസ് ആണ്. ആൺകുട്ടികളാണെങ്കിൽ 3.65 മീറ്റേഴ്സും പെൺകുട്ടികളാണെങ്കിൽ 2.7 മീറ്റേഴ്സും. ഒരു ഹൈ ജമ്പ് ഉണ്ട്, അതും 3 ചാൻസസ് ആണ്. ആൺകുട്ടികളാണെങ്കിൽ 1.2 മീറ്ററും ഫീമെയിൽസ് ആണെങ്കിൽ 0.9 മീറ്ററും. പിന്നീട് ഒരു ഷോർട്ട് പുട്ട്സ് ഉണ്ട്. 16 LBSന്റെ 3 ചാൻസസ് ആണ് അറിയാനുള്ളത്. 4.5 മീറ്റർ ആണ് ആൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ, പെൺകുട്ടികൾക്ക് അത് ഇല്ല. ഇത്രയുമാണ് ഫിസിക്കൽ എഫിഷ്യൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇഫ് യു ആർ ഫിസിക്കലി ഫിറ്റ് യു ക്യാൻ അപ്ലൈ ഫോർ ദിസ്. അതിന്റെ കൂടെ തന്നെ നിങ്ങളെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഫിസിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ അതിന്റെ കോച്ചിങ് നൽകുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോകുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും. കാരണം ലാസ്റ്റ് മിനിറ്റ് ഒക്കെ ചെന്ന് ഓടിയെടുക്കാന്ന് പറഞ്ഞാൽ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇതൊക്കെ കുറഞ്ഞത് ഒരു 6 മാസമെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ട്രെയിൻ ചെയ്തെടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റിനകത്തിലൊക്കെ, അതായത് ഫിസിക്കൽ എഫിഷ്യൻസി, ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റിനകത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് നോക്കുന്നവരുണ്ടെങ്കിൽ, അതായത് CPO എക്സാംസ് നോക്കുന്നവരുണ്ട് എങ്കിൽ നിങ്ങൾ റിട്ടേൺ ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റിനും കൂടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ദിവസം ഒരു 4-5 മണിക്കൂറെങ്കിലും അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ടെസ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. വിചാരിക്കുന്ന പോലൊന്നുമല്ല, അത്യാവശ്യം നല്ല ടഫാണ്. നമുക്ക് കോമ്പറ്റീഷൻസ് അത്രയും വരുന്നത് ഫിസിക്കലി നമ്മളെക്കാട്ടി ഫിറ്റ് ആയിട്ടുള്ള നോർത്തിൽ നിന്നുള്ള കോമ്പറ്റീഷൻസ് ആയിരിക്കും നല്ല രീതിയിൽ നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇത് മനസ്സിലെപ്പോഴും ഓർത്ത് വെച്ചിരിക്കും. പിന്നീട് സിലബസ് എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഡിറ്റോ സെയിം സിലബസ് തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളോ ഒന്നും അതിനകത്തിലില്ല.
പിന്നീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 10ാം ക്ലാസ്സുകാരനാണ്, ഡിഗ്രി നിങ്ങളുടെ കയ്യിലില്ല, 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ എങ്കിൽ നിങ്ങൾക്ക് സെൻട്രൽ പോലീസ് ഓർഗനൈസേഷനിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു ഏറ്റവും നല്ല മാർഗമാണ് കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്. കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി അതായത് നമ്മൾ സാധാരണ സെൻട്രൽ പോലീസ് ഓർഗനൈസേഷനിലേക്കും ഡൽഹി പോലീസിലേക്കും ഒക്കെ കോൺസ്റ്റബിൾ ആയിട്ട് കയറുന്നത്. ഡൽഹി പോലീസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള എക്സാംസ് നടക്കുന്നുണ്ട്. ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ എക്സാം സെപ്പറേറ്റ് ആയിട്ടുള്ള എക്സാംസ് ഉണ്ട്. ഇത് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസുകളിലേക്കും പിന്നീട് ചില സമയങ്ങളിൽ ചില സ്പെഷ്യൽ ഫോഴ്സസുകളിലേക്കും, സ്പെഷ്യൽ ഫോഴ്സസ് പറഞ്ഞാൽ പാരാകമാൻഡോസ് ആർമിയുടെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ തന്നെ ചില ഫോഴ്സുകളിലേക്കും സെലക്ഷൻ നടക്കുന്നത് ഈ SSC GD വഴിയാണ്. അതിന്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞതുപോലെ 10ാം ക്ലാസ് ലെവലാണ് നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനിയും അതേപോലെ തന്നെ അതിന്റെ ഏജ് ലിമിറ്റ് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ 20 മുതൽ 23 വരെയാണ് അതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. 20 to 23 ആണ് അവിടുത്തെ ഏജ് ലിമിറ്റ് എന്ന് നമുക്ക് പറയുന്നത്. ഇനി അതേപോലെ തന്നെ OBC ആണെങ്കിൽ +3 ഇയേഴ്സ് ഉണ്ട്, SC ആണെങ്കിൽ +5 ഇയേഴ്സ് ഉണ്ട്. ഫീസും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇതിന്റെ ടെസ്റ്റും 2 ടെസ്റ്റുകളാണുള്ളത്. ഒന്ന് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിട്ടൺ ടെസ്റ്റ് ഉണ്ട്, പിന്നീട് ഫിസിക്കൽ എഫിഷ്യൻസി ആൻഡ് ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ട്, പിന്നീട് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്. ഇത്രയുമാണ് അവിടുത്തെ സെലക്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയാം. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഇവിടുത്തെ മാർക്ക് നമുക്ക് വരുമ്പോഴത്തേക്ക് മൊത്തം 80 ക്വസ്റ്റ്യൻസ് 80 മാർക്കാണ് നമുക്കുള്ളത്. മൊത്തം 80 ക്വസ്റ്റ്യൻസ് ആണ്. 20 വീതം മൊത്തം 80 ക്വസ്റ്റ്യൻസ്. മാത്സിൽ നിന്നും 20, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിൽ നിന്നും 20, ഇംഗ്ലീഷ് കോംപ്രഹെൻഷനിൽ നിന്നും 20, അതേപോലെ തന്നെ ജനറൽ അവയർനെസ്സിൽ നിന്നും 20. ഒരെണ്ണത്തിന് 2 മാർക്ക് വീതം, അങ്ങനെ ഓരോ സെക്ഷനും 40 മാർക്ക്, അങ്ങനെ മൊത്തം 160 മാർക്കിനാണ് നമുക്ക് എക്സാം വരുന്നത്. മൊത്തം 160 മാർക്കിനാണ് നമുക്ക് അവിടുത്തെ എക്സാം നമുക്ക് വരുന്നത്. അതേപോലെ തന്നെ ഓരോ ഇതിനും 0.25 മാർക്സ് ആണ് നമുക്ക് നെഗറ്റീവ് മാർക്ക്. ഓരോ തെറ്റുത്തരത്തിനും 0.25 മാർക്ക്. അവിടെയും 60 മാർക്കിനുള്ള ഒരു എക്സാം ആണ് നമുക്കിവിടെ നടക്കുന്നത്. ഇവിടെയും സെയിം ഡിക്റ്റോ നമ്മൾ നേരത്തെ പറഞ്ഞ സിലബസുകൾ തന്നെയാണ് നമുക്ക്, വേറെ മാറ്റമൊന്നുമില്ല. ഡിക്റ്റോ സെയിം സിലബസ് തന്നെയാണ് നമുക്ക്. ഇനി ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനകത്ത് എന്ന് പറഞ്ഞാൽ റണ്ണിങ് മാത്രമേ നമുക്കുള്ളൂ. അതിനകത്ത് റണ്ണിങ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 കിലോമീറ്റർ റണ്ണിങ് ഉണ്ട് മെയിൽസിന് 24 മിനിറ്റിന്. നമ്മുടെ ഇതിന്റെ ഇതിന്റെ IRB ഇന്ത്യൻ റിസർവ് ബറ്റാലിയനകത്തിൽ ഒരു 5 കിലോമീറ്റർ റണ്ണിങ് ഉണ്ട്. അതേപോലെയുള്ള 5 കിലോമീറ്റർ റണ്ണിങ് ആണ് IRB, നമ്മുടെ കേരള പോലീസിന്റെ IRB ബറ്റാലിയനിലേക്കുള്ള 5 കിലോമീറ്റർ റണ്ണിങ് പോലെ തന്നെയുള്ള ഒരു റണ്ണിങ് തന്നെയാണ് ഇവിടെയും ഉള്ളത്. 24 മിനിറ്റ് ആണ്. ആർമിക്കും ഏകദേശം ആർമിക്ക് 5 കിലോമീറ്റർ റണ്ണിങ് ആണ്. ഓക്കെ, അപ്പം അതായത് നമ്മുടെ IRB ബറ്റാലിയൻ IRBക്കുള്ള 5 കിലോമീറ്റർ റണ്ണിങ്, ആ സെയിം റണ്ണിങ്ങിന്റെ ഇത് തന്നെയാണ് ഇവിടെയും ഉള്ളത്. 24 മിനിറ്റ് ആണ്. IRBയുടെ ടൈമിംഗ് എനിക്കറിയത്തില്ല, 5 കിലോമീറ്റർ ആണെന്ന് മാത്രമേ അറിയാവൂ. ഫീമെയിൽസ് ആണെങ്കിൽ 8.5 മിനിറ്റ് കൊണ്ട് 1.6 കിലോമീറ്റേഴ്സ് ആണ് ഉള്ളത്. അതേപോലെ തന്നെ പിന്നെ ആൺകുട്ടികൾക്ക് ഒരു 1.6 കിലോമീറ്റേഴ്സ് ഉണ്ട്, 7 മിനിറ്റ്സ് ആണ് അതിന്റെ സമയം. ആൺകുട്ടികൾക്ക് ഒരു 1.6 കിലോമീറ്റേഴ്സ് ഉണ്ട്, 7 മിനിറ്റ്സ് ആണ്. പെൺകുട്ടികൾക്ക് അതേ സമയം ഒരു 800 മീറ്റർ റണ്ണിങ് ആണ്, 5 മിനിറ്റ് ഉണ്ട്. അപ്പൊ ഇത്രയുമാണ് അവിടുത്തെ ഫിസിക്കൽ എഫിഷ്യൻസി എൻഡ്യൂറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഇത്രയുമാണ്. വേറെ ഫിസിക്കൽ ടെസ്റ്റുകളൊന്നും നമുക്കില്ല. ആ പാടി റണ്ണിങ് മാത്രമാണ്. റണ്ണിങ് 2 ഇവന്റ്സ് ആണ്. ഒരു 5 കിലോമീറ്ററിന്റെ റണ്ണിങ് ഫോർ ബോയ്സ്, അതേസമയം ആ 5 കിലോമീറ്ററിന് പകരം 1.6 കിലോമീറ്റേഴ്സ് ഫോർ ഗേൾസ്. ഇനി ബോയ്സിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ പിന്നെ ഒരു 1.6 കിലോമീറ്റേഴ്സ് ഉണ്ട് റണ്ണിങ്. ഗേൾസിന്റെ കാര്യം വരുമ്പോൾ 1.6ന് പകരം 800 മീറ്റർ, പകുതി മാത്രമേ ഓടിയാറുള്ളൂ. 5 മിനിറ്റും കൂടെ സമയവും നമുക്ക് തരും. അപ്പൊ അത്രയുമാണ് അവിടുത്തെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനെ കുറിച്ച് നമുക്ക് ഉള്ളത്. സിലബസും കാര്യങ്ങളും എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ സെയിം ഡിറ്റോ സിലബസ് തന്നെയാണ്, വേറെ മാറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡിറ്റോ അതേ സെയിം സിലബസ് തന്നെയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെ എക്സാമുകൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്കുള്ള ഒരു ഓവർവ്യൂ ആണ്. ഇത്രയും കാര്യങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ എക്സാമുകളെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ ഒന്ന് കമന്റ് ഇട്ടെ. എക്സാമുകളെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോടെ ഒന്ന് കമന്റ് ഇട്ടേ ഫസ്റ്റ് ആയിട്ട്. ഇതാണ് നമുക്ക് SSC എക്സാമിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കമന്റ് ചെയ്യടേ. ക്ലിയർ ആണോ എല്ലാവർക്കും? കോൺസെപ്റ്റുകൾ ക്ലിയർ ആണോ എല്ലാവർക്കും? എക്സാമുകളെ കുറിച്ച് ഒരു ഓവർവ്യൂ കിട്ടിയോ? ഇത്രയുമാണ് നമുക്കൊരു എക്സാമിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് പോർഷൻ, അതായത് നമ്മുടെ ഈ ഒരു സെഷന്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ നമുക്ക് എക്സാം എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഏകദേശം നോക്കി. ഇനി നമ്മൾ അടുത്തത് നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറയുന്നത് ഈ എക്സാം നമുക്ക് എങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എവിടെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ഇനി ഉപയോഗിക്കേണ്ടത്, ഈ കാര്യത്തിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഈ ഒരു എക്സാംസ് നിങ്ങൾ SSC അല്ല ഏതൊരു എക്സാംസും നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യുന്നതിന് അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിൽ വെച്ചേക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ എക്സാമിനെ കുറിച്ച് അറിയുക. ഏത് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിന്റെ
എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് എന്താണ്, ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻസ് എന്താണ്, ഞാൻ ക്വാളിഫൈഡ് ആണോ അല്ലയോ എന്ന് നോക്കുക. എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക, അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സിലബസിനെ നിങ്ങൾ അറിയുക എന്നുള്ളതാണ്. എന്താണ് നിങ്ങളുടെ സിലബസ്? അപ്പൊ നമ്മൾ നേരത്തെ ഓരോ എക്സാമിനും വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് പഠിച്ചു. സിലബസ് ഇപ്പം നമുക്കറിയാം. ഏത് എക്സാമിനാണെങ്കിലും സിലബസ് എല്ലാം സിമിലർ ആണ്. CGL മാത്രമേ ഉള്ളൂ കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. മാത്രമല്ല അതിന്റെ കണ്ടന്റും കൂടെ കുറച്ചും കൂടെ കൂടുതലായിട്ട് പഠിക്കണം. ലെവൽ കുറച്ചും കൂടെ കൂടുതലാണ്. ക്വസ്റ്റ്യൻസ് ടോപ്പിക്സ് എല്ലാം ഒന്ന് തന്നെയാണെങ്കിലും ലെവൽ കുറച്ചും കൂടെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ അറിയേണ്ടത് നമ്മുടെ സിലബസ് അറിഞ്ഞ് പഠിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ ചുമ്മാ വലിച്ചു വാരിയിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ സിലബസ് അനുസരിച്ച് അല്ലെങ്കിൽ സിലബസ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. ആ സിലബസ് അനുസരിച്ചിട്ട് നമ്മൾ ഏതിനാ വേണം നമ്മൾ ഫോക്കസ് കൊടുക്കാൻ, ഏതിനാണ് കൂടുതൽ മാർക്ക് കിട്ടുന്ന ഏരിയാസ്, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുക. ഏത് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അത് ഫോക്കസ് ചെയ്യുക. ഏതാണ് ബാക്കിലോട്ട് കിടക്കുന്നത് അത് ഫോക്കസ് ചെയ്യുക. അതായത് ആദ്യം നിങ്ങൾ അറിയേണ്ടത് നിങ്ങളുടെ സിലബസിനെ അറിഞ്ഞ് പഠിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പിള്ളേർക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് അറിയാതെ എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒരു ബുക്ക് കിട്ടും, അതിനകത്ത് ഓൺലൈനായിട്ട് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ കിട്ടും, ഒരു അടുക്കും ചിട്ടയും ഒന്നുമില്ലാതെ എന്തെങ്കിലും ഒരു കാര്യം ചുമ്മാ ഇട്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പഠിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങൾ ആദ്യം നിങ്ങളുടെ സിലബസ് ഒഫീഷ്യലി അവർ കൊടുത്തേക്കുന്ന തൊട്ട് മുമ്പത്തുള്ള വർഷങ്ങളിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് നോക്കിയിട്ട് ഈ വർഷം എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടെങ്കിൽ SSC നേരത്തെ തന്നെ അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഇടും. ഈ വർഷം ഇന്ന ചേഞ്ചസ് വരുന്നുണ്ട് എന്നുള്ള നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് അവർ ഇടും. അപ്പം കൃത്യമായിട്ട് ആ സൈറ്റുകൾ വിസിറ്റ് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് നോക്കുക. പ്രീവിയസ് ഇയറിൽ നിന്നും എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം മനസ്സിലാക്കുക. മാറ്റമില്ലെങ്കിൽ ആ രീതിയിൽ തന്നെ പഠിച്ചു പോകുക. അപ്പൊ ആദ്യം അറിയേണ്ടത് നമ്മുടെ സിലബസ് അറിയുക എന്നുള്ളതാണ്. ഈ സിലബസ് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ നോക്കേണ്ടത് വാട്ട് ഈസ് മൈ സ്ട്രെങ്ത് ആൻഡ് വാട്ട് ഈസ് മൈ വീക്ക്നെസ്. എന്റെ സ്ട്രെങ്ത് എന്താണ്, എന്റെ വീക്ക്നെസ് എന്താണ്? കാരണം ഒരാൾ ഇപ്പൊ ഒരു ബിഗിനറായിട്ടുള്ള ഒരു SSC ആസ്പിറന്റ് ഒരിക്കലും എല്ലാ സബ്ജക്റ്റും നല്ല രീതിയിൽ അറിയാൻ പറ്റണം എന്നുള്ള ആകണമെന്നില്ല. He may be very much good in English and he may be very much good in maths and reasoning. മാത്സിലും റീസണിങ്ങിലും ഭയങ്കര ഇതായിരിക്കും, പുലിയായിരിക്കും. പക്ഷെ ഇംഗ്ലീഷ് ഒരു കുന്തം അറിഞ്ഞു കാണത്തില്ല, അല്ലെങ്കിൽ ഹിസ്റ്ററി ഒരു കുന്തം അറിയത്തില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ഒരു കുന്തം അറിയത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ അറിയേണ്ടത് നമ്മളുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മളുടെ വീക്ക്നെസ് എന്താണ്. അപ്പൊ നമ്മുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല മാർഗം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നാമത്തെ സ്ട്രാറ്റജി. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കിപ്പം സിലബസിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണയുണ്ട്. ആ സിലബസ് മനസ്സിലാക്കിയതിനു ശേഷം നമ്മളുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ് എന്ന് മനസ്സിലാക്കുക. ആ സ്ട്രെങ്തും വീക്ക്നെസ്സും മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം പ്രീവിയസ് ഇയറുകളിൽ ഒരു 2-3 കൊല്ലം ബാക്കിലോട്ട് പോയിക്കോ, കുഴപ്പമില്ല. ഒരു 2-3 കൊല്ലത്തെ, കുറഞ്ഞത് ഒരു 2-3 കൊല്ലത്തിലെ നിങ്ങളുടെ കയ്യിലുള്ള SSCയുടെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ കിട്ടും. അതല്ല എങ്കിൽ ഓൺലൈനായിട്ട് ടൈം കൗണ്ടറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്പുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പൊ ഏതെങ്കിലും ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രൗസറിൽ നിന്നും കയറിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു PDF ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു ടൈമർ സെറ്റ് ചെയ്തുകൊണ്ട്, ആപ്പ് വല്ലതും ആണ് എങ്കിൽ, ടെക്സ്റ്റ് ബുക്കുള്ള ആപ്പൊക്കെ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു ടൈമർ അതിനകത്ത് തന്നെ ഓൾറെഡി ഉണ്ട്. അതല്ല നിങ്ങൾക്ക് PDF ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് വാച്ചിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ നിങ്ങൾ ഒരു മണിക്കൂർ ടൈം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് പതുക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന മെത്തേഡിൽ ചെയ്തിരുന്നാൽ മതി. നിങ്ങൾ ആദ്യം വരുമ്പോഴത്തേക്ക് ഒരു സീരിയസ് ആസ്പിറന്റ് ആയിട്ട് ഒരു നിങ്ങൾ ബിഗിനർ ആണ് എങ്കിൽ ആ 100 ക്വസ്റ്റ്യൻസ് ഉണ്ട് എങ്കിൽ, സപ്പോസ് ഒരു 100 ക്വസ്റ്റ്യൻസ് ഉണ്ട് എങ്കിൽ അതിനകത്ത് ഒരു 50 ക്വസ്റ്റ്യൻസ് പോലും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പക്ഷെ അത് കണ്ടിട്ട് നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ ഒരു 50 ക്വസ്റ്റ്യൻസ് പോലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതുള്ള കാര്യമാണ്. അപ്പം നിങ്ങളൊരു 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് എടുത്ത് നോക്കുക. കാരണം SSCയുടെ എക്സാംസ് എല്ലാ വർഷവും നടക്കുന്നത് കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുന്നതിനൊന്നും വലിയ പാടൊന്നുമില്ല. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഏതെങ്കിലുമൊക്കെ ഷിഫ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമുക്ക് കിട്ടുന്ന ഒരു 100 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ അങ്ങ് വർക്ക്ഔട്ട് ചെയ്യും. ഓക്കെ, ഒരു ദിവസം 2 വീതം വർക്ക്ഔട്ട് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും വർക്ക്ഔട്ട് ചെയ്തു. അങ്ങനെ ഒരാഴ്ച കൊണ്ട് ഒരു 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കുകൾ ചുമ്മാ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ അതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാകും നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്കുകളിൽ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റുകൾക്കാണ് നിങ്ങൾ പുറകിലേക്ക്, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടി. അല്ലെങ്കിൽ ഒരു സബ്ജക്ട് മാത്സ് എടുക്കുമ്പോഴത്തേക്ക് ഏത് പോർഷനിലാണ് നിങ്ങൾ പുറകിലേക്ക് പോയത്, ട്രിഗണോമെട്രി ആണോ, ജോമെട്രി ആണോ, അതല്ല എങ്കിൽ മെൻസുറേഷൻ ആണോ, ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് പുറകിലോട്ട് പോയത്. അല്ലെങ്കിൽ ഒരു സാധനം പഠിച്ചു നോക്കിയപ്പോഴത്തേക്ക് നിങ്ങൾ വേണം കേട്ടിട്ടില്ലാത്ത പോർഷൻസ് പോലും കാണും. ചിലപ്പം ഇസ്ലോഗിസോ എന്ന് പറയുന്ന ഒരു സാധനം കേട്ടിട്ട് പോലും ചിലപ്പം കാണത്തില്ല കുറെ ആൾക്കാർ. അല്ലെങ്കിൽ വെൻ ഡയഗ്രാംസ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് മാത്സ് എടുക്കാത്ത ഒരു തന്നെ ഈ വെൻ ഡയഗ്രാം എന്താണെന്ന് പോലും ചിലപ്പോൾ അറിയണമെന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ പല കാര്യങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ കേട്ടില്ലാത്ത പല കാര്യങ്ങൾ കാണും.
എക്കണോമിക്സുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരുത്തന്റെ ഇതിലോട്ടായിരിക്കും ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഘടനയെ കുറിച്ച് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ഒരുപാട് പോർഷനുകൾ കാണും. അപ്പൊ നിങ്ങൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു 4 അല്ലെങ്കിൽ 5 കൊല്ലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പാറ്റേൺ ചേഞ്ചിന് മുമ്പുള്ളതും അതിനുശേഷമുള്ളതും ഏതോ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾ എടുത്ത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്റെ സ്ട്രെങ്ത് എന്താണ്, എന്റെ വീക്ക്നെസ് എന്താണ്, എനിക്ക് മാത്സിലാണോ ഞാൻ വീക്കായിട്ട് കിടക്കുന്നത്, റീസണിങ്ങിലാണോ വീക്കായിട്ട് കിടക്കുന്നത്, ഇതിനകത്ത് ഏതൊക്കെ പോർഷൻസ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ധാരണ നിങ്ങൾക്ക്. ഈ ഒരു ധാരണ വെച്ചുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു സിലബസ് ഉണ്ട്. ആ സിലബസിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റ് ബുക്ക് എടുത്ത്, നിങ്ങൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് ഇല്ലാതെ പഠിക്കരുത്. ഏതൊക്കെ ടെക്സ്റ്റ് ബുക്ക് വേണമെന്നുള്ളത് ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഒരു കോച്ചിങ്ങിന് പോകാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഇൻ കേസ് കോച്ചിങ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, തന്നെ ബുക്ക് വെച്ച് പഠിക്കാമെന്ന് ആത്മവിശ്വാസം ഉള്ളവരാണെങ്കിൽ അങ്ങനെ. പക്ഷെ അതൊരു നല്ല പ്രാക്ടീസ് ആണെന്ന് ഞാൻ പറയത്തില്ല. എപ്പോഴും ഒരു കോച്ചിങ്ങിന് പോയിട്ട് ഒരു കോച്ചിങ് എടുത്തിട്ട് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത്. കാരണം അതാകുമ്പോഴത്തേക്ക് ഒരു കോച്ചിങ് സെന്റർ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. കാരണം മാത്സ് ഒക്കെ എങ്ങനെയെങ്കിലും തോന്നിയ രീതിയിൽ നമുക്ക് പഠിച്ചിട്ട് കാര്യമില്ല. കാരണം മാത്സ് ഒരു ഫ്ലോയിൽ അങ്ങ് പഠിച്ചു പോയെങ്കിലേ പറ്റുള്ളൂ. ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് മാത്സ് ആണ്, മാത്സും റീസണിങ്ങും ആണ്. അപ്പൊ മാത്സ് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും നമ്മളൊരു ഫ്ലോയിൽ പഠിച്ചു പോയെങ്കിൽ മാത്രമേ, അതായത് ഇങ്ങനെ കണക്ട് ചെയ്ത് ഒരു ചെയിനിനകത്തിൽ ഒരു ചെങ്ങരയിൽ കണ്ണി കൊടുക്കുന്നത് പോലെ നമ്മളിങ്ങനെ കണക്ട് ചെയ്താണ് പഠിക്കേണ്ടത് മാത്സ്. അപ്പം ആ ഒരു സിസ്റ്റമാറ്റിക് ലെവലിൽ നമ്മൾ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് തുടങ്ങുന്നു, അതിനുശേഷം സിംപ്ലിഫിക്കേഷനിലേക്ക് വരുന്നു, സോഡ് ആൻഡ് ഇൻഡെക്സസിലോട്ട് പോകുന്നു, എൽസിഎം ആൻഡ് എച്ച്സിഎഫ് എന്താണെന്ന് പഠിക്കുന്നു, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിലേക്ക് കയറുന്നു, അത് കഴിഞ്ഞിട്ട് പെർസെന്റേജ് എടുക്കുന്നു, അതിന്റെ ആപ്ലിക്കേഷൻ ലെവലുകളിലേക്ക് പോകുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതേപോലെ തന്നെ ആവറേജ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇങ്ങനെ നമ്മളൊരു സിസ്റ്റമാറ്റിക് ഫ്ലോയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പരസ്പരം കണക്ട് ചെയ്ത് പഠിക്കാനും പറ്റും. അതേപോലെ തന്നെ നമുക്ക് ആ വരുന്ന ടോപ്പിക്കുകൾ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ബെറ്റർ നമുക്ക് പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു ആർ എ ബിഗിനർ, ബെറ്റർ ഗോ ഫോർ എനി കോച്ചിങ്. നമ്മുടെ സ്ഥാപനത്തിലോ എവിടെ ആണെങ്കിലും നിങ്ങൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ആ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യൂടെ ആ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന സ്ഥാപനം ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈൻ, ഓഫ്ലൈൻ ആണെങ്കിൽ ഓഫ്ലൈൻ, നിങ്ങൾ അതിനകത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിനുശേഷം പിന്നീട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗുരു ഉണ്ട്, അല്ലെങ്കിൽ ഒരു സാറ് നിങ്ങളുടെ കയ്യിലുണ്ട്, അതായത് കോച്ചിങ് സെന്ററിന്റെ ഒരു സാറ് നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെന്റർ ഉണ്ട് എങ്കിൽ, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ ആൻസേഴ്സ്, ക്വസ്റ്റ്യൻസ്, ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരാൻ ഒരാളുണ്ട് എങ്കിൽ നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ എന്ത് ചെയ്യും, കറക്റ്റ് ട്രാക്കിലേക്ക് നോക്കും. അപ്പോ നിങ്ങളുടെ വീക്ക്നെസ്സും സ്ട്രെങ്തും മനസ്സിലാക്കിയതിനു ശേഷം ഒരാളുടെ ഹെൽപ്പോട് കൂടിയിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ടോ എങ്ങനെ, അപ് ടു യു, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതിനകത്ത് ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾ തുടങ്ങേണ്ടത് നിങ്ങളുടെ ബേസിൽ നിന്നുമാണ്. നിങ്ങൾക്ക് ഒന്നും കൂട്ടാൻ അറിയില്ല എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ, കാരണം ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരിൽ മെജോറിറ്റി ക്ലാസ്സിൽ വന്നിരിക്കുന്ന പിള്ളേരിൽ ഒരു 75% പിള്ളേരും, ഒരു 3/4% പിള്ളേരും എന്റെ ഓൺലൈൻ ക്ലാസ്സിലാണെങ്കിലും ഓഫ്ലൈൻ ക്ലാസ്സിലാണെങ്കിലും വന്നിരിക്കുന്ന മെജോറിറ്റി പിള്ളേരും കൂട്ടാൻ പോലും അറിഞ്ഞുകൂടാത്ത പിള്ളേരാണ്. ഞാൻ ആദ്യം ഒരു ക്ലാസ് തുടങ്ങുമ്പോൾ ആദ്യം ചോദിക്കുന്ന കാര്യം, ക്ലാസ് അത് ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിലും കൂട്ടാനും കുറയ്ക്കാനും അറിയാത്തവന്മാരെങ്കിൽ എഴുതേക്കാനായിരിക്കും ഞാൻ ആദ്യം പറയുന്നത്. കാരണം എനിക്കറിയേണ്ടത് അവന്മാരെയാണ് എനിക്ക് വേണ്ടത്. കാരണം അവന്മാരെ ഫോക്കസ് ചെയ്തെങ്കിൽ മാത്രമേ ക്ലാസ് മുമ്പോട്ട് പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ ചുമ്മാ ഒന്ന് അവിടെ ബന്ധിച്ചാന്ന് പറഞ്ഞിരിക്കും. അപ്പൊ ഞാൻ എപ്പോഴും ആസ് എ ടീച്ചർ ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് അതിനെയായിരിക്കും. അപ്പോ ഞാൻ എപ്പോഴും പിള്ളേരിൽ നിന്ന് അറിയാൻ വേണ്ടി നോക്കുന്നത് ലിറ്ററലി ഒന്നും കൂട്ടിയാൽ 2 ആണ് എന്ന് അറിഞ്ഞുകൂടാത്ത ഒരു അവസ്ഥയാണ് നമ്മളെങ്കിൽ. അങ്ങനെ ഇഷ്ടംപോലെ പിള്ളേരുണ്ട്. കാരണം ആദ്യമായിട്ടൊക്കെ വരുന്ന പിള്ളേര്, SSC ക്ലാസ്സിനൊക്കെ വന്നിരിക്കുന്ന പിള്ളേര് ഒന്നും കൂട്ടിയാൽ 2 ആണ് എന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. അവരെ കളിയാക്കി പറയുന്നത് ഒന്നുമല്ല, കാരണം അവരുടെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സിൽ അത്രയും വീക്കായിട്ടുള്ള പിള്ളേരാണ് മെജോറിറ്റി നമ്മുടെ ക്ലാസ്സുകളിൽ നമുക്ക് വരുന്നത്. ഓക്കെ, ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും നമ്മൾ ഇത്രയും നാളത്തെ ഒരു അനുഭവത്തിന്റെ ഇതിൽ പറയുവാണ്, നമ്മുടെ അതിനകത്ത് വരുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ള പിള്ളേർ ഒരു 75% മാത്സിന്റെ ബേസ് പോലും അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ്. ഞാൻ ആദ്യം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അങ്ങനെ അഡ്മിറ്റ് ചെയ്യുക. എനിക്ക് മാത്സ് ഒരു കുന്തവും അറിയത്തില്ല, എനിക്ക് ആദ്യം മുതൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം. ആ ഒരു മെന്റാലിറ്റിയോട് കൂടിയിട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. എനിക്ക് ഒരു കുന്തവും അറിയത്തില്ല, എനിക്ക് ഒന്നും കൂട്ടിയാൽ 2 ആണെന്ന് എനിക്ക് ഇതുമായിട്ടും അറിയില്ല. സോ ഐ ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദെയർ. ആ ലെവലിൽ നിന്നും നമ്മൾ തുടങ്ങണം. അതായത് നിങ്ങളുടെ ബേസ് കൂട്ടാനും കുറയ്ക്കാനും ഉള്ളതിൽ നിന്നും തുടങ്ങണമെങ്കിൽ അവിടെ നിന്നും നിങ്ങൾ തുടങ്ങുക. സ്റ്റാർട്ട് ഫ്രം ദ ബേസ്. അപ്പൊ നിങ്ങളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ബേസ് എവിടാണോ അവിടെ നിന്നും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ആ ബേസിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് ചുമ്മാ അങ്ങ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രം പോരാ. നമ്മൾ ഒന്നും കൂട്ടിയാൽ 2 ആണ് എന്നുള്ളത് ഒരു 10 തവണയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്ത് പഠിക്കണം. യു ഷുഡ് ഹാവ് ടു പ്രാക്ടീസ് ദാറ്റ് റെഗുലർലി. അതായത് ഒരു പോർഷനെ കുറിച്ച് ഞാനിപ്പം പഠിപ്പിക്കുന്നു. ഫോർ എക്സാമ്പിൾ, സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്ന ഒരു ഈസി മെത്തേഡ്, 2 സെക്കൻഡ് കൊണ്ട് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡുണ്ട്. അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡ് കൊണ്ട് ഒരു നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡുണ്ട്. അല്ലെങ്കിൽ ക്യൂബ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ
എനിക്കത് ചെയ്യണം. അതായത് ഒരു എക്സാമിന്റെ ഒരു റിയൽ എക്സാമിൽ ചെന്നിരിക്കുമ്പോൾ എനിക്കത് 2 സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരു 3 സെക്കൻഡ് കൊണ്ട് എനിക്ക് ഒരു നമ്പറിന്റെ സ്ക്വയർ വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ എന്റെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് എനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ പറയുന്ന മെത്തേഡുകൾ എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായിട്ട് റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. സോ പ്രാക്ടീസ് റെഗുലർലി. അതായത് ഇന്നൊരു പോർഷൻ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇന്നൊരു പോർഷൻ പഠിച്ചു, അത് അവിടെ തന്നെ അങ്ങ് വിട്ടുപോയി, എനിക്ക് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഒന്നുമില്ല, എനിക്ക് കൊടുക്കത്ത മെമ്മറി എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ തേനൊട്ടി അവിടെ ഇരിക്കത്തേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെഗുലർ ആയിട്ട് ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യാത്തടത്തോളം കാലം നമുക്ക് സ്പീഡ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, നമുക്ക് എക്സാമിന്റെ ക്വസ്റ്റ്യൻസുമായിട്ടുള്ള ടച്ച് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, ഒന്നും പറ്റില്ല. നമ്മൾ തുടങ്ങിയിടത്ത് തന്നെ നമ്മൾ നിൽക്കും ഇഫ് യു ഡു നോട്ട് പ്രാക്ടീസ് റെഗുലർ. ഇങ്ങനെ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ കാൽക്കുലേഷൻ സ്പീഡ്, മാത്സിന്റെയും റീസണിങ്ങിന്റെ ഒക്കെ കേസ് എടുക്കുമ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡ്, പ്രത്യേകിച്ച് മാത്സിന്റെ കാര്യത്തിൽ കാൽക്കുലേഷൻ സ്പീഡ് പതുക്കെ ഇംപ്രൂവ് ചെയ്യും. ഒറ്റ ദിവസം കൊണ്ടൊന്നും നമുക്ക് കാൽക്കുലേഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒരു വർഷമൊക്കെ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡ് ഇൻക്രീസ് ആവുന്നത്. ഞാനൊക്കെ ഒരുപാട് കാലം എടുത്തിട്ടാണ്, ഏകദേശം ഒരു കൊല്ലത്തോളം എടുത്തിട്ടാണ് എന്റെ കാൽക്കുലേഷൻ സ്പീഡൊക്കെ അത്യാവശ്യം ഒന്ന് കൂടിയെന്ന് പറയാം. ഇപ്പോഴും എന്റെ കാൽക്കുലേഷൻ സ്പീഡ് അത്രയ്ക്ക് വലിയതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഇപ്പോഴും ഞാൻ കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് എ നെവർ എൻഡിങ് പ്രോസസ്. അതായത് കാൽക്കുലേഷൻ സ്പീഡൊക്കെ നമുക്ക് കൂടണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ സാധനങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തേ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് പ്രാക്ടീസ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതേ മോഡലുള്ള ക്വസ്റ്റ്യൻസ് ഒരു 10 എണ്ണമെങ്കിലും നിങ്ങൾ ചെയ്യുക. കുറഞ്ഞത് ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ അത് റിവൈസ് ചെയ്യാൻ നോക്കുക. അതാണ് പ്രാക്ടീസ് റെഗുലർലി എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രാക്ടീസ് ഒക്കെ എടുത്ത് നിങ്ങൾ ഒരുവിധം നിങ്ങൾ സെറ്റായി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യുക? മോക്ക് ടെസ്റ്റുകൾ, അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ നടത്താം, അതല്ല എങ്കിൽ ചാപ്റ്റർ വൈസ് മോക്ക് ടെസ്റ്റുകൾ നടത്താം, അല്ല എങ്കിൽ നിങ്ങൾക്ക് ഫുൾ മോക്ക് ടെസ്റ്റുകൾ നടത്താം. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒന്നെങ്കിൽ മോക്ക് ടെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഒഫീഷ്യൽ പേപ്പേഴ്സിന്റെ മോക്ക് ടെസ്റ്റുകൾ നടത്താം, അതല്ല എങ്കിൽ ഏതെങ്കിലും ഒക്കെ തേർഡ് പാർട്ടി ആപ്പുകളുടെ, ഫോർ എക്സാമ്പിൾ അഡ്ഡ പോലെയുള്ള സാധനങ്ങൾ, അതല്ല എങ്കിൽ ടെക്സ്റ്റ് ബുക്ക്, അതല്ല എങ്കിൽ നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന പിള്ളേർക്ക് നമ്മൾ തന്നെ കൊടുക്കുന്ന ഇതുണ്ട്, നമ്മുടെ പിള്ളേർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന എന്താണ് മോക്ക് ടെസ്റ്റുകളുണ്ട്. എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അല്ലാതുള്ള ക്വസ്റ്റ്യൻസും എല്ലാം നടക്കുന്ന മോക്ക് ടെസ്റ്റുകൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള മോക്ക് ടെസ്റ്റുകൾ ഏതാണോ, അത് സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ആയിക്കോട്ടെ, ചാപ്റ്റർ വൈസ് മോക്ക് ടെസ്റ്റ് ആയിക്കോട്ടെ, ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റുകൾ ആയിക്കോട്ടെ, എന്താണെങ്കിലും നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ, അതായത് ഒരുവിധം പ്രാക്ടീസ് ചെയ്ത് റെഗുലർ ആയിട്ട് അത്യാവശ്യമൊക്കെ സ്പീഡിലേക്കൊക്കെ നമ്മൾ എത്താൻ പറ്റിയെന്നൊരു ഉറപ്പുണ്ട് എങ്കിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പലപ്പോഴും പല കുട്ടികളിലും കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഈ മോക്ക് ടെസ്റ്റുകൾ കണ്ടിട്ടുള്ളത്. കാരണം ഈ മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ ലെവൽ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് ഹൈ സെൻസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. എഴുതുമ്പോഴേ നമുക്ക് മോക്ക് ടെസ്റ്റ് എഴുതുമ്പോഴത്തേക്ക് ഫോർ എക്സാമ്പിൾ 10 മാർക്കിന്റെ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 2-3 മാർക്കായി. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. മെജോറിറ്റി ആൾക്കാർക്കും കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 മാർക്കൊക്കെ ആയിരിക്കും മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ ആദ്യം കിട്ടുന്നത്. ഞാനൊക്കെ ആദ്യമായിട്ടൊരു മോക്ക് ടെസ്റ്റ് ഏത് ആപ്പിനാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അത് എന്റെ മോക്ക് ടെസ്റ്റ് പോലും അല്ല, എന്റെ കൂട്ടുകാരന്റെ കയ്യിൽ നിന്നുള്ള ഒരു മോക്ക് ടെസ്റ്റ് ചുമ്മാ വീട്ടിൽ പോയപ്പോൾ ചുമ്മാ ഇതൊന്ന് ചെയ്ത് നോക്കിയതാണ്. ആ മോക്ക് ടെസ്റ്റിനകത്ത് 100 മാർക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് എല്ലാം കൂടെ ഓവറോൾ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 മാർക്കാണ് എനിക്ക് കിട്ടിയത്. കുറച്ച് നാൾ മുമ്പാണ്, ഒരുപാട് നാളായി. അപ്പം ഞാൻ അതൊക്കെ പഠിച്ചു തുടങ്ങുന്ന ആ ഒരു സമയത്തുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ എഴുതിയപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഈ 100 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എനിക്ക് 20 മാർക്കാണ് എനിക്ക് കിട്ടിയത്. അത് അത്രയും നല്ല രീതിയിൽ ഞാൻ ഡിവോട്ടായി. കാരണം നമ്മൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് എഴുതുമ്പോഴത്തേക്ക് ആദ്യം നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അത്രയൊക്കെ മാർക്കേ നമുക്ക് പ്രതീക്ഷിക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ എക്സ്ട്രാ ബ്രില്യന്റ് അപ്പോൾ വല്ലതും ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്തായിരിക്കത്തില്ല, നമുക്ക് അത്രയൊക്കെ മാർക്കേ മാക്സിമം നമുക്ക് ആദ്യം തുടക്കത്തേക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അങ്ങനെ മാർക്ക് കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഡിമോട്ട് ആവേണ്ട കാര്യമൊന്നുമില്ല. ഒരു മോക്ക് ടെസ്റ്റ് അല്ല നമ്മുടെ ഇതിരിക്കുന്നത്. മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യുക? കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഫുൾ മോക്ക് ടെസ്റ്റ് ആണെങ്കിൽ അങ്ങനെ, സെക്ഷനിലാണെങ്കിൽ അങ്ങനെ, ചാപ്റ്റർ വൈസ് ആണെങ്കിൽ അങ്ങനെ. നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ഇന്ന് 20 മാർക്ക് കിട്ടി, നാളെ ചിലപ്പോൾ 21 ആകും, 1 മാർക്കും കൂടെ കൂടി. പക്ഷെ അടുത്ത ദിവസം ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ 4 മാർക്കും കൂടെ കൂടി 25 ആകാം, അടുത്ത ദിവസം ഒരു 5 മാർക്കും കൂടെ കൂടി 30 ആകാം. ഇങ്ങനെ നിങ്ങൾ എവിടം വരെ എത്തും? 100 മാർക്ക് വാങ്ങുന്ന ഒരു ലെവലിലേക്ക് എത്തും. പക്ഷെ ആദ്യത്തെ ദിവസം തന്നെ 20 മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് സാധനങ്ങളൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഒരു കുന്തമാണ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റ് എടുക്കുക. നിങ്ങൾക്ക് അപ്സ് ആൻഡ് ഡൗൺസ് വരും. ഇന്ന് കിട്ടുന്ന മാർക്ക് ആയിരിക്കത്തില്ല നാളെ കിട്ടുന്നത്. ഇന്ന് 20 മാർക്ക് കിട്ടി, നാളെ ചിലപ്പോൾ 15 അഴിച്ച് താഴെ പോകും, അല്ലെങ്കിൽ മറ്റന്നാൾ വരുമ്പോഴത്തേക്ക് 30 ഷൂട്ട് ചെയ്യും. അതായത് മറ്റുള്ള ഷെയർ മാർക്കറ്റൊക്കെ പോകുന്ന പോലെ ആയിരിക്കും നമ്മുടെ മാർക്കുകൾ. മോക്ക് ദിവസം മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പോകുന്നത്. അതിനകത്ത് ഒന്നും തട്ടേണ്ട കാര്യമില്ല. കാരണം മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ സ്പീഡ്, നമ്മളുടെ ആക്യുറസി, നമ്മളുടെ സബ്ജക്ട് നോളജ് ഇത് അളക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ഇതിനകത്ത് എവിടെയെങ്കിലും നമ്മൾ ഫോൾസ് വന്നാൽ, ഡൗൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായിക്കോണം നമുക്ക് എവിടെയും ഒരു പാളിച്ച പറ്റി, അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പൊ നമ്മുടെ അപ്സ് ആൻഡ് ഡൗൺസ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്
നമ്മളുടെ മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. യു ഹാവ് ടു ഡെഫിനറ്റ്ലി ടേക്ക് എ മോക്ക് ടെസ്റ്റ് റെഗുലർലി. അതായത് നിങ്ങൾ ഒരുവിധം പ്രാക്ടീസ് ചെയ്തുന്ന റെഗുലർ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ഒരുവിധം സബ്ജക്ട് നോളജ് ഒക്കെ ആയി തുടങ്ങുവാണെങ്കിൽ പുതുക്കെ സബ്ജക്ട് നോളജ് ഒക്കെ ആയി തുടങ്ങുമ്പോൾ അപ്പോൾ മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ എടുക്കാൻ വേണ്ടി എടുക്കുക. ഫുൾ മോക്ക് ടെസ്റ്റ് ആദ്യമേ ഒന്നും എടുക്കരുത്, സെക്ഷൻ വൈസ് മോക്ക് ടെസ്റ്റ് എടുക്കുക. ഫുൾ മോക്ക് ടെസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് വന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഫുൾ മോക്ക് ടെസ്റ്റ് എടുക്കാൻ നിന്നാൽ മതി. അതുവരെ സെക്ഷൻ വൈസ് മോക്ക് ടെസ്റ്റ് എടുത്ത് പോകും. അതിനുള്ള ആപ്സുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് റെഗുലർ ആയിട്ട് നമ്മളവിടെ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതല്ല എങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക. ഇതോ എന്തോ ആയി ആണെങ്കിൽ തരുന്ന മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യുക, റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റ് എടുക്കുക, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ IQ ലെവലിനനുസരിച്ചിട്ട് ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈമിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സാധനങ്ങളിലെല്ലാം ഒന്ന് മാസ്റ്റർ ചെയ്യാൻ പറ്റും. ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് നമുക്ക് ഗ്രാജുവലി നമുക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു പ്രശസ്തമായ ഒരു ഇംഗ്ലീഷ് സെയിങ് ഉണ്ട്, റോം വാസ് നോട്ട് ബിൽഡ് ഇൻ എ ഡേ. റോമ സാമ്രാജ്യം ഒറ്റ ദിവസം കൊണ്ടല്ല ഉണ്ടാക്കിയത്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഒറ്റ ദിവസം കൊണ്ടൊന്നും പഠിച്ചെടുക്കാൻ പറ്റുന്ന സാധനങ്ങളല്ല. ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഡെഡിക്കേഷൻ വേണം, നമുക്ക് അതിൻ്റെതായിട്ടൊരു പെർസീവറൻസ് വേണം, ഒരു സ്ഥിരോത്സാഹം വേണം, ഒരു ഡെഡിക്കേഷൻ ഡിറ്റർമിനേഷൻ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതുമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റൂ. നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് വരും. നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ വരും, നിങ്ങൾക്ക് ടെൻഷനും കാര്യങ്ങളും എല്ലാം വരും. അതെല്ലാം മാറ്റി വെക്കും. നിങ്ങൾ ആ ഒരു ഫോക്കസ്, ഒരു ഗോൾ ഫിക്സ് ചെയ്തുകൊണ്ട് ഈ വർഷം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം വെച്ചാൽ ഒരു ലിമിറ്റഡ് ടൈമിൽ നമുക്ക് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ നമുക്ക് ഇന്നേ പ്രാക്ടീസ് തുടങ്ങി കഴിഞ്ഞാൽ SSC CGL 2024 നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും SSC CGL 2025 നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണ്. അപ്പൊ അത്രയുമാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തിലേക്കൊക്കെ എത്തണമെങ്കിൽ ഞാൻ പറഞ്ഞു, റെഗുലർ ആയിട്ട് നമുക്ക് പ്രാക്ടീസ് വേണം, റെഗുലർ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യണം, റെഗുലർ ആയിട്ട് നമുക്ക് ഈ സബ്ജക്റ്റുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യണം. അത് വെറുതെ ഒരു ക്ലാസ്സിൽ ഇരുന്നാൽ മാത്രം കിട്ടുന്ന കാര്യമല്ല. കാരണം ഒരു 60% നമുക്ക് ക്ലാസ്സിൽ നിന്നും കിട്ടും, ബാക്കി 40% നമ്മൾ തന്നെ ബിൽഡ് ചെയ്തെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ടെക്സ്റ്റ് ബുക്കുകളാണ്. അപ്പൊ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ, ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് പബ്ലിഷേഴ്സുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. ഇത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലും പഠിച്ച പിള്ളേരുടെ പേഴ്സണൽ എക്സ്പീരിയൻസിലും എനിക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് എന്താണ് ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ ദ ബെസ്റ്റ് എന്ന് തോന്നിയേക്കുന്ന കുറച്ച് പുസ്തകങ്ങൾ മാത്രമാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, എനിക്ക് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പ്രകാരം എനിക്ക് ബെറ്റർ എന്ന് തോന്നിയ ബുക്ക് ഞാൻ പഠിപ്പിച്ച പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകിച്ച് ഫോളോ ചെയ്യാൻ, അതായത് ഏറ്റവും ലോവർ ലെവലിൽ നിന്നവന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഏറ്റവും ലോവർ ലെവലിൽ നിന്നവന് പോലും സുഖമായിട്ട് ഫോളോ ചെയ്ത് അവന് സ്വന്തമായിട്ടൊന്നും മണ്ടയിലോട്ട് കയറി വരാൻ വേണ്ടിയിട്ട് സഹായിച്ച കുറച്ച് ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. അതായത് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്തപ്പോഴത്തേക്ക് നല്ല രീതിയിൽ പിള്ളേർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതായത് ഏറ്റവും ബാക്കിൽ നിന്നവന് പോലും നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിച്ച കുറച്ച് പുസ്തകങ്ങളുണ്ട്. അപ്പൊ അത് ആ കുറച്ച് പുസ്തകങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സ്. ഞാൻ എടുക്കുന്ന ടോപ്പിക്ക് തന്നെയാണ് മാത്സ്. മാത്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഒരു ബിഗിനർ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ബുക്കാണ് ദാണ്ടെ ഈ ഒരു പുസ്തകം, കിരൺസ് എന്ന് പറയുന്ന പബ്ലിഷേഴ്സിന്റെ. കിരൺസ് എന്ന് പറയുന്ന പബ്ലിഷേഴ്സിന്റെ SSC മാത്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 1999 വരെയുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2027 എഡിഷൻ ഇറങ്ങിയിട്ടുണ്ട്. 2023 വരെ നടന്ന എക്സാമുകളുടെ എല്ലാ ക്വസ്റ്റ്യൻസ് 99 മുതൽ 2023 വരെ നടന്ന ഏകദേശം 10-25 കൊല്ലത്തോളം നടന്ന എക്സാമുകളുടെ മൊത്തം SSC നടത്തിയിട്ടുള്ള എല്ലാ എക്സാമുകളുടെയും എല്ലാ ലെവൽ ക്വസ്റ്റ്യൻസും നമുക്ക് കിട്ടുന്ന ഒരു പുസ്തകമാണ് കിരൺസിന്റെ മാത്തമാറ്റിക്സ്. നിങ്ങളൊരു ബിഗിനർ ആണ് എങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് കിരൺസിന്റെ മാത്തമാറ്റിക്സ്. കാരണം അതിനകത്ത് ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിലാണ്, അതായത് ഓരോ ചാപ്റ്ററിനകത്തിലും ഓരോ ടൈപ്പ് വൈസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരേ മോഡൽ ക്വസ്റ്റ്യൻസ് ധാരാളം, നിങ്ങൾക്ക് വലിയ ഹർഡിൽസ് ഇല്ലാതെ ഒരേ മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ടൈപ്പ് വൈസ് തന്നേക്കുന്നത് കൊണ്ട് തന്നെ ഓരോ ചാപ്റ്ററിനും ഒരേ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസിനെ എല്ലാം ഒരു കൺസോൾട്ടേറ്റ് ചെയ്ത് ഒന്നിച്ചാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് അപ്പം ഒരു മോഡൽ പഠിച്ചു കഴിഞ്ഞാൽ അതേ മോഡലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആ ഒരു സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം നിങ്ങൾക്ക് ഒരു ബിഗിനർ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു പുസ്തകമാണ് താണ്ടെ SSCയുടെ കിരൺസിന്റെ മാത്തമാറ്റിക്സിന്റെ പുസ്തകം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡിഷൻ തന്നെ വാങ്ങാൻ നോക്കുക, 2027 എഡിഷൻ വാങ്ങാൻ നോക്കുക. ഇപ്പോഴെങ്ങാണ്ട് ഇതിന്റെ വില കേരളത്തിലെ ബുക്ക് സ്റ്റോളുകളിൽ ഇത് കിട്ടാൻ സാധ്യത ഭയങ്കര കുറവാണ്. കാരണം ഞാനിവിടെ കൊല്ലത്തെ കുറെ ബുക്ക് സ്റ്റോളുകളിൽ, അതായത് അക്കാഡമിക് ബുക്സ് കിട്ടുന്ന HNCയിലും അതേപോലെ തന്നെ DC അക്കാഡമിക് ബുക്സിലും ഡിവിഷൻസിലും എല്ലാം കയറി ഇറങ്ങിയിട്ടും കിരൺസിന്റെ ബുക്കൊന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല. അപ്പോൾ
ബാക്കിയുള്ള സംസ്ഥാന ജില്ലകളുടെ കാര്യം എനിക്ക് അറിയത്തില്ല. ട്രിവാൻഡ്രത്ത് ഞാൻ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. അപ്പം എറണാകുളത്തൊക്കെ ഒരു പക്ഷേ കാണുമായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്ന് ഓരോ വാങ്ങുന്നതായിരിക്കും, അല്ലെങ്കിൽ കിരൺസിന്റെ അവരുടെ സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പം ഇതിന്റെ വിലയെന്ന് പറയുന്നത് ഏകദേശം 600+ ആണ് വില വരുന്നത്. നിങ്ങൾ നോക്കിയെടുക്കുക, ലേറ്റസ്റ്റ് എഡിഷൻ തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി കിരൺസ് വെച്ച് ഒരുവിധം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ കിരൺസിനകത്ത് പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വലുതായിട്ട് ഷോർട്ട് കട്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്ട്രൈറ്റ് ആയിട്ട് തന്നെയാണ് ആൻസർ എഴുതി പോയിട്ടുള്ളത്. നിങ്ങൾ ക്വസ്റ്റ്യൻ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് താണ്ട് ഏറ്റവും നല്ല ബെറ്റർ ബുക്ക് ഇതാണ്. പിന്നീട് കുറച്ചും കൂടെ ഷോർട്ട് കട്ട്സും കാര്യങ്ങളും ഒക്കെ ഉള്ള പുസ്തകമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ ആശാന്റെ പുസ്തകമാണ്. രാകേഷ് യാദവ് എന്നാണ് പേര്. SSC കോച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുലിയാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ വൺ ഓഫ് ദ നമ്പർ 1 എഡ്യൂക്കേറ്റേഴ്സിൽ ഒരാളാണ് രാകേഷ് യാദവ്. പുള്ളി ഒരു എക്സൈസിൽ സെൻട്രൽ എക്സൈസിൽ ഇൻസ്പെക്ടർ പോസ്റ്റ് കിട്ടി. പുള്ളി പക്ഷേ ഇതുമായിട്ട് നടക്കുന്ന ഒരു പുള്ളിയാണ്. അതായത് പിന്നെ ഈ SSC കോച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടത്തുന്ന ഒരാളാണ്, UP കാരനാണ്. അപ്പൊ പുള്ളിയുടെ രാകേഷ് യാദവിന്റെ ഒരു പുസ്തകമുണ്ട്, രാകേഷ് യാദവ് SSC മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ട്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും പിന്നെ പുള്ളിയുടെ തന്നെ കുറച്ച് സിഗ്നേച്ചർ ക്വസ്റ്റ്യൻസും എല്ലാം ഉണ്ട്. പക്ഷെ ഒരു ബിഗിനേഴ്സിന് ഒരിക്കലും ഞാൻ ഇത് പറയത്തില്ല, കാരണം ഒരുവിധം അത്യാവശ്യം പഠിച്ച ആൾക്കാരാണ് എങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് രാകേഷ് യാദവിന്റെ ബുക്ക്. ഇനി രാകേഷ് യാദവിന്റെ കുറച്ച് ഷോർട്ട് കട്ട്സ്, അതായത് അത്യാവശ്യമൊക്കെ ഒരു ക്ലാസ്സിൽ ഇരുന്ന ഒരു വ്യക്തിക്ക്, നിങ്ങൾ അത്യാവശ്യം മാത്സ് അറിയാം, അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത വ്യക്തിയാണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ഷോർട്ട് കട്ട്സ് മെത്തേഡുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് രാകേഷ് യാദവ് ക്ലാസ് നോട്ട്സ് ഓൺ മാത്സ്. പക്ഷേ മാത്സിന്റെ ഒരു ബേസും ഇല്ലാതെ താണ്ട് ഈ സാധനം എടുത്ത് വെച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ഒന്നും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, ഒരു എക്സ്പ്ലനേഷനും അതിനകത്തില്ല, ചുമ്മാ വെറുതെ കുറെ ഷോർട്ട് കട്ട്സ് മാത്രമേ ഉള്ളൂ. അത് വെച്ച് നിങ്ങൾ ബിഗിനർ കൈകൊണ്ട് പോലും ഈ സാധനം തൊട്ടേക്കരുത്. കാരണം തെറ്റിന്റെ പണിയെ കിട്ടത്തുള്ളൂ. കാരണം അതിൽ നിങ്ങൾ വെറുത്തു പോകുന്ന ഒരു സാധനമായിരിക്കും. കാരണം ചുമ്മാ പുള്ളിയുടെ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതിയേക്കുന്ന കുറെ കാര്യങ്ങളാണ്, അത് കുറെ ഷോർട്ട് കട്ട്സുകൾ മാത്രം. നിങ്ങൾക്ക് ഒരു ഉപകാരവും പെടത്തില്ല ഇഫ് യു ആർ എ ബിഗിനർ. പിന്നീട് നിങ്ങൾ നല്ല രീതിയിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, ഒരു കുറച്ചും കൂടെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ്, അതായത് SSC ചോദിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഹയസ്റ്റ് ലെവൽ ചോദ്യങ്ങളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ പുള്ളിക്കാരന്റെ ഗഗൻ പ്രതാപ്, പുള്ളിയും ഒരു മാത്സ് അധ്യാപകനാണ്. ഗഗൻ പ്രതാപിന്റെ പുസ്തകം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിനകത്തിലും എല്ലാം ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻസും കാര്യങ്ങളും കിടപ്പുണ്ട്. വളരെ ഷോർട്ട് കട്ട്സും കാര്യങ്ങളും ഒന്നും ഇല്ല എങ്കിലും പക്ഷെ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ലെവൽ അത്യാവശ്യം കൂടുതലാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ല, പുള്ളിയുടെ തന്നെ കുറച്ച് സിഗ്നേച്ചർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആണ് അത്യാവശ്യം നല്ല കട്ടിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് SSC CGL-ന്റെ ലെവൽ 2 ടയർ 2 പ്രിപ്പയർ ചെയ്യുന്ന പിള്ളേരുണ്ടെങ്കിൽ താണ്ട ഈ ഒരു ബുക്ക് നല്ല ബെസ്റ്റ് ബുക്കാണ്. ഞാൻ അതിന്റെ ഒരു PDF കോപ്പി കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പൊ അത് നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതിനകത്ത് കിടന്നിരുന്നത്. അപ്പം ഗഗൻ പ്രതാപിന്റെ പുസ്തകം നിങ്ങളൊക്കെ ഒരുവിധം ഒന്ന് പഠിച്ചു കഴിഞ്ഞ് മാത്സ് ഒക്കെ നല്ലൊരു ബേസ് ഉണ്ടാക്കി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്തു, ഒരു ബേസ് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് കുറച്ചും കൂടെ അപ്പർ ലെവൽ ക്വസ്റ്റ്യൻസ്, ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ പുള്ളിക്കാരന്റെ ബുക്ക് നോക്കാം. ഗഗൻ പ്രതാപ്. രാകേഷ് യാദവിന്റെ ബുക്കിലും ഏകദേശം 550+ റുപ്പീസ് സംതിങ് ആണ് വില. ഗഗൻ പ്രതാപിന്റെ വരുമ്പോഴത്തേക്ക് 680+ മറ്റോ കണ്ടാന്ന് തോന്നുന്നു വില. അതിന്റെ വില കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, കുറെ പൈറേറ്റഡ് കോപ്പി കിട്ടിയത് കൊണ്ട് പിന്നെ അത് വെച്ചൊക്കെ പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതാണ് അതിന്റെ വില എന്ന് പറയുന്നത്. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ഡയുടെ ബുക്കുണ്ട്, കൊള്ളാം, കുഴപ്പമില്ല, അത്യാവശ്യം ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. പക്ഷേ ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ, ലിമിറ്റഡ് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഒരു ചാപ്റ്ററിൽ നിന്നും മാക്സിമം കൂടി പോയാൽ 200 ക്വസ്റ്റ്യൻസ് മാത്രം. അഡ്വാൻസ് മാത്സും ഉണ്ട്, അതേപോലെ തന്നെ SSC അരിത്മെറ്റിക്സും ഉണ്ട്. 2 പുസ്തകങ്ങളാണ്. ഓക്കെ, അപ്പം SSC CGL-നൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണ് എങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് കിട്ടാൻ ഇത് നല്ലതാണ്. പക്ഷേ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇസ് വെരി ലിമിറ്റഡ്, കുറെ ലിമിറ്റഡ് ആണ്. കാരണം ഒരു ടോപ്പിക്കിൽ നിന്നും ഒരു ചാപ്റ്ററിൽ നിന്ന് മാക്സിമം 200 ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഉപകാരപ്പെടുമെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. എന്നാലും വലിയ കുഴപ്പമില്ല. ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. കമ്പാരിറ്റീവ്ലി നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. SSCയുടെ ഒഫീഷ്യൽ ക്വസ്റ്റ്യൻസുമായിട്ട് ഈവൻ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ അതിനെക്കാട്ടി കുറച്ചും കൂടെ ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിനകത്ത് നമുക്ക് കിട്ടും. പക്ഷെ എല്ലാം വലിച്ചുവാരിയാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്ത് എഴുതിയേക്കുന്നത് കിരൺസ് തന്നെയാണ്. എന്റെ പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളത് കിരൺസ് ആണ്. കിരൺസും രാകേഷ് യാദവുമാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ്. അതിൽ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പിള്ളേർക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ബുക്കും ഞാൻ കിരൺസിന്റെ ബുക്കാണ്. ഓക്കെ, അപ്പം കിരൺസ് ആണ് എങ്കിൽ നിങ്ങളുടെ കയ്യിൽ കിരൺസ് ഉണ്ട് എങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബുക്ക്. ഇനി കിരൺസ് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ രാകേഷ് യാദവിലേക്ക് പോയിക്കോളൂ, പ്രശ്നമൊന്നുമില്ല. ഇനി നിങ്ങൾ റീസണിങ്ങിലേക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് കിരൺസിന്റെ റീസണിങ് നല്ല ഒരു ഓപ്ഷൻ ആണ്. കിരൺസിന്റെ റീസണിങ്, പക്ഷെ അതിനകത്ത് കിരൺസിന്റെ മാത്സ് പോലെ ടൈപ്പ് വൈസ് ആയിട്ടൊന്നുമില്ല, എല്ലാം വലിച്ചുവരെയാണ് അതിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ കിരൺസിന്റെ ഈ ബുക്ക് നല്ല ബുക്കാണ്. പക്ഷെ അതിനകത്ത് ചില ഫിഗേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ എറേഴ്സ് ഉണ്ട്. അതായത് ഫിഗേഴ്സ് വരുമ്പോഴത്തേക്ക് ആ ഫിഗേഴ്സിനകത്തിലൊക്കെ ചെറിയ ചെറിയ എറേഴ്സ് ഉണ്ട്. അപ്പൊ അതൊന്ന് നോക്കി ഒന്ന് ചെയ്യുക. കാരണം കുറച്ച് എറേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. എന്റെ PDF കോപ്പിയിലും എന്റെ ഹാർഡ് കോപ്പിയിലും രണ്ടും പേജിലുണ്ട്. രണ്ടിലും എറേഴ്സ് കുറച്ചൊക്കെ കാര്യങ്ങളുണ്ട്. പിന്നെ അതല്ല എങ്കിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ലിമിറ്റഡ് ആയിരിക്കും.
YCT എന്ന് പറയുന്ന യൂത്ത് കോമ്പറ്റേറ്റീവ് ടൈംസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അവരുടെ SSC റീസണിങ്ങിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ബുക്ക് നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിനാക്കിൾ എന്ന് പറയുന്ന പബ്ലിഷേഴ്സിന്റെ ബുക്ക്, YCT പിനാക്കിൾ. ഇപ്പം കുറച്ചും കൂടെ ഇതായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ YCTയും പിനാക്കിളുമാണ്. അപ്പൊ നിങ്ങൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് കിരൺസിനെക്കാട്ടിലും കുറച്ചും കൂടെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്ന് തോന്നുന്നു. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ കുറവാണ്. YCT അല്ലെങ്കിൽ പിനാക്കിൾ 2017 മുതലുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് രണ്ടെണ്ണത്തിനകത്തിലും ഉള്ളൂ. YCT ആൻഡ് പിനാക്കിൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ അഡ്ഡ 247 SSC സീരീസ് ആണ്. കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറച്ച് ലിമിറ്റഡ് ആണ്. ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറച്ച് ലിമിറ്റഡ് ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ YCTയും പിനാക്കിളുമാണ്. കാരണം അതിന്റെ ലേഔട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. പേപ്പർ ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ കൊള്ളാം, കണ്ടന്റും അത്യാവശ്യം കാര്യങ്ങളുണ്ട്. സംടൈംസ് ഇസ് ബെറ്റർ ദാൻ കിരൺസിനെക്കാട്ടി കുറച്ചും കൂടെ ബെറ്റർ ആണ് YCTയും പിനാക്കിളും. എഗെയിൻ അതിന്റെ വില എന്ന് പറയുന്നതും 500+ സമയങ്ങാണ്ടാണ് രണ്ടിന്റെയും വില എന്ന് പറയുന്നത്. കിരൺസിന്റെ ആടുമ്പോഴത്തേക്ക് ഒരു 450+ മറ്റോ ആണ്. ഞാൻ അന്ന് വാങ്ങിച്ചപ്പോൾ 450+ ആയിരുന്നു ഇതുണ്ടായിരുന്നത്. അഡ്ഡയുടെ വരുമ്പോഴത്തേക്ക് 350 ആ സംതിങ് റേഞ്ച് ആണ്. കാരണം എനിക്ക് ഇത് സാധനം ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അഡ്ഡയുടെ ബുക്കുകൾ മൊത്തത്തിൽ എനിക്ക് ഫ്രീ ആയിട്ടുള്ളതൊന്നും കിട്ടിയതാണ്. അതുകൊണ്ട് ഞാൻ അതിന് പൈസ കൊടുത്തിട്ടില്ല. പിന്നെ SSCയുടെ ഒക്കെ ചില ബുക്കുകൾ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരനെ മനസ്സിലാക്കി വെച്ചേക്കുന്ന കുറെ ബുക്കുകളുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ട് വലുതായിട്ട് അല്ലാതെ പൈസ കൊടുത്ത് ഇതൊക്കെ വാങ്ങിച്ചേക്കുന്ന ബുക്ക് എന്ന് പറഞ്ഞാൽ കുറവാണ്. കൂട്ടുകാരനെ കടിച്ചു വെച്ച് വെച്ചേക്കുന്ന ബുക്കുകൾ ആയതുകൊണ്ട് വലുതായിട്ട് പൈസ ഒന്നും ആയിട്ടില്ല ഇതിനാണ്. ഓക്കെ. പക്ഷെ ഇതിന്റെ വില ഇപ്പൊ നോക്കി കഴിയുമ്പോഴത്തേക്ക് YCTയുടെ പിനാക്കിളിലേക്ക് 500+ ആണ് ഉള്ളത്. നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ടായ വില ഇത്രയുമാണ്. അതുകൊണ്ട് സോഫ്റ്റ് കോപ്പി, പൈറേറ്റഡ് കോപ്പി എന്തെങ്കിലും ഒപ്പിച്ചിട്ടാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പൈറേറ്റഡ് കോപ്പിയെ പ്രൊമോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാത്തത്. എവിടെ കിട്ടുന്നത് ഞാൻ പറയത്തില്ല, കാരണം അത് അഗെയിൻസ്റ്റ് ലോ ആയതുകൊണ്ട്. ഞാൻ എന്റെ ആവശ്യത്തിന് മാത്രം ഇത് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ, അവിടെ സ്പ്രെഡ് ചെയ്തിട്ടില്ല. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ സയൻസ് ഒക്കെ ആണ് എങ്കിൽ ബെസ്റ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ NCERT ബുക്സുകളിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള NCERT ബുക്ക് എടുത്ത് വെച്ച് നോക്കാൻ വെക്കരുത്, ഒരു ഒന്നും അതിനകത്തില്ല. NCERT ബുക്ക് നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഒരു 2019 മുമ്പുള്ള ബുക്ക്, മീൻസ് നിങ്ങളെ കൊറോണ ഒക്കെ വരുന്നതിന് മുമ്പുള്ള ബുക്ക്, അതെടുത്ത് നോക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം 2019 ശേഷം നാഷണലൈസ്ഡ് എഡിഷൻ എന്ന് പറഞ്ഞിട്ട് വൃത്തിയോട് കാണിച്ചു വെച്ച് ഉള്ള സാധനങ്ങളെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. 10ാം ക്ലാസ് CBSE ബുക്കിൽ നിന്ന് പീരിയോഡിക് ടേബിൾ മൊത്തത്തിൽ എടുത്ത് കളഞ്ഞു. 9ാം ക്ലാസ്സിൽ നിന്നും ജെനറ്റിക്സ് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കളഞ്ഞു. 9 10ാം ക്ലാസ്സിൽ തന്നെയാണ് ജെനറ്റിക്സും ഹെറിഡിറ്ററിയും എവല്യൂഷനും ഒക്കെ മൊത്തത്തിൽ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരം ഒന്നും പെടത്തില്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബുക്ക്. അതുകൊണ്ട് നിങ്ങൾ ഏത് തന്നെ നോക്കുക, 2020 മുമ്പുള്ള ബുക്ക് ഉണ്ടെങ്കിൽ അത് നോക്കുക. പിന്നീട് അതെല്ലാം കൂടെ മൊത്തം എല്ലാ ചാപ്റ്റേഴ്സും കൂടെ കൺസോൾട്ടേറ്റ് ആയിട്ട് ജിസ്റ്റ് ഓഫ് NCERT എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. പിന്നെ ലൂസൻസിന്റെ ജനറൽ സയൻസ് എന്ന് പറയുന്ന ബുക്ക്, അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പുസ്തകമാണ്. പക്ഷെ ജനറൽ സയൻസിനൊക്കെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചോദിക്കൂ. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിനാക്കിളിന്റെ ബുക്ക്, സം ഓഫ് ദി ബെസ്റ്റ് ബുക്ക്, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ചാപ്റ്റർ വൈസ് ആയിട്ട് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ എക്സ്പ്ലനേഷൻ തന്നിട്ടുള്ള ഒരു പുസ്തകമാണ് പിനാക്കിളിന്റെ ജനറൽ സയൻസ്. നല്ല അടിപൊളി പുസ്തകമാണ്. ഞാൻ പേഴ്സണലി ഉപയോഗിച്ചിട്ടുള്ള പുസ്തകമാണ്. അതിന്റെ റെയിൽവേയുടെ സയൻസ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്. റെയിൽവേയുടെ സയൻസിന്റെ അത്രയും നമുക്ക് SSC സയൻസ് വരത്തില്ല, പക്ഷെ സയൻസ് നോക്കണമെങ്കിൽ ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് ബുക്ക്. നല്ല ബുക്കാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് എക്സ്പ്ലനേഷൻസ്, പ്രിന്റിംഗ് ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം നല്ലത് തന്നെയാണ്. കണ്ടന്റ് വൈസ് നോക്കാൻ നേരത്തെ നല്ല പുസ്തകമാണ് പിനാക്കിളിന്റെ ബുക്ക്. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ YCTയുടെ ബുക്കാണ് യൂത്ത് കോമ്പറ്റീഷൻ ടൈംസ്, അതിന്റെയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബുക്കാണ്. ഇതാണ് ജനറൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ബുക്ക്. എഗെയിൻ ഇതിന്റെ വില എന്നങ്ങാണ്ട് പറയുന്നത് 400+ ആണ് ഈ ഒരു പുസ്തകത്തിന്റെയും വില. 400+ വരും ഈ ഒരു പുസ്തകത്തിന്റെയും വില. പിന്നെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും പഠിക്കാനാണ് ഇരിക്കുന്നത്. നമ്മളെ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് പ്രതിയോഗിത ദർപ്പൺ എന്ന് പറയുന്ന സിവിൽ സർവീസസിലൊക്കെ പഠിക്കുന്ന പിള്ളേർ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പ്രതിയോഗിത ദർപ്പൺ. അത് ബൈമന്ത്ലി ആണെന്നാണ് തോന്നുന്നത്. ബൈമന്ത്ലി ആണോ മന്ത്ലി ആണോ അറിയത്തില്ല. ഒരു എഡിഷന് 125 രൂപയാണ്. ഒരു എഡിഷന് 125. ബൈമന്ത്ലി അല്ല, മന്ത്ലി ആണ്. ബൈമന്ത്ലി അല്ല, മന്ത്ലി ആണ്. 125 രൂപയാണ് പ്രതിയോഗിത ദർപ്പന്റെ വില എന്ന് പറയുന്നത്. 125 രൂപയാണ്. നമ്മൾ ഒട്ടുമിക്ക എല്ലാ ബുക്ക് സ്റ്റോളുകളിലും കിട്ടുന്ന ഒരു സാധനമാണ് പ്രതിയോഗിത ദർപ്പൺ. അത് ഇംഗ്ലീഷുമുണ്ട്, ഇംഗ്ലീഷുമുണ്ട്, ഹിന്ദിയുമുണ്ട്. അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് വാങ്ങുക. 125 രൂപയാണ് ഒരു എഡിഷന്. അത് ആ ഒരു മാസത്തെ മൊത്തത്തിലുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് കിട്ടും. പ്രീവിയസ് മന്തിലെ മൊത്തം കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാധനമാണ് പ്രതിയോഗിത ദർപ്പൺ എന്ന് പറയുന്നത്. നമ്മുടെ ലേബർ ഇന്ത്യ ഒക്കെ പോലിരിക്കുന്ന ഒരു സാധനമാണ്. ആ ഒരു പ്രിന്റിംഗ് ക്വാളിറ്റി മാത്രമേ ഉള്ളൂ സാധനത്തിൽ. പക്ഷേ കണ്ടന്റ് വൈസ് നോക്കാൻ നേരത്തെ നല്ല കുട്ടികളുടെ സാധനങ്ങൾ പറയുന്നു. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോരമയുടെ ഇയർ ബുക്ക് നിങ്ങൾക്ക് നോക്കാം. പക്ഷേ SSC എക്സാംസിനൊന്നും അത്രയ്ക്ക് വലുതായിട്ട് അങ്ങ് ഉപകാരപ്പെടത്തില്ല. എന്നാലും ജസ്റ്റ് നോക്കി വെക്കാം. എന്നിട്ട് സ്റ്റാറ്റിക് GK ഒക്കെ മനസ്സിലാക്കാനാണ് എങ്കിൽ നമ്മുടെ ഈ ഒരു പുസ്തകം നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. എയ്സിന്റെ ജനറൽ അവയർനെസ്. കണ്ടന്റ് അഗെയിൻ ഭയങ്കര കുറവാണ്. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ട് പേഴ്സണലി ഉള്ള ഒരു ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് പബ്ലിഷേഴ്സ് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം ഇവന്മാർ ഇറങ്ങിയിട്ടങ്ങാണ്ട് ഇപ്പം 4-5 കൊല്ലം കണ്ട് ഇവന്മാർ ആയിട്ടുണ്ട്. ഇവന്മാര് പുസ്തകങ്ങൾ ഇറക്കി തുടങ്ങിയിട്ട്. പക്ഷെ ഇവരുടെ കണ്ടന്റ് എന്ന് പറയുന്നത്
ബാക്കിയുള്ളതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കാൻ വെരി ഗുഡ് കണ്ടന്റ് ആണ് പിനാക്കിളിന്റെയും യൂത്ത് കോമ്പറ്റീഷൻസിൽ പേഴ്സണലി ഉപയോഗിച്ചതിന്റെ ഒരു ഇതിൽ ഞാൻ പറയുവാണ്. ബാക്കിയുള്ളത് ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയിട്ടുള്ളത് സാധനങ്ങൾ ഒരു ക്രിസ്റ്റൽ ക്ലിയർ എക്സ്പ്ലനേഷൻ തന്നിട്ടുള്ളത് സാധനങ്ങളുമായിട്ട് കണക്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ എന്താ പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾ ഏതാണെന്ന് ചോദിക്കുന്നത് പ്രോട്ടോൺസ് ആണ്. അപ്പൊ ചുമ്മാ പ്രോട്ടോൺസ് എന്ന് മാത്രം പറഞ്ഞു പോവുകയല്ല, പ്രോട്ടോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള സകല ഡീറ്റെയിൽസ്, പ്രോട്ടോണിന്റെ മാസ്, പ്രോട്ടോണിന്റെ ചാർജ്, ചാർജ് ടു മാസ് റേഷ്യോ, മാസ് ടു ചാർജ് റേഷ്യോ എത്രയാണ്, അതേപോലെ തന്നെ നമുക്ക് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കവർ ചെയ്തത് ഏതാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പീരിയൻസ് എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഡീഷണൽ ഫാക്ട്സ്. ഒരു സിംഗിൾ സാധനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കണക്റ്റഡ് ഫാക്ട്സ് ഉണ്ടോ ഈ കണക്റ്റഡ് ഫാക്ട്സ് എല്ലാം നമുക്ക് എവിടെ കിട്ടൂടെ, ഈ രണ്ട് പുസ്തകങ്ങളിൽ കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനെ ബാക്കിയുള്ള പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. കാരണം ക്വസ്റ്റ്യൻസ് കുറച്ചൊക്കെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറവാണ് എങ്കിലും ഇതിനകത്തുള്ള കണ്ടന്റ് വൈസ് നോക്കാൻ നേരത്ത് ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സകല ഡീറ്റെയിൽസും നമുക്ക് അതിനകത്ത് കണ്ടന്റ് വൈസ് നമുക്ക് കിട്ടും. അതായത് ആ ഒരു പുസ്തകം ഉണ്ട് എങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് ഒരുപാട്, അതായത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആ ക്വസ്റ്റ്യന്റെ ആൻസർ ഉണ്ട്, ആ ആൻസറുമായിട്ട് ബന്ധപ്പെട്ടുള്ള സകല റിലേറ്റഡ് ഫാക്ട്സും നമുക്ക് ആ ക്വസ്റ്റ്യനകത്തിൽ നിന്ന് നമുക്ക് കിട്ടും എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും നല്ല ഈ പിനാക്കിളിന്റെയും യൂത്ത് കോമ്പറ്റേറ്റീവ് ടൈംസിന്റെയും രണ്ട് പുസ്തകങ്ങളും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എന്റെ സോഫ്റ്റ് കോപ്പിയാണ് ഉപയോഗിക്കുന്നത്. മാക്സ്റ്ററിന്റെ സബ്സ്ക്രിപ്ഷനിൽ കിട്ടിയ പുസ്തകങ്ങളാണ്. അതായത് പിനാക്കിളിന്റെ പുസ്തകം അല്ലാതെ ഹാർഡ് കോപ്പിയാണ് ഉള്ളത്. എന്നാൽ യൂത്ത് കോമ്പറ്റേറ്റീവ് ടൈംസിന്റെ മാക്സ്റ്റർ എന്ന് പറയുന്ന ആപ്പിനകത്ത് അവരുടെ ആ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുത്തപ്പോഴത്തേക്ക് എനിക്കത് ഈ ഒരു പുസ്തകം അതിനകത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പം ഈ പുസ്തകം ആ ഡീറ്റെയിലായിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് ഒരു ബാക്കിയുള്ള ഒരു 2-3 പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സകല ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒറ്റ പുസ്തകത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, യൂത്ത് കോമ്പറ്റേറ്റീവ് ടൈംസിന്റെ അതേപോലെ തന്നെ പിനാക്കിളിന്റെ. സോ നിങ്ങൾ ജനറൽ അവയർനെസ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനറൽ അവയർനെസ്, കറണ്ട് അഫയേഴ്സിന് അത് ഉപകാരപ്പെടത്തില്ല, ജനറൽ അവയർനെസ്സിന് മാത്രം നിങ്ങൾ നോക്കുന്നുണ്ട് എങ്കിൽ ഗോ ഫോർ പിനാക്കിൾ ഓർ യൂത്ത് കോമ്പറ്റേറ്റീവ് ടൈംസ്. അഡ്ഡ വാങ്ങിച്ച പൈസ കളയുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ബെറ്റർ ആണ്. എത്രയാണ്? അഡ്ഡ മോശമാണെന്നല്ല പറയുന്നത്, അഡ്ഡ കണ്ടന്റ് വൈസ് നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ കുറച്ചും കൂടെ കണ്ടന്റ് കൂടുതൽ നമുക്ക് ഗുഡ് ഫോർ മണി എന്ന് പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ വാല്യൂ വർത്ത് നമ്മൾ നോക്കിക്കഴിയാണ് നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ പിനാക്കിളോ അല്ലെങ്കിൽ യൂത്ത് കോമ്പറ്റേറ്റീവ് ടൈംസോ ആണ്. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിന്റെ കേസിലാണ് ഞാൻ പറയുന്നത്. പിന്നീട് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് നോക്കുകയാണെങ്കിൽ അഡ്ഡയുടെ SSC കറണ്ട് അഫയേഴ്സ് നിങ്ങൾ നോക്കുക. അഡ്ഡയുടെ മന്ത്ലി SSC കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കുക. SSC അഡ്ഡയ്ക്കകത്ത് നിങ്ങൾക്ക് കിട്ടും. SSC അഡ്ഡ എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. ആ SSC അഡ്ഡ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കിട്ടും. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി IQ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പോർട്ടൽ ഉണ്ട്, സ്റ്റഡി IQ. അവരുടെ തന്നെ സ്ഥാപകനായിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഗൗരവ് ഗാർഗ്. ഞാൻ കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുന്നത് പുള്ളിക്കാരൻ്റെയാണ്, ഡോക്ടർ ഗൗരവ് ഗാർഗ്. അതായത് ഓരോ മാസവും ഉള്ള കറണ്ട് അഫയേഴ്സ്, അല്ലെങ്കിൽ വീക്ക്ലി കറണ്ട് അഫയേഴ്സും മന്ത്ലി കറണ്ട് അഫയേഴ്സും ഹാഫ് ഇയർലി കറണ്ട് അഫയേഴ്സും ഇയർലി കറണ്ട് അഫയേഴ്സും എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ടെലിഗ്രാം ചാനലാണ് ഡോക്ടർ ഗൗരവ് ഗാർഗ് എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ടെലിഗ്രാമിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാലും മതി. ഡോക്ടർ ഗൗരവ് ഗാർഗ് എന്ന് പറഞ്ഞിട്ട് അവരുടെ പുള്ളിയുടെ ടെലിഗ്രാം ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് കയറാൻ പറ്റും. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അതിനകത്ത് എല്ലാ കറണ്ട് അഫയേഴ്സും ഓരോ ഡേ വൈസ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് കിട്ടും. പക്ഷേ സെക്ഷൻ വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും കാര്യങ്ങളും ഒന്നും കിട്ടത്തില്ല. എക്കണോമിക്സിന് സെപ്പറേറ്റ് അങ്ങനെയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടത്തില്ല. അത് വേണമെങ്കിൽ നിങ്ങൾ SSC അഡ്ഡ തന്നെ നിങ്ങൾ നോക്കുന്നതായിരിക്കും പറ്റും. SSC അഡ്ഡയുടെ കറണ്ട് അഫയേഴ്സ് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അഡ്ഡ SSCയുടെ കറണ്ട് അഫയേഴ്സ് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അതല്ല എങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കണ്ടന്റ് വൈസ് ഒരുപാട് സാധനങ്ങൾ കിട്ടണമെങ്കിൽ ഡോക്ടർ ഗൗരവ് ഗാർഗ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ. എനിക്ക് പേഴ്സണലി വളരെയധികം ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ് ഡോക്ടർ ഗൗരവ് ഗാർഗ്. സോ യു ക്യാൻ ഗോ ഫോർ ഡോക്ടർ ഗൗരവ് ഗാർഗ്. അപ്പൊ കറണ്ട് അഫയേഴ്സ് നോക്കുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ SSC അഡ്ഡ, അല്ല എങ്കിൽ ഡോക്ടർ ഗൗരവ് ഗാർഗ്. അതിനുശേഷം മതി ബാക്കി ഏതെങ്കിലും ഒക്കെ നോക്കുന്നത്. അപ്പം അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. എല്ലാ പൈസ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് പ്രയോജനം വാങ്ങാം. അപ്പൊ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് കാര്യങ്ങളാണെങ്കിൽ കാണും. പൈസ ഇല്ല എങ്കിൽ നമുക്ക് ഇതിനകത്തിലേക്ക് പോകാം. ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ ഫയൽ സൈസ് ഗൗരവ് ഗാർഗിനകത്തൊക്കെ ഫയൽ സൈസ് കുറച്ച് കൂടുതലാണ്. ഒരു കറണ്ട് അഫയേഴ്സിന്റെ ഒരു PDF തന്നെ ഏകദേശം 125 MB എങ്ങാണ്ടുണ്ട്, 125 MB അത്രയും കണ്ടുണ്ട് ഒരു PDF ഫയലിന്റെ സൈസ് എന്ന് പറയുന്നത്. അതിന്റെ സൈസ് കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല. നല്ല കണ്ടന്റ് വൈസ് നല്ല സാധനമാണ്. ഇനി നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഒന്ന് കിരൺസിന്റെ ബുക്ക് നല്ലതാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് പിനാക്കിളിന്റെയും യൂത്ത് കോമ്പറ്റേറ്റീവ് ടൈംസിന്റെയും രണ്ടിന്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഫോർ എക്സാമ്പിൾ ഗ്രാമാറ്റിക്കൽ പോർഷൻ ആണെങ്കിൽ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടുള്ള സകല കാര്യങ്ങളും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമാണ്. പേഴ്സണലി എനിക്ക് ഉപകാരപ്പെട്ടിട്ടുള്ള ബുക്കാണ്. അതായത്
പിന്നീട് ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് വൊക്കാബുലറി. നമ്മുടെ പദസമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ വൊക്കാബുലറി കൂട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു പുസ്തകമാണ് ഡോക്ടർ കിനാറ്റിന്റെ 60 Days ഇംഗ്ലീഷ് വൊക്കാബുലറി എന്ന് പറയുന്ന പുസ്തകം. ഏകദേശം ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഓൾമോസ്റ്റ് എല്ലാ വാക്കുകളും നിങ്ങൾക്കുണ്ട്. ഇത് കൂടാതെ തന്നെ പിന്നീട് നിങ്ങൾക്ക് സ്റ്റഡി ഐക്യൂവിന്റെ ഒരു പുസ്തകമുണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഒരു പുസ്തകമുണ്ട്. സ്റ്റഡി ഐക്യൂ ഇംഗ്ലീഷ് ഫോർ SSC എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, സ്റ്റഡി ഐക്യൂന്റെ. അതും നല്ലൊരു ഓപ്ഷനാണ്. പേഴ്സണലി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ്, നല്ലൊരു പുസ്തകമാണ്. കണ്ടന്റ് വൈസ് നോക്കാൻ നേരത്ത് ഇത്രയും കണ്ടന്റ് ഒന്നുമില്ല, എന്നാലും അതിനകത്തുള്ള ലാംഗ്വേജ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. കണ്ടന്റ് വൈസ് വളരെ കുറവാണ്, പക്ഷേ ലാംഗ്വേജ് അത്യാവശ്യം നല്ല സിമ്പിൾ ലാംഗ്വേജ് ആണ്. നമുക്ക് ബിഗിനേഴ്സിനെല്ലാം നല്ല രീതിയിൽ മനസ്സിലാവുന്ന ഒരു പുസ്തകമാണ് സ്റ്റഡി ഐക്യൂന്റെ ആ ഒരു പർട്ടിക്കുലർ ബുക്ക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് വരാവുന്ന മറ്റേ ഒരു ഇതാണ് അഡ്ഡയുടെ ഇംഗ്ലീഷ് ബുക്ക്. അഡ്ഡ 247ന്റെ ഇംഗ്ലീഷ് ബുക്ക്, ഏസ് സീരീസ്. നമ്മൾ നേരത്തെ കണ്ട ഏസ് സീരീസ്. ഇത് നമുക്ക് കണ്ടന്റ് വൈസ് നോക്കാൻ നേരത്ത് വളരെ മികച്ച ഒരു ഓപ്ഷനാണ്. അഡ്ഡ 247ന്റെ ഇംഗ്ലീഷ് ബുക്ക് ഇത് വളരെ മികച്ച ഒരു ഓപ്ഷനാണ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ബുക്സുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യം. അപ്പൊ ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ടും SSC എക്സാമിനേഷനെ കുറിച്ചും SSC എക്സാമിനേഷന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഒരു ഓവറോൾ ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങളിപ്പോ ഒരു സ്ഥാപനത്തിൽ ചെന്ന് പഠിച്ചാലും അല്ല, നിങ്ങൾ തന്നെ ഇരുന്ന് പഠിക്കാൻ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളെ സിലബസ് മനസ്സിലാക്കി നിങ്ങൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽ വെച്ച് മാത്രമേ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പാടും. സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാർക്കറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ SSC CGL CHS MTS GD എന്തോ ആയിക്കൊള്ളട്ടെ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്ടംപോലെ പുസ്തകങ്ങളും മറ്റുമൊക്കെ കിട്ടും. ദിശ പോലുള്ള പബ്ലിഷേഴ്സിന്റെ ഒക്കെ പുസ്തകങ്ങളെ കിട്ടും. എല്ലാം കൂടെ ഒന്നിച്ചുള്ള പുസ്തകം, അതായത് SSC CGLന്റെ ഒരു ഓൾ ഇൻ വൺ പാക്കേജ്, ഒന്നിച്ചൊരു ബുക്ക്, ഒരു 10,000 പേജ് കാണുന്ന ഒന്നിച്ചൊരു ബുക്ക് വാങ്ങിക്കാൻ നിൽക്കുകയാണെങ്കിൽ 8ന്റെ പണിയായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. കാരണം നിങ്ങൾക്ക് 100-600 രൂപ കൊടുത്താൽ പുസ്തകം വാങ്ങിച്ചെന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഒരു ഗുണവും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഒരു ഗുണവും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല, പൈസ പോകുന്നതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. ഇവിടെ ഞാൻ ഓരോ സെക്ഷനും വേണ്ട പുസ്തകങ്ങൾ ഞാൻ സെപ്പറേറ്റ് പറഞ്ഞിട്ടു. ആ പുസ്തകങ്ങളിൽ ഏതെങ്കിലും ഒക്കെ പുസ്തകങ്ങൾ, കാരണം എനിക്ക് പെട്ടെന്ന് തോന്നിയ പുസ്തകങ്ങളാണ്. ഇതിന്റെ ഒന്നും പ്രൊമോഷൻ അല്ല, ഇതോടൊന്നും നമുക്ക് യാതൊരു ബന്ധവുമില്ല, എനിക്കും ബന്ധവുമില്ല, സ്ഥാപനത്തിനും യാതൊരു ബന്ധവുമില്ല. കാരണം ഇത് എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങളാണ്, അല്ലാതെ ഇവർക്ക് പ്രൊമോഷൻ കൊടുക്കുക, ഇവർക്ക് പ്രൊമോഷൻ കൊടുത്തിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ എടുത്തുവാണ്. അപ്പം എനിക്ക് ആസ് എൻ എഡ്യൂക്കേറ്റർ ആൻഡ് ഓൾസോ ആസ് എ സ്റ്റുഡന്റ്, ആസ് എൻ SSC ആസ്പിറന്റ്, എനിക്ക് ബെറ്റർ എന്ന് തോന്നിയിട്ടുള്ള പുസ്തകങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പോ നിങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ പ്രിപ്പറേഷൻസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു പുസ്തകം, ഞാൻ എന്തായിരുന്നു നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത പുസ്തകങ്ങളിൽ ഏതെങ്കിലും ഒരു പുസ്തകം നിങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക. ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങിക്കുക തന്നെ വേണം. എല്ലാത്തിനും കൂടെ അവൈലബിൾ രൂപത്തിലുള്ള ഒരു പുസ്തകം നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ പുസ്തകങ്ങൾ വാങ്ങുക. ഇങ്ങനെ ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് ആയിട്ട് പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ട് ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഒരു പോർഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം, ഫോർ എക്സാമ്പിൾ ആയിട്ട് പോവുകയാണെങ്കിൽ നമ്പർ സിസ്റ്റം നിങ്ങൾ പഠിക്കുന്നു. ഇവിടെ നമ്പർ സിസ്റ്റത്തിലെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കി ഡെയിലി ഒരു 20 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 30 ക്വസ്റ്റ്യൻസ് പതുക്കെ നിങ്ങൾ കൂട്ടുക. ഇന്നത്തെ ദിവസം 20 ആണെങ്കിൽ നാളെ ഒരു 30 ക്വസ്റ്റ്യൻ, മറ്റന്നാളൊരു 60 ക്വസ്റ്റ്യൻസ്, അങ്ങനെ പതുക്കെ നിങ്ങൾ കൂട്ടി, അതായത് നിങ്ങളുടെ സമയം, അതായത് പ്രിപ്പയർ ചെയ്യുന്ന അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യനുകളുടെ എണ്ണം ഒരു ടൈം നിങ്ങൾ ഫിക്സ് ചെയ്തിട്ട് കൂട്ടി പോകാൻ നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ആ ഒരു പർട്ടിക്കുലർ കോൺസെപ്റ്റ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. Again, always remember, Rome was not built in a day. ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒന്നും നിങ്ങൾക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. സിസ്റ്റമാറ്റിക് ആയിട്ട് പതുക്കെ 1 by 1 ആയിട്ട് നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ട് പോകണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ടയറെങ്കിലും നിങ്ങൾക്ക് അവിടെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ പഠിക്കണ്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ വലിച്ചു വരിയിട്ട് പഠിക്കാൻ നോക്കരുത്. അറ്റ് എ ടൈം ഒരു ടോപ്പിക്ക് മാത്രം. ആ ടോപ്പിക്ക് ഫിനിഷ് ആയതിനു ശേഷം, അല്ല എങ്കിൽ ഒരു 75% എങ്കിലും നമ്മളൊന്ന് ഓക്കെ ആയതിനു ശേഷം മാത്രം നിങ്ങൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുക. അപ്പൊ നിങ്ങൾക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ട്രെങ്തും വീക്ക്നസും നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളുടെ കയ്യിൽ സിലബസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് എത്ര നാൾ കൊണ്ട് ഇതെല്ലാം പഠിച്ചു തീർക്കാൻ പറ്റും. അപ്പൊ നിങ്ങളൊരു പുസ്തകം വാങ്ങുക, നിങ്ങളുടെ സ്ട്രെങ്തും വീക്ക്നസും നിങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങളായിട്ട് നിങ്ങളുടെ ഒരു ടൈം ടേബിൾ നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കും. ആ ടൈം ടേബിൾ ഞങ്ങൾക്ക് അയച്ചു തരുവാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ അത് പറഞ്ഞു തരാം. അത് ആ ടൈം ടേബിൾ ഓക്കെ ആണോ അല്ലയോ എന്ന് ഞാൻ പറയാം. അപ്പം ഒരിക്കലും ഞാനായിട്ടൊരു ടൈം ടേബിൾ നിങ്ങൾക്ക് തരത്തില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു തന്നെ ടൈം ടേബിൾ വെച്ച് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകും. അല്ലെങ്കിൽ ഞാൻ നോക്കാൻ നേരത്തെ 60 ഡേ കൊണ്ട് SSC മൊത്തത്തിൽ പഠിച്ചു തീർക്കാൻ മറ്റതാണ് മറിച്ചതാണൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് യൂട്യൂബ് ചാനലുകളിലും അല്ലെങ്കിൽ ഒരുപാട് വെബ്സൈറ്റുകളിലൊക്കെ നമുക്ക് കാണാം. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ വെറുതെ ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു തന്നെ അല്ല തീരുമാനിക്കുന്നത് നമുക്ക് ഈ സാധനം 60 ദിവസം കൊണ്ട് പഠിക്കാവോ,
അല്ലെങ്കിൽ 30 ദിവസം കൊണ്ട് പഠിക്കാവൂ. അത് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ ലെവലിനനുസരിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തന്നെ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഏറ്റവും ബാക്കിൽ നിൽക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ തന്നെ മനസ്സിൽ തോന്നുവാണ് എനിക്ക് 6 മാസം എടുത്താൽ മാത്രമേ ഈ സാധനം പഠിച്ചെടുക്കാൻ പറ്റൂ. സോ യു ഷുഡ് ഹാവ് ടു പ്രിപ്പയർ എ ടൈം ടേബിൾ ഫോർ 6 months. ഇനി 6 മാസം എടുത്തിട്ടും പഠിക്കാൻ പറ്റുന്നില്ല, 1-2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഇതെടുത്ത് പഠിക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരു കൊല്ലത്തേക്ക് ആക്കിക്കോളൂ, പ്രശ്നമില്ല. അപ്പൊ എന്താണെങ്കിലും നിങ്ങളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും അനുസരിച്ച് നിങ്ങൾ ആദ്യം ഒരു സ്ട്രിക്റ്റ് ടൈം വെക്കുക. എനിക്ക് ഇത്ര സമയം കൊണ്ടായിരിക്കും എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിലബസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ആ സിലബസ് അനുസരിച്ച് നിങ്ങൾ മുമ്പോട്ടേക്ക് പോവുക. കുറച്ച് നാളത്തേക്ക് ഒരു 2-3 ആഴ്ച നിങ്ങൾക്ക് ഓക്കെ ഇത് പറ്റുന്നുണ്ട്, ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗോ വിത്ത് ദാറ്റ്. അതർവൈസ് നമുക്ക് പറ്റുന്നില്ല, കുറച്ചും കൂടെ സമയം വേണം, റീഷെഡ്യൂൾ ഇറ്റ്. നിങ്ങളുടെ വീക്ക്നെസ്സും സ്ട്രെങ്തും മനസ്സിലാവുന്നത് വേറെ ഏതെങ്കിലും ഒരുത്തിനല്ല, നിങ്ങൾക്ക് മാത്രമാണ്. സോ ഫൈൻഡ് യുവർ വീക്ക്നെസ്, ഫൈൻഡ് യുവർ സ്ട്രെങ്ത് ആൻഡ് പ്രിപ്പയർ അക്കോർഡിംഗ് ടു യുവർ കപ്പാസിറ്റി. നിങ്ങളുടെ കപ്പാസിറ്റി എന്താണോ അതിനനുസരിച്ച് മാത്രം പ്രിപ്പയർ ചെയ്യുക. അല്ലാതെ വല്ലവനെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. യു ഷുഡ് ഹാവ് ടു പ്രിപ്പയർ അക്കോർഡിംഗ് ടു യുവർ കപ്പാസിറ്റി. കാരണം ഓരോരുത്തരുടെയും IQ ലെവൽ എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും. എനിക്കിപ്പോ ഒരു 6 മാസം എടുക്കുന്ന ഒരു സമയം വേറൊരാൾക്ക്, കൃഷ്ണാനന്ദന് ചിലപ്പോൾ 3 മാസം എടുത്ത് പഠിക്കാൻ പറ്റിയത്, ചിലപ്പോൾ ലക്ഷ്മി ആകുമ്പോഴത്തേക്ക് അത് 4 മാസമാണ് പോരാ, അല്ലെങ്കിൽ രേവതിക്ക് അതിന് പക്ഷേ ഒരു 7 മാസം എടുത്തിട്ടേ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓരോരുത്തർക്കനുസരിച്ച് മാറിക്കൊണ്ടു. സോ നിങ്ങളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും മനസ്സിലാക്കി ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ടൈം നിങ്ങൾ ഫിക്സ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ടൈം നിങ്ങൾ കണ്ടെത്തുക. അതിനനുസരിച്ചിട്ട് നിങ്ങൾ സ്ട്രിക്റ്റ് ടൈം അവിടെ വെക്കുക. അതിനുള്ളിൽ നിങ്ങൾ ഈ സാധനങ്ങളെല്ലാം പഠിച്ചു തീരാൻ വേണ്ടിയിട്ട്. അല്ലാതെ വേറെ എവിടെയെങ്കിലും ഒക്കെ ആരെങ്കിലും തരുന്ന ഒരു ടൈം ടേബിളും വെച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് രീതിയിലോട്ട് നിൽക്കുക. ഇപ്പൊ പരീക്ഷയ്ക്ക് ജസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടല്ല നമ്മൾ ആക്ച്വലി പഠിച്ചു പോകുന്നത്. നമുക്കറിയാം എല്ലാ കൊല്ലവും നമുക്ക് പരീക്ഷ എക്സാം ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഒരു കൊല്ലം മുമ്പെങ്കിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സിലബസ് എന്തെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യണോ എന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ടൈം ടേബിൾ ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അയച്ചു തന്നോളൂ, ധൈര്യമായിട്ട് അയച്ചു തരുക. നമുക്ക് സ്ഥാപനത്തിൽ നിങ്ങളുടെ അവിടെ മെന്ററിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി എന്നെ കോൺടാക്ട് ചെയ്യുന്നതോടും എന്നെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ഞാൻ ഹെൽപ്പ് ചെയ്യുക. അപ്പോ ഇനിവേ അപ്പൊ നമുക്ക് നമ്മുടെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് ചോദിക്കാം. ഇനി മൈക്ക് ഓൺ ചെയ്ത് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും. എക്സാംസിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രിപ്പറേഷൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ മെറ്റീരിയൽസിനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ഒരു സെഷൻ ഉപകാരപ്പെട്ടോ എല്ലാവർക്കും? ഒന്ന് കമന്റ് ഇട്ടേ ഫസ്റ്റ് ആയിട്ട്. ഈ സെഷൻ ഉപകാരപ്പെട്ടോടെ? ഇതെല്ലാം ഞാൻ പറഞ്ഞത് എന്റെയും ഞാൻ പഠിപ്പിച്ചുള്ള പിള്ളേരുടെയും എന്റെ കൂട്ടുകാരുടെയൊക്കെ എക്സ്പീരിയൻസിന്റെ ബേസിസിലാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ 2 മണിക്കൂർ ഞാൻ ഷെയർ ചെയ്തത്. കാര്യങ്ങളെല്ലാം മനസ്സിലായോ? ഓക്കെ. അപ്പോ അങ്ങനെ ആണെങ്കിൽ പ്രത്യേകിച്ച് ആർക്കും ഡൗട്ടും കാര്യങ്ങളും ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് തൽക്കാലത്തേക്ക് ഇത്രയും വെച്ച് നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. ആർക്കെങ്കിലും ഇനിയും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ട്, ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്ത നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിലേക്ക് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. അവർ എന്നെ കണക്ട് ചെയ്ത് തരും. ഇപ്പൊ വോയിസ് നോട്ടോ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അയച്ചു വന്നേക്കാം. അപ്പം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ഇനി നിങ്ങൾ ഏറ്റവും ബിഗിനറായിട്ട് നിൽക്കുകയാണ് എങ്കിൽ കമ്പൽസറി ആയിട്ട് നിങ്ങളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ജോയിൻ ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളവരുണ്ട് എങ്കിൽ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. നിങ്ങളൊരു സ്ഥാപനത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ സ്റ്റെപ്പുകൾ നിങ്ങൾ ഫോളോ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നമ്മളിപ്പം ഓൾറെഡി ഇപ്പോൾ ഇവിടെ കുറേ ക്ലാസ്സുകൾ തുടങ്ങും. അതിന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ നമ്മുടെ സൈറ്റിലും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് ചാനലിലും എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങുന്നതിനെ കുറിച്ച്. അപ്പം വൺസ് ക്ലാസ് സ്റ്റാർട്ട് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. റെക്കോർഡഡ് ക്ലാസ്സസ് കിട്ടും. അതേപോലെ തന്നെ ഡെയിലി പ്രാക്ടീസ് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് കണക്ട് ചെയ്യാൻ ഞാനാണ് മാത്സ് എടുക്കുന്നത്. അതല്ല നിങ്ങൾക്ക് റീസണിങ് പഠിപ്പിക്കുന്ന സാറുമായിട്ടാണെങ്കിൽ സാറുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കിട്ടും. ഇനി അതല്ല ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറുമായിട്ടാണെങ്കിൽ പുള്ളിക്കാരിയുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് നമ്മളുമായിട്ടൊരു ഡയറക്റ്റായിട്ട് കോൺടാക്ട് ഇല്ലെങ്കിലും ത്രൂ മെന്റർ ഞങ്ങളെ എല്ലാ അധ്യാപകരുമായിട്ട് നിങ്ങൾക്ക് ഒരു കോൺടാക്ട് കിട്ടും. 24/7 നിങ്ങൾക്ക് ഇത് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് അറ്റ് ദ ഏർലിയസ്റ്റ് തന്നെ നിങ്ങൾക്ക് അതിന്റെ സൊല്യൂഷൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് കൺസേൺ ആയിട്ടുള്ള അധ്യാപകർക്ക്, തിരക്കിലാണെങ്കിൽ മാത്രമായിരിക്കും ചിലപ്പോൾ ഒന്ന് ഡിലേ ആവുന്നത്. കാരണം പിന്നെ എല്ലാവർക്കും ഒരു ബിസി ഷെഡ്യൂളിലായിരിക്കും ഓടുന്നത്. അപ്പൊ നമുക്ക് ആ തിരക്കൊക്കെ ഒന്ന് ഒഴിയുമ്പോഴത്തേക്ക് എന്തായാലും നിങ്ങൾക്ക് ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു എത്രയും പെട്ടെന്ന്, ഒരു ദിവസം ഒന്നും എടുക്കത്തില്ല, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അതിന്റെ നിങ്ങൾക്ക് സൊല്യൂഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയും വെച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിരുന്നു. ഓക്കെ, എനിവേ ഹാപ്പി ഫോർ എ വണ്ടർഫുൾ സെഷൻ വിത്ത് യു. എല്ലാവരും കാര്യങ്ങളെല്ലാം കേട്ടിരുന്നതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിരുന്നു. ഓക്കെ, ശരി, ലീവ് ചെയ്തോളി.
Okay. Okay, thank you. Okay.